പെട്ടെന്നൊരു ദിവസം ഭൂമിയിലോട്ട് കുറച്ച് ബാക്ടീരിയ കണക്കിരിക്കുന്ന മുട്ടകൾ വന്ന് വീഴാൻ തുടങ്ങി. അതിൽ നിന്ന് എന്തോ പഴുതാര കണക്കിരിക്കുന്ന ജീവികൾ ഇറങ്ങി വന്നിട്ട് മനുഷ്യന്റെ ചെവി കൂടെ മൂക്കിൽ കൂടെ തലച്ചോറിന്റെ അകത്തോട്ട് കയറാൻ തുടങ്ങി. അതിനുശേഷം മനുഷ്യനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാനും തുടങ്ങി. ഇങ്ങനെ തലയിൽ പഴുതാര അല്ലെങ്കിൽ ഈ പാരസൈറ്റ് കയറിയിട്ടുള്ള ആൾക്കാർ എല്ലാം കൂടെ ഒന്നിക്കുകയാണ്. അതായത് ഇതെല്ലാം പാരസൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ആക്രമിക്കപ്പെട്ട് കിടക്കുമായിരുന്നു. ചോരയൊക്കെ വാർന്ന് മരിക്കാൻ കിടക്കുമായിരുന്നു. അന്നേരമാണ് അവളുടെ ദേഹത്ത് ഈ പാരസൈറ്റ് കയറിയത്. എന്നാൽ ബാക്കിയുള്ള പാരസൈറ്റിനെ പോലെ ഈ പാരസൈറ്റിന് അവളുടെ ബോഡിയിൽ കൺട്രോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ അവള് ഒരു മ്യൂട്ടന്റ് ആണ്. പകുതി പാരസൈറ്റും പകുതി മനുഷ്യനുമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അല്ലെങ്കിൽ ഈ ഏലിയൻസ് എവിടെ നിന്നാണ് വന്നത്? ഇവരുടെ പ്ലാൻ എന്താണ്? ഈ ഏലിയൻസ് എന്തിനാണ് ഒരു കോളനി സൃഷ്ടിക്കുന്നത്? മനുഷ്യനെ കൊല്ലാനാണോ അതോ അവരെ എതിർത്ത് നിൽക്കാനാണോ എന്നൊക്കെ നമുക്കറിയണ്ടേ. ഞാൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ പാരസൈറ്റ് ദ ഗ്രേ എന്ന് പറയുന്ന സീരീസ് ആണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? എപ്പിസോഡിന്റെ ആരംഭത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്. അതായത് മനുഷ്യൻ വന്നതോടെയാണ് ഈ ഭൂമി നശിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഓരോ മരങ്ങളും വെട്ടിമുറിച്ച് മനുഷ്യന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ കാരണമാണ് ഇവിടെ പൊല്യൂഷൻ എല്ലാം സംഭവിച്ച് സാധാരണപ്പെട്ട ജീവികളെല്ലാം മരിച്ചു പോകുന്നത്. ഇതെല്ലാം മനുഷ്യൻ കാരണമാണ്. മനുഷ്യന്റെ എണ്ണം പകുതിയായാലോ അല്ലെങ്കിൽ മനുഷ്യൻ ഇല്ലാതായാലോ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ തുടങ്ങുന്നത്. ഇതിനുശേഷം ഒരാളെ കാണിക്കുകയാണ്. നമുക്ക് ഗുണ്ട എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാൻ കാരണം അയാളൊരു ഗുണ്ടയാണ് കേട്ടോ. ഇയാൾ ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. അതായത് കമ്പ്യൂട്ടറിൽ മെസ്സേജ് അയക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയാണ് എവനെ കൊണ്ട് ആരെയും കൊല്ലാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ്. ഇതിന് മറുപടിയായിട്ട് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ കൊല്ലടാന്ന് ഇയാൾ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരിടത്ത് ഒരു സ്റ്റേജ് ആണ് കാണിക്കുന്നത്. അവിടെ ആൾക്കാരൊക്കെ കൂടി നിന്നിട്ട് ഒരു പ്രോഗ്രാം നടത്തുകയാണ്. ഡാൻസ് പ്രോഗ്രാം പോലെ പാട്ടൊക്കെ പാടിയിട്ട്. അവിടെ ആൾക്കാർ അങ്ങനെ നിൽക്കുമ്പം ആകാശത്ത് നിന്ന് കുറെ അധികം പച്ച കളർ മുട്ട പോലെ, അതായത് ബാക്ടീരിയ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ താഴോട്ട് വന്ന് വീഴുകയാണ്. അത് വീണ ഉടനെ അതിൽ നിന്ന് പഴുതാര പോലെ ഇരിക്കുന്ന വേറൊരു ജീവി ഇറങ്ങി ആ സ്റ്റേജിന്റെ അടിയിൽ കൂടെ ഒരു റൂമിലോട്ട് ചെല്ലുകയാണ്. അവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ജീവി ഒന്നും ചിന്തിക്കാതെ തന്നെ അയാളുടെ ചെവിയിൽ ചെന്ന് കയറുകയാണ്. പെട്ടെന്ന് തന്നെ അയാളുടെ ആ ഒരു ഇതൊക്കെ മാറുകയാണ്, പെരുമാറ്റമൊക്കെ മാറുകയാണ്. ബോധം കെട്ട് അവിടെ തന്നെ കിടക്കുകയാണ് ആ സോഫയിൽ. ഈ നേരം സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവനോട് പറയാണ് എണീറ്റ് ബാ, നമുക്ക് ബാക്കി പ്രോഗ്രാം നോക്കാന്ന്. എന്നാൽ അവന് അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവള് വിചാരിക്കുന്നത് അവൻ കുടിച്ച് കിണ്ടിയായിട്ട് കിടക്കുന്നതാണെന്നാണ്. എന്തായാലും അവൻ അവിടെ കിടക്കുന്നതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവള് ആ പാർട്ടി ആഘോഷിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ്. അവള് പോയ ഉടനെ അവൻ എണീറ്റ്. പക്ഷെ അവന് ബോധമൊന്നുമില്ല കേട്ടോ. എന്തോ റോബോട്ട് നടക്കുന്ന കണക്കാണ് നടക്കുന്നത്. നേരെ നടന്ന് പുറത്തു വരുമ്പോൾ അവൾ അവനെ കയറി പിടിക്കുന്നുണ്ട്. നീ എണീറ്റോന്ന് ചോദിച്ചിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു ഇതങ്ങ് മാറുകയാണ്. ബിഹേവിയറൊക്കെ മാറുകയാണ്. അവന്റെ തല അങ്ങ് പൊളക്കുകയാണ്. അതിൽ നിന്ന് വേറെ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ട് അവളെ വെട്ടിക്കൊല്ലും. ഇത് കണ്ട കുറെ ആൾക്കാർ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ നിപ്പുണ്ട്. അവരെ ഒന്നും വെറുതെ വിട്ടില്ല. എല്ലാരെയും വെട്ടി കൊല്ലുകയാണ്. വളരെ ബ്രൂട്ടലായിട്ട് വെട്ടി കൊല്ലുകയാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ നമ്മൾ ആദ്യം കണ്ട ഗുണ്ടയില്ലേ, പുള്ളിക്കാരൻ ഒരു മാർക്കറ്റിൽ വന്നേക്കാണ്. അവിടുന്ന് ഇറച്ചി വാങ്ങുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ഈ ടാഗ് ഒട്ടിക്കണം. അതായത് നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോഴേ സ്കാൻ ചെയ്ത് പൈസ കൊടുക്കൂലേ, അത് ഒട്ടിക്കണം. അത് ഒട്ടിക്കാതെ തന്നെ സമയം മെനക്കെടുത്താതെ അത് എടുത്തുകൊണ്ട് വന്ന് ബില്ലടിക്കാൻ കൊടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഹീറോയിനാണ് അവിടെ നിന്ന് ബില്ലടിക്കുന്നത്. അവള് പറയുകയാണ് ബില്ലടിക്കാനായിട്ട് ആ ടാഗ് വേണം, അത് ഒട്ടിച്ചോണ്ട് വന്നാലേ ബില്ലടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇത് കേട്ട ഗുണ്ടയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ബില്ലൊട്ടിക്കണോടി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നിന്നെ ഞാൻ കൊല്ലോടി എന്നും പറയുന്നുണ്ട്. അവിടെ ചെറിയൊരു പ്രശ്നം നടക്കുകയാണ്. കാരണം ചെറിയൊരു ബില്ലൊട്ടിക്കാത്തതിന്റെ പ്രശ്നത്തിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. എന്തായാലും മാർക്കറ്റിൽ കുറെ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ഇനി അവിടെ കിടന്ന് പ്രശ്നം വെക്കുകയാണെങ്കിൽ ഗുണ്ടയ്ക്ക് അടി കിട്ടുമെന്ന് അവന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോവാണ്. ഇത് കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിൽ പോകാനായിട്ട് റെഡി ആവാണ്. ജോലിയൊക്കെ കഴിഞ്ഞല്ലോ. അങ്ങനെ പോയി സ്കൂട്ടി സ്റ്റാർട്ട് ആകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കാറൂടെ കൂടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്തായാലും അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സ്കൂട്ടി എടുത്ത് വീട്ടിലോട്ട് പോവാണ്. ഇവള് പോയ ഉടനെ ആ സ്റ്റാർട്ടായ കാറും പിറകെ പിന്തുടർന്ന് പോവാണ്. ഇവൾ എങ്ങോട്ടാണോ പോകുന്നത് അവളുടെ പിറകെ തന്നെ ഈ കാറും ഒരു പാടത്തിന്റെ നടുക്കൂടുള്ള റോഡിലൂടെ പോകുന്നുണ്ട്. ഈ കാറാണെങ്കിൽ ഇങ്ങനെ ബ്രൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട് സ്ഥലം കൊടുക്കാനായിട്ട്, കയറി പോകാനായിട്ട്. എന്നിട്ട് ഈ കാറ് നേരെ ചെന്നിട്ട് അവളുടെ സ്കൂട്ടിയിൽ കൊണ്ടുവച്ച് ഇടിക്കുകയാണ്. അവളെ മറിച്ചിടുകയാണ്. മറിച്ചിട്ട ഉടനെ കാറിൽ നിന്ന് ആ ഗുണ്ടപ്പൻ ഇറങ്ങി വരികയാണ്. അവളെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. കത്തിയെടുത്ത് കുത്തുകയാണ് പലതവണയായിട്ട്. പെട്ടെന്ന് തന്നെ അവൾ അവനെ തല്ലി മാറ്റിയിട്ട് ആ പാടത്തിന്റെ അകത്തോട്ട് ഓടുകയാണ്. കുറച്ച് നടന്നപ്പോഴത്തേക്കും അവിടെ ചെന്ന് ബോധം കെട്ട് വീഴാണ്. കാരണം കുത്ത് കിട്ടി ചോര പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോധം കെട്ട് വീഴാണ്. ഇത് കണ്ട ഈ ഗുണ്ട അവളെ ചെന്ന് പിടിക്കാനായിട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ അവൾ എവിടെ വീണ് കിടക്കുന്നതെന്ന് അയാൾക്ക് അറിയില്ല. ഇയാൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ഒരു സാധനം വന്ന് ഇങ്ങനെ വെട്ടി മുറിക്കുകയാണ് കേട്ടോ. അതായത് നെഞ്ച് തൊട്ട് തല വരെ വെട്ടി മുറിക്കുകയാണ്. ഇവിടെ ഇത് നടക്കുമ്പോൾ ആ റോഡിൽ കൂടെ വേറൊരു വണ്ടി അങ്ങോട്ട് വരികയാണ്. ആ വണ്ടിയിൽ നിന്ന് ആളിറങ്ങിയിട്ട് പോലീസിനെ വിളിച്ചു പറയാണ് ഇവിടെ 2 വണ്ടി തട്ടിക്കിടപ്പുണ്ട്. അത് കണക്ക് തന്നെ റോഡ് ബ്ലോക്ക് ആണ്, പെട്ടെന്ന് വന്ന് ഇതെടുത്ത് മാറ്റണം. അതുപോലെ എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഇതിനുശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ ഒരു ഡിറ്റക്റ്റീവും കുറച്ച് പോലീസുകാരും നടന്നു പോകുന്നുണ്ട്. ഈ ഡിറ്റക്റ്റീവ് നമ്മുടെ ഒരു ക്യാരക്ടറാണ് കേട്ടോ ഇതിനകത്തുള്ള. ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പോലീസുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണക്ക് മാർക്കറ്റിൽ വെച്ച് പ്രശ്നം നടന്നിട്ടാണ് ഈ ഗുണ്ട ഈ പെൺകുട്ടീനെ ഫോളോ ചെയ്തിട്ട് അവളുടെ പിറകെ പോയത്. അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടീനെ വണ്ടി ഇടിച്ചിട്ടതെന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കുകയാണ് ബാക്കി എന്താ നടന്നതെന്ന്. ഇതിന് മറുപടിയായിട്ട് പോലീസുകാർ
പോലീസുകാർ പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതായത് ആ കുട്ടിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ആ കുട്ടിക്ക് കുത്തുണ്ടെന്ന ആ കുട്ടി ബോധമില്ലാതെ പറഞ്ഞിരുന്നത്. എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ആ കുട്ടിയുടെ ദേഹത്ത് മുറിവൊന്നുമില്ല, അത് മാത്രമല്ല കുത്തുകൊണ്ട പാടെല്ലാം കുറെ നാൾക്ക് മുമ്പുള്ളതാണ്. നമ്മൾ കണ്ടെയാണ് അവൾക്ക് കുത്ത് കൊള്ളുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഈ പോലീസുകാർ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഈ ഗുണ്ടയില്ലേ, ഗുണ്ട പിടിക്കാൻ പോയ നേരത്ത് ഗുണ്ടയ്ക്ക് എന്തോ പറ്റിയിട്ട് ആരോ നെഞ്ചു തൊട്ട് തല വരെ വലിച്ചു കീറി വെച്ചേക്കുകയാണെന്ന്. ഇത് കേട്ടപ്പോൾ ഡിറ്റക്റ്റീവിന് ആകെ സംശയമാവുകയാണ്. ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അത് മാത്രമല്ല ഒരു പെൺകുട്ടീനെ ആക്രമിക്കാൻ പോയിട്ടാണ് ഈ ഗുണ്ടപ്പൻ ലാസ്റ്റ് മരിച്ചേക്കുന്നത്. ഇതോടായപ്പം ആകെ ഡൗട്ട്, എന്താ നടന്നതെന്നൊന്നും ഇവർക്കാർക്കും അറിയില്ല. എന്തായാലും ഡിറ്റക്റ്റീവ് പോലീസുകാരോട് ഈ പെൺകുട്ടിയുടെ പേര് ചോദിക്കുകയാണ്. പേര് ചോദിക്കുമ്പോഴാണ് ഡിറ്റക്റ്റീവിന് മനസ്സിലാവുന്നത് ഈ ഡിറ്റക്റ്റീവിന് ഈ പെൺകുട്ടീനെ അറിയാം. ഡിറ്റക്റ്റീവിന്റെ ആരം കണ്ടാണ് ഈ പെൺകുട്ടി നമ്മുടെ ഹീറോയിൻ. അതുകൊണ്ട് തന്നെ പോലീസുകാരോടെ വിളിച്ചുകൊണ്ട് അകത്ത് കയറി ചെല്ലുകയാണ് ഹീറോയിനെ കാണാനായിട്ട്. ഹീറോയിനെ കാണുമ്പോൾ ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേദനയുണ്ടോ, കുത്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ്. എന്നാൽ അവള് പറയുന്നത് അവൾക്ക് കുത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നിട്ട് തുണി പിടിച്ച് പൊക്കി നോക്കുകയാണ് അവിടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് കാണിക്കാനായിട്ട്. എന്നാൽ അവിടെ നോക്കുമ്പോൾ അവിടെ കുത്തില്ല കേട്ടോ. പക്ഷേ ആ കുത്തിയ ഭാഗത്തെല്ലാം മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവിന് ഈ പെൺകുട്ടീനെ, അതായത് ഹീറോയിനെ പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ട് ബാക്കിയുള്ള പോലീസുകാരെ റൂമിൽ നിന്ന് പുറത്താക്കുകയാണ്, അവരോട് പുറത്തു പോകാൻ പറയുകയാണ്. ഇതിനുശേഷം ഡിറ്റക്റ്റീവും ഹീറോയിനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഹീറോയിനോട്, ചിലപ്പോൾ നിനക്ക് കുത്ത് കിട്ടിയപ്പം ആ സ്ട്രെയിനിൽ നിനക്ക് ഓർമ്മയൊന്നും കാണാത്തതാണ്, അവിടെ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, പതിയെ നീ ഓർത്തെടുത്തിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി. എന്നാൽ ഹീറോയിൻ ഉറപ്പിച്ച് എന്നെ പറയുകയാണ്, എന്നെ അങ്ങേര് കുത്തിയിട്ടുണ്ട്, എന്നെ കുത്തിക്കൊല്ലാൻ നോക്കിയതാണ്, ഞാൻ മരണത്തോട് മല്ലിടിച്ച് കിടന്നതാണ്, എനിക്കത് ഉറപ്പുണ്ട്. കാരണം 10ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൈയൊക്കെ അടിച്ചൊടിച്ചപ്പോഴും എനിക്ക് ഇതേ ഫീലിംഗ് ആണ് ഉണ്ടായത്, ഞാൻ മരിക്കാൻ പോകുന്നുള്ള ഒരു ഫീലിംഗ്. അതുപോലത്തെ ഫീലിംഗ് ആണ് ഇയാൾ എന്നെ കൊല്ലാൻ വന്നപ്പോഴും എനിക്ക് ഉണ്ടായത്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ ഡിറ്റക്റ്റീവാണ് നമ്മുടെ ഹീറോയിനെ 10ാമത്തെ വയസ്സിൽ ഹീറോയിന്റെ അച്ഛൻ്റെ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. ഹീറോയിന്റെ അച്ഛൻ ഹീറോയിനെ ഡെയിലി ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഉപദ്രവം കടുത്തുപോയി അവളുടെ കയ്യിലെയും കാലിലേക്ക് എല്ല് അടിച്ചൊടിക്കുകയാണ് കേട്ടോ. അന്ന് വന്ന് രക്ഷിച്ചിട്ടുള്ളത് ഈ ഡിറ്റക്റ്റീവ് ആയിരുന്നു. ഈ പെൺകുട്ടിക്ക് ആകെ 10 വയസ്സേ ഉള്ളൂ. എങ്ങനെയൊക്കെ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതാണ് എന്റെ അച്ഛൻ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണ് ഈ ഡിറ്റക്റ്റീവും ഹീറോയിനും പരിചയപ്പെടുന്നത്, കൂട്ടാവുന്നത്. ഹീറോയിൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ ഈ ഡിറ്റക്റ്റീവിനോട്. എന്നാൽ ഡിറ്റക്റ്റീവ് പറയുന്നത്, ഇതൊന്നും എന്റെ കഴിവുണ്ടല്ല, 10ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെങ്കിൽ അത് ഒരു ധൈര്യം തന്നെയാണ്, അത് നിന്റെ ധൈര്യം കൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്, അല്ലാതെ ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നും അല്ല. എന്തായാലും ഡിറ്റക്റ്റീവ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോവാണ്. പുറത്തു വരുമ്പം ഡിറ്റക്റ്റീവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബഡ്ഡി ഉണ്ട്. ആ ബഡ്ഡി അങ്ങോട്ട് ഓടി വരികയാണ്. ഈ സീൻസ് ഒക്കെ നടക്കുമ്പോൾ അയാൾ വരാൻ താമസിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ബഡ്ഡീനെ ശകാരിക്കുകയാണ്, എന്താടാ താമസിച്ചു പോയ, പ്രൊമോഷനൊക്കെ കിട്ടാൻ നിൽക്കുമല്ലേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പ്രൊമോഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനുശേഷം അടുത്ത സീനിൽ ഒരു ഗുണ്ടേനെ കാണിക്കുകയാണ്. വലിയൊരു ഗാങ്സ്റ്റർ ആണ് കേട്ടോ. ഏതോ ഒരു ബാറിലോട്ട് കയറി പോവാണ്, കാറൊക്കെ തുറന്നിട്ടിട്ട് നേരെ ചെന്ന് ഒരു റൂമിൽ കയറുന്നുണ്ട്. അവിടെ ഗാങ്സ്റ്ററിന്റെ അടിയാൾക്കാരൊക്കെ ഉണ്ട്, അതായത് ഗാങ്സ്റ്ററിനെ നോക്കാനുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചുമന്ന ഡ്രസ്സിട്ട പെൺകുട്ടിയുണ്ട്. ഈ ഗാങ്സ്റ്റർ റൂമിൽ കയറിയ ഉടനെ ഈ ചുമന്ന പെൺകുട്ടി ഗാങ്സ്റ്ററിന്റെ പുറകെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഗാങ്സ്റ്റർ ഏത് റൂമിലാണ് കയറിയിട്ടുള്ളതെന്ന്. ഇത് നോക്കിയിട്ട് തൊട്ടടുത്തുള്ള റൂമിൽ ഒരാളടുത്ത് ചെന്ന് പറയാണ് ഗാങ്സ്റ്റർ അപ്പുറത്തെ റൂമിലുണ്ടെന്ന്. ഇത് കേട്ടതോടെ ആ റൂമിൽ നിൽക്കുന്ന ആള് പെട്ടെന്ന് തന്നെ ആ റൂമിൽ കയറുകയാണ്. കയറുമ്പോൾ ആ റൂമിലെ ഗാങ്സ്റ്റർ വാഷ്റൂമിൽ നിൽക്കുകയാണ് കേട്ടോ. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ഗാങ്സ്റ്ററിനെ കുത്തിക്കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഗാങ്സ്റ്റർ ചുമ്മാതല്ല ഗാങ്സ്റ്റർ ആയത്, ഗാങ്സ്റ്റർ നല്ല മാട്ടയടി വെച്ച് കൊടുക്കുകയാണ് തിരിച്ച്. എന്തായാലും ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗാങ്സ്റ്ററിന്റെ അടുത്ത്. ഗാങ്സ്റ്റർ അടിച്ച് ആ റൂമിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരുത്തൻ വരുന്നുണ്ടെന്ന്. ഇത് കണ്ട സെക്യൂരിറ്റി ഗാർഡ്സ് ഇയാളെ ഓട്ടിച്ച് പുറത്തിറക്കുന്നുണ്ട്. ഇയാൾ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഓടിപ്പിടച്ച് ഒരു ബസ്സിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ട് അവൻ ബസ്സിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. എന്നാൽ അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി ക്ഷീണിച്ച് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എവിടെ ഈ ബസ് നിർത്തുന്നുണ്ട്. ബസ് നിർത്തിയോണ്ട് തന്നെ ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഒരു ഫോൺ കോൾ ചെയ്യുന്ന ബൂത്തിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവന്റെ ആൾക്കാരെ വിളിക്കുകയാണ്, അവന്റെ ബോസിനെയും കൂട്ടരെ. അവര് പറയുന്നത് നീ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല, നിന്റെ ഇരിക്കുന്ന ഫോൺ എടുത്ത് കളയാനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഫോൺ അവിടുത്തെ കുപ്പത്തൊട്ടിയിൽ എടുത്ത് കളയാണ്. തിരിച്ചു വന്ന ആ ബസ്സിൽ കയറുകയാണ്. ഇതിനുശേഷം അവൻ നേരെ വരുന്നത് ഒരു വീട്ടിലാണ് കേട്ടോ. അവന് പരിചയമുള്ള വീടാന്നോണ്, നല്ല അധികാരത്തിലാണ് ആ വീട്ടിൽ കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി വരുന്നുണ്ട്. വേറെ ആരുമല്ല, അത് നമ്മുടെ ഹീറോന്റെ സിസ്റ്റർ ആണ്. ഹീറോന് 2 സിസ്റ്റർ ഉണ്ട് കേട്ടോ. ഒന്ന് മൂത്ത സിസ്റ്ററും പിന്നെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി എവിടെയെന്ന് ആ സിസ്റ്ററിനോട് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നത് അനിയത്തിയെ കണ്ടില്ല, അവൾ എവിടാന്ന് എനിക്ക് അറിയില്ലെന്നാണ്. ഇതും പറഞ്ഞ ആ സിസ്റ്റർ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എന്തായാലും സിസ്റ്ററിന് ഹീറോ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോ സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കിയോളാം, എന്തായാലും ഞാൻ ഇവിടെ അധികം നാൾ കാണത്തില്ല എന്ന്. ഇത് കഴിഞ്ഞ് അവൻ ഫ്രഷ് ആയിട്ട് ആ വീട്ടിൽ തന്നെ ഒരു റൂമിൽ വരുമ്പോൾ അവിടെ ഒരു ഡെസ്ക് ഉണ്ട് കേട്ടോ. ആ ഡെസ്ക് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു ഫോൺ ഉണ്ട്. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ഓൺ ആക്കി എടുത്തിട്ട് അവന്റെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരൻ ഫോൺ എടുക്കുന്നില്ല. ഈ നേരം അവൻ അവിടെ ഒരു പോസ്റ്റർ കാണുന്നുണ്ട്. എന്തോ ഒരു ചർച്ചിന്റെ പോസ്റ്ററാണ്. ഒരു സിമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അതെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ നേരം നമ്മുടെ ഹീറോയിൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഡിറ്റക്റ്റീവ് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷിച്ചൊക്കെ പോകണം, ഇപ്പൊ പുറത്തൊക്കെ കൊല നടക്കാണ്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ
പോകണം, അതുപോലെ തന്നെ അവളോടൊരു വെക്കേഷന് പോയിട്ട് വരാൻ പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് അതിനോട് താല്പര്യമില്ല എന്ന് ഡിറ്റക്റ്റീവിനോട് തിരിച്ചു പറയുകയാണ്. എന്തായാലും ഡിറ്റക്റ്റീവ് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം ബസ് ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്, ഒരു സ്റ്റോപ്പിൽ. അതേ നേരം ഒരാള് ആ ബസ്സിലോട്ട് കയറി വരുന്നുണ്ട്. കണ്ടിട്ട് എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണ്. ഇയാൾ കയറി വന്ന ഉടനെ ഹീറോയിന്റെ തല ആകെ വേദനിക്കുകയാണ്. ഹൈ പിച്ച് വോളിയത്തിൽ കീന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് ഇയാള് നമ്മുടെ ഹീറോയിനെ തന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. അയാൾ ആ ബസ്സിൽ തന്നെ വേറെ അങ്ങോട്ടോ പോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഒരാള് ഒരു പെൺകുട്ടിയും കൊണ്ട് കാറിൽ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരൊന്ന് ആഘോഷിക്കാൻ പോകുന്നതാണ് കേട്ടോ. അവൻ പറയുന്നുണ്ട് നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ എന്ന്. എന്നാൽ ആ പെൺകുട്ടി പറയുന്നത് എനിക്കൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാന്ന്. അങ്ങനെ കാറ് നേരെ ഓടിച്ച് ആ സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. എന്തായാലും അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അതുമല്ല, ഇയാൾ കയറിപ്പോയ ഉടനെ അവിടെ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കിടപ്പുണ്ട് മണ്ടയിൽ. ബ്ലഡ് സ്റ്റെയിൻസിൽ സിമ്പൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇയാൾ ഇത് കാണാതെ ആ പെൺകുട്ടിയുടെ പിറകെ ചെല്ലുകയാണ്. നേരെ ചെല്ലുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലാണ്. അവിടെ ചെന്നിട്ട് ഇവള് ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റാണ് കേട്ടോ. ഇത് കണ്ടപ്പം അവന് ഉത്സാഹമായി. അതുകൊണ്ട് തന്നെ അവന് റെഡിയാവാൻ നിൽക്കുമ്പോൾ ആ റൂമൊക്കെ ആണെങ്കിൽ ആകെ വൃത്തിയായിട്ട രീതിയിൽ കിടക്കുകയാണ്. ആ റൂമിലാണെങ്കിൽ കുറെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ കിടപ്പുണ്ട് കേട്ടോ. 10-100 ആൾക്കാരുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ പൊട്ടൻ ഇതൊന്നും മനസ്സിലാവാതെ അവൻ കാര്യത്തിലോട്ട് കടക്കാൻ നിൽക്കുകയാണ്. ഈ നേരം കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. ഇവര് വന്നിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. ഇവന്റെ കൈ എനിക്ക്, തല എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ട് അവൻ പേടിച്ചിട്ട് ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ രൂപം പെട്ടെന്ന് മാറുകയാണ്. തലയൊക്കെ പോന്നിട്ട് വേറൊരു ഏലിയൻ ആയിട്ട് മാറാണ്, മോൺസ്റ്റർ ആയിട്ട് മാറുകയാണ്. അവനെ കൊല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ബോംബ് ജനല് പൊട്ടിച്ച് അകത്തോട്ട് വന്ന് വീഴാണ്. അതിൽ നിന്ന് പുകമയം പുറത്തോട്ട് വരികയാണ്. ഈ പുക വന്നതോടെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഈ മോൺസ്റ്റേഴ്സിന് നിൽക്കാൻ പറ്റുന്നില്ല. ഇവരെ ആകെ എന്താ ഇറിറ്റേറ്റ് ആവുകയാണ്. ഈ നേരം ഈ പയ്യൻ പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ്, അതായത് ഈ പ്ലേ ബോയ്. അങ്ങനെ നേരെ ഇറങ്ങി ഓടി വരുമ്പോൾ ഈ മോൺസ്റ്റേഴ്സും അവനെ ഫോളോ ചെയ്ത് പുറകെ വരുന്നുണ്ട്. എന്നാൽ വേറെ കുറെ സോൾജേഴ്സ് അങ്ങോട്ട് കയറി വന്നിട്ട് ഈ മോൺസ്റ്റേഴ്സിനെ വെടിവെച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം സോൾജേഴ്സിനെ ആ മോൺസ്റ്റേഴ്സ് കൊല്ലുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെയും സോൾജേഴ്സ് കൊല്ലുന്നുണ്ടെങ്കിലും ഒരു മോൺസ്റ്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഈ മോൺസ്റ്റർ നേരെ പറന്ന് താഴെ ചെല്ലുകയാണ്. ഇതിന് ഭയങ്കര പൊക്കത്തിലൊക്കെ ചാടാൻ പറ്റും കേട്ടോ. എന്തായാലും താഴെ ചെന്നിട്ട് സാധാ മനുഷ്യന്റെ രൂപത്തിലാവുകയാണ്. അതുവഴി നടന്നു പോകുമ്പോൾ ഇങ്ങരുടെ തലയിലും ഹൈ പിച്ച് വോളിയത്തിൽ ശബ്ദം അടിക്കുകയാണ്, കീ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു വാൻ കിടപ്പുണ്ടായിരുന്നു. ആ വാനിൽ ചെന്ന് തുറന്നു നോക്കുകയാണ് വാൻ്റെ അകത്ത് എന്തുവന്ന്. അപ്പൊ നോക്കുമ്പോഴാണ് ഒരാളെ തലയിൽ ഹെൽമെറ്റ് ഒക്കെ ധരിപ്പിച്ചിട്ട് അതിനകത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇത് കണ്ടതോടെ ഈ മോൺസ്റ്റർ ചെന്ന് അതിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതാണോ, എന്ത് പറ്റി, എന്താ അനക്കമൊന്നും ഇല്ലാത്തതെന്ന്. എന്നാൽ അതിനൊരു അനക്കവും ഇല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറച്ച് പോലീസുകാർ വരികയാണ്. അതായത് ഒരു സ്പെഷ്യൽ ഓഫീസേഴ്സ് ആണ്, ഈ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി മാത്രം രൂപീകരിച്ച സ്പെഷ്യൽ ഓഫീസേഴ്സ് ആണ്. അതിനകത്ത് തന്നെ ഒരു ലേഡി ഉണ്ട്, നമുക്ക് ബോസ് ലേഡി എന്ന് പറയാം. ആ ലേഡി വന്നിട്ട് ഈ മോൺസ്റ്ററിനെ വെടിവെക്കുകയാണ്. എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട് ആ മോൺസ്റ്റർ തിരിച്ചാക്രമിക്കാതിരിക്കാനേ. എന്നാലും ആ മോൺസ്റ്ററിനെ പിടിക്കാൻ പറ്റിയില്ല. അത് അവിടെ നിന്ന് ചാടി പറന്ന് ദൂരോട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞ് അവര് അകത്ത് ചെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ പയ്യനെ വിളിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിൽ കയറി ചെന്നില്ലായിരുന്നു. ആ ബിൽഡിങ്ങിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കുറെ ആൾക്കാരുടെ ബോഡിയൊക്കെ ഉണ്ട് കേട്ടോ. കാല് വേറെ, കൈ വേറെ, അങ്ങനെയൊക്കെ വെട്ടി ദൂരോട്ടൊക്കെ ആക്കി ഒരു ചില്ലും കുപ്പിയിൽ ഇട്ട് വെച്ചേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു പോസ്റ്റർ കണ്ടില്ലായിരുന്നു, ഹീറോ എടുത്ത് നോക്കിയ ഒരു പോസ്റ്റർ, ഒരു പള്ളിയുടെ പരസ്യമുള്ള. ആ പോസ്റ്ററിനകത്തുള്ള സെയിം സിമ്പൽ അവിടെ രക്തത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അത് എവരുടെ സിമ്പലാന്ന് തോന്നുന്നു, ഈ മോൺസ്റ്റേഴ്സിന്റെ അസോസിയേഷന്റെ സിമ്പലാന്ന് തോന്നുന്നു. ഇവിടെ പോലീസ് ഓഫീസേഴ്സ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിൻ ബസ് കയറി എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിൽ ആരും ഇല്ല കേട്ടോ, അവൾ ഒറ്റയ്ക്കാണ്. ഇതിനുശേഷം ഹീറോന്റെ സിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. ഈ ലേഡി ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ആ ഫോണിൽ ആരോ ഒരാൾ തിരിച്ച് പറയുന്നുണ്ട് ഈ ലേഡിയോട്, ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവള് നമ്മളെ മൈൻഡ് ചെയ്യാതെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളെ പോയി കണ്ടിട്ട് ഈ ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേഡി നമ്മുടെ ഹീറോയിനെ തപ്പി പുറത്തോട്ട് ഇറങ്ങി പോവാണ്. ഇത് കണ്ടുകൊണ്ട് ഹീറോ ഈ സിസ്റ്ററിന്റെ പിറകെ പോകുന്നുണ്ട് കേട്ടോ. സിസ്റ്ററിന്റെ പിറകെ സിസ്റ്റർ അറിയാതെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഈ നേരം നമ്മുടെ ഹീറോയിൻ ഒരു റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം. ഇപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവളെ നേരത്തെ രൂക്ഷമായിട്ട് നോക്കിയ ഒരാളില്ലേ, അയാള് ഹീറോയിന്റെ ഓപ്പോസിറ്റ് നിപ്പുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൾ അവിടെ നിന്ന് ഓടുകയാണ്. പിറകെ തന്നെ ഇയാളും ഓടുന്നുണ്ട്. അങ്ങനെ നേരെ അവളെ കൊണ്ടുവരുന്നത് ആളില്ലാത്തൊരു പ്രദേശത്താണ്. അവളെ മറ്റേ സിസ്റ്ററും വന്നിട്ടുണ്ട് കേട്ടോ. സിസ്റ്റർ വന്നിട്ട് ഇയാളും വന്നിട്ട് ഇവളെ വളയുകയാണ്. എന്നിട്ട് ഇവര് രൂപം മാറുകയാണ്, മോൺസ്റ്ററിനെ പോലെ ആവുകയാണ്. ഇത് കണ്ടതോടെ ഹീറോയിന്റെ രൂപം മാറുകയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും രണ്ട് കൈ ഉണ്ടെങ്കിൽ ഹീറോയിനാകെ ഒറ്റ കൈയെ തലയുടെ മണ്ടയിലുള്ളൂ. എന്നിട്ട് ഈ മോൺസ്റ്റേഴ്സ് ഹീറോയിനോട് പറയുകയാണ്, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചാലേ മനുഷ്യരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ, അവരെ നശിപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ കോളനി സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മൾ വിളിപ്പിക്കുമ്പം എപ്പോഴും അങ്ങോട്ട് വരണമെന്ന്. ഇവിടെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പം, അതായത് മോൺസ്റ്റേഴ്സിന്റെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ഹീറോ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൻ പതിയെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു കുപ്പിയിൽ ചവിട്ടി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും പതിയെ അവൻ നടന്ന് ദൂരോട്ട് പോകുമ്പോൾ ഹീറോയിൻ ഇത് കാണുന്നുണ്ട്. അവനെ വന്ന് പിടിച്ച് അവന്റെ കഴുത്തിൽ അവളുടെ തലയിലുള്ള കൈ വെച്ച് അതിനെ പിടിച്ച് ഇങ്ങനെ വെച്ചേക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവിടെ വന്ന്, നീ എന്തിനാ ഇതൊക്കെ ഒളിഞ്ഞു നോക്കുന്നതെന്ന്. ഇതിന് മറുപടിയായിട്ട് അവൻ പറയുന്നത്, എന്റെ സിസ്റ്റർ എന്തോ വല്ലാത്ത രീതിയിൽ പെരുമാറ്റാൻ തുടങ്ങി, അതുപോലെ തന്നെ
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയെന്ന്. എന്തായാലും ഹീറോയിൻ പറയുകയാണ്, ഹീറോയിൻ അല്ല അവളുടെ ഉള്ളിലുള്ള മോൺസ്റ്റർ ആണ് പറയുന്നത്. ആ മോൺസ്റ്റർ പറയുകയാണ്, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയും. ഇതും പറഞ്ഞ് ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ അവിടെ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പം അവളുടെ ദേഹത്ത് മോൺസ്റ്റർ ഒന്നും പുറത്തു വന്നിട്ടില്ല, എന്നാലും അവളുടെ ദേഹത്ത് ആ മോൺസ്റ്റർ ഉണ്ട്. ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ഹീറോ ഇരിപ്പുണ്ട്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ഹീറോ പറയുന്നത്, നിന്റെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ ഉണ്ട്, ആ മോൺസ്റ്റർ നീ ഒന്നാണ്, നിങ്ങൾ രണ്ടുപേരും ഒരു ബോഡിയാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിന്റെ മുമ്പിൽ പോയി ചാടല്, നീ ഒരു മ്യൂട്ടന്റ് ആണ്, പകുതി മോൺസ്റ്ററും പകുതി മനുഷ്യരുമാണ്, എന്നാൽ ബാക്കിയുള്ള മനുഷ്യരെല്ലാം മോൺസ്റ്റേഴ്സ് ആണ്. ഈ ഒരു അസോസിയേഷനിലുള്ള ആൾക്കാർ, അവരുടെ മുമ്പിൽ പോയി ചാടല്ലെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. എന്തായാലും ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പറഞ്ഞത്. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അവള് വീട്ടിൽ വന്നിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവളുടെ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് പേനയും അവിടെ വെക്കുന്നുണ്ട്. ഇപ്പൊ ക്ലോക്കിൽ 11:25 ആയിട്ടുണ്ട്. എന്തായാലും എഴുതിയതിനു ശേഷം അവള് കട്ടിൽ കയറി കിടക്കുകയാണ് 11:25. കുറച്ച് കഴിയുമ്പം അവള് വീണ്ടും കണ്ണ് തുറക്കാണ്. ഇപ്പൊ 11:30 ആയിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പം ആ ഡയറിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അവള് അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നേരത്തെ അയാൾ പറഞ്ഞത് സത്യമാണ്, നിന്റെ ശരീരത്ത് ഒരു പാരസൈറ്റ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും ഒരു ബോഡിയാണ് ഷെയർ ചെയ്യുന്നത്. നിനക്ക് ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ ഡയറിയിൽ എഴുതി ചോദിച്ചാൽ മതി, ഞാൻ ഇതിനുള്ള ഉത്തരം നിനക്ക് തരാം. ഇത് കണ്ടപ്പോ ഹീറോയിൻ അടുത്ത ചോദ്യം എഴുതി വെക്കുകയാണ്, നീ ആരാണ്, നീ എങ്ങനെയാണ് എന്റെ ദേഹത്ത് കയറിയത്, എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന്. എന്തായാലും പിറ്റേന്നാവുകയാണ്. പിറ്റേന്ന് നമ്മുടെ ഡിറ്റക്റ്റീവും പിന്നെ ബഡ്ഡിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ ഭയങ്കര ചെക്കിങ്, ഓരോ ആൾക്കാരെ സ്കാൻ ചെയ്തിട്ടൊക്കെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. എന്നാൽ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ വിചാരിച്ചിരിക്കുന്നത് വേറെ വലിയ ഒഫീഷ്യൽസ് ആരും കണ്ട് അങ്ങോട്ട് വരുന്നതെന്നാണ്. എന്തായാലും ഇവരെ സ്കാൻ ചെയ്ത് അകത്തോട്ട് കയറ്റി വിടുകയാണ്. ഇവരെ നേരെ കൊണ്ടുവരുന്നത് കുറെ പോലീസുകാർ, അതായത് ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കൂടിയിരിക്കുന്നിടത്താണ്. അവിടെ തന്നെ നമ്മുടെ ബോസ് ലേഡി ഉണ്ട് കേട്ടോ. ഈ നേരം നമ്മുടെ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പം ആ ഡയറി മൊത്തത്തിൽ ഒരു 4-5 പേജ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ പാരസൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അവളുടെ ദേഹത്തുള്ള പാരസൈറ്റ്. എന്തായാലും ഇവിടെ ബോസ് ലേഡി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ബോഡി ഉണ്ടായിരുന്നു, അതിന്റെ ദേഹത്തുള്ള തുണി മാറ്റിയിട്ട് അതിന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരും ഡിറ്റക്റ്റീവും എല്ലാവരും പേടിക്കുന്നുണ്ട്, ഇത് എന്തൊരു ജീവിയാന്ന് വിചാരിച്ചിട്ട്. ബോസ് ലേഡി പറഞ്ഞു തുടങ്ങുകയാണ്, ഇത് കണക്കത്തെ മനുഷ്യര് നമ്മുടെ കൂടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്, സൊസൈറ്റിയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഇതൊരു പാരസൈറ്റ് ആണ്, ഒരു പഴുതാല പോലത്തെ സാധനം മൂക്കിൽ കൂടെ വയലിൽ കൂടെ ചെവിയിൽ കൂടെ നമ്മുടെ ഉള്ളിൽ കടന്നതിന് ശേഷം നമ്മുടെ ബോഡീന്റെ കൺട്രോൾ മൊത്തം അത് ഏറ്റെടുക്കും. അതിനുശേഷമാണ് ഇതിങ്ങനെ ആവുന്നത്. അതുപോലെ തന്നെ ഈ വിങ്സ് ഒക്കെ കണ്ടോ, അല്ലെങ്കിൽ ഈ കൈയൊക്കെ കണ്ടോ, തലഭാഗം, അതെല്ലാം ഒരു ബ്ലൈഡ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മനുഷ്യരെ കൊന്നു കളയാൻ പറ്റുമെന്ന്. പിന്നെ ഇതിന്റെ ഓരോ സെല്ലുണ്ടല്ലോ, അതായത് ഇതിന്റെ ശരീരത്തുള്ള ഓരോ സെല്ലും തലച്ചോറ് പോലെ ചിന്തിക്കും. ഇവിടെ ഇതൊക്കെ നടക്കുമ്പം നമ്മുടെ ഹീറോയിൻ ബസ്സിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡയറി വായിക്കുന്നുണ്ട്. ആ ഡയറിയിൽ ആ പാരസൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊരു ലാർവ വരുന്ന സമയത്താണ് നിന്റെ ദേഹത്ത് കയറിയിട്ടുള്ളത്, അതുപോലെ തന്നെ നിന്റെ തലച്ചോറിനെ ഫുള്ളി ഞാൻ കൺട്രോൾ ഏറ്റെടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ആ സമയം നിന്റെ ശരീരം മൊത്തം ഡാമേജ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ ശരീരത്തിനെ ഫുൾ ഏറ്റെടുത്താൽ ഈ ശരീരം ചത്തുപോകും, അതുകൊണ്ട് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിന്റെ ശരീരത്തിനെ റിപ്പയർ ചെയ്ത്, അതുകൊണ്ട് തന്നെ നിന്റെ തലച്ചോറിനെ എനിക്ക് ഫുള്ള് തിന്നാൻ പറ്റിയില്ല. അപ്പൊ പകുതി ഞാനും പകുതി നീയാണ്, നമ്മൾ രണ്ടുപേരും ഒരു ബോഡിയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ലേഡി, ബോസ് ലേഡി ഓരോ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് ഇങ്ങനത്തെ പാരസൈറ്റിനെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ തലയിലുള്ള തലമുടി പിച്ചെടുത്താൽ മതി. അങ്ങനെ പിച്ചെടുക്കുമ്പോൾ ആ തലമുടി കയ്യിൽ നിന്ന് മാഞ്ഞു പോകും. സാധാ മനുഷ്യരുടെ കണക്ക് തലമുടി അവിടെ കാണില്ല, അത് പിച്ചെടുത്ത ഉടനെ നശിച്ചു പോകും. ഇത് കണ്ട ഉടനെ അത് പാരസൈറ്റ് ആണെന്ന് തിരിച്ചറിയാം. അതുപോലെ തന്നെ മറ്റേ ഹെൽമെറ്റ് ഒക്കെ ധരിപ്പിച്ച ആ പാരസൈറ്റിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് മനുഷ്യനല്ല, അത് പാരസൈറ്റ് ആണ്. അത് ഈ ലേഡിയുടെ ഭർത്താവാണ്. എന്തായാലും ഈ പാരസൈറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഭർത്താവ് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ടില്ലേ, അതിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണ്. ഈ സാധനം ഒരു റഡാർ കണക്കാണ് വർക്ക് ആവുന്നത്. ചുറ്റുമുള്ള പാരസൈറ്റിനെ ഈ പാരസൈറ്റ് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി പാരസൈറ്റ് രക്ഷപ്പെട്ടു പോകുന്ന ചോദിച്ചാൽ ഇല്ല. ഇനി അത് രക്ഷപ്പെട്ടു പോകാൻ നോക്കിയാൽ ഈ ഹെൽമെറ്റിൽ ഓരോ സെറ്റപ്പ് ഉണ്ട്, കെമിക്കൽ വെച്ചിട്ടുണ്ട്. ഈ റിമോട്ട് നിൽക്കുമ്പം അതിന്റെ തലയിൽ തന്നെ അതിന് നല്ല വേദന കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു പോകാൻ നോക്കൂല. ഇത് കണ്ട ഒരു പോലീസുകാരൻ ബോസ് ലേഡിയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ കെട്ടിയിടുന്നത് തെറ്റല്ലേന്ന്. എന്നാൽ ബോസ് ലേഡിക്ക് ദേഷ്യം വരികയാണ്. ബോസ് ലേഡി അവന്റെ അടുത്ത് വന്നിട്ട് ബോസ് ലേഡിയുടെ ചെവി ഇങ്ങ് പറിച്ചെടുക്കുകയാണ്. അതൊരു വെപ്പ് ചെവിയാണ്. എന്നിട്ട് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആവും. ഒരു പാരസൈറ്റിനെ കണ്ട അപ്പൊ തന്നെ കൊന്നു കളയണമെന്ന്, അല്ലെങ്കിൽ അത് നമ്മളെ ഉപദ്രവിച്ച് തിരിച്ചു കൊന്നു കളയും. അത് മാത്രമല്ല ഈ പാരസൈറ്റിനെ കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ഇതിന്റെ ഹൃദയത്തിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള തോക്ക് ഡബിൾ ബാരലാണ്. വെച്ച് ഷൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, രക്തം വാർന്ന് അത് ചത്തുപോകും. കറക്റ്റ് ഹൃദയത്തിൽ തന്നെ ഷൂട്ട് ചെയ്യണം. ഹൃദയം നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ അതിനെ കൊന്നു കളയാൻ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ബോസ് ലേഡി ബാക്കിയുള്ള, അതായത് പോലീസുകാരോടും ഡിറ്റക്റ്റീവുകാരോടും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് ഡിറ്റക്റ്റീവ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഡിറ്റക്റ്റീവിന് ഒരു ഡൗട്ട് മറ്റേ നമ്മുടെ ഹീറോയിനെയാണ്. കാരണം അവൾ മരിക്കാൻ കിടന്നിട്ട് അവൾ മരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന് ഡൗട്ട് അടിക്കുകയാണ്. ഈ നേരം ഹീറോയിൻ ഈ കാര്യങ്ങളെല്ലാം വായിച്ച് ആകെ തകർന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളുടെ ദേഹത്ത് വേറൊരു പാരസൈറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ആർക്കായിരുന്നാലും വിഷമം വരൂലേ. അതുപോലെ ആ പാരസൈറ്റ് അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവളുടെ രൂപേ, ഈ പാരസൈറ്റിന്റെ രൂപം അത് കണ്ടതോടെ അവൾ ആകെ തകർന്നു
പോവാണ്. കാരണം തലയൊക്കെ 2 സൈഡിലോട്ട് ആയിട്ടുണ്ട്. ഇവളുടെ ദേഹത്ത് ഇങ്ങനെ ഒരു രൂപം ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ഒന്ന് പേടിച്ചു പോകില്ലേ. എന്തായാലും ആ ടെൻഷനിൽ ബസ്സിന്റെ പുറത്തിറങ്ങി അവിടെ ഇരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ ഒരു വാച്ച് കടയിൽ വന്നേക്കാണ്. അവന്റെ ഇരുന്നൊരു വാച്ച് അവിടെ വിൽക്കുന്നുണ്ട്. അതിന്റെ പൈസയും വാങ്ങിച്ച് തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ പോകുന്നുണ്ട്. ആ മൊബൈൽ റീചാർജ് ചെയ്യുക എന്താ കണ്ട ചെയ്യാനാണ്. എന്നിട്ട് ആ മൊബൈൽ അവിടെ കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ പോകുന്നുണ്ട്. ഈ ബൈക്കൊക്കെ വിൽക്കുന്ന കടയില്ലേ, സെക്കൻഡ് ഹാൻഡ് ബൈക്കൊക്കെ വിൽക്കുന്ന കട. അവിടെ ചെന്നിട്ട് ഒരു ബൈക്കിന് അവൻ വില പറയുന്നുണ്ട്. അതെന്താ കംപ്ലൈന്റ് കണ്ടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയാക്കാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് ആ ബൈക്കൊക്കെ വിൽക്കുന്ന ആള് പറയാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ പോയി വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കും അത് ശരിയാക്കി വെക്കാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട അവൻ മൊബൈൽ വാങ്ങാൻ പോവുകയാണ്. ഈ നേരം ഈ വണ്ടി വിൽക്കുന്ന ഓണർ ഇല്ല, അയാൾ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. എന്തായാലും ഹീറോ ഫോൺ വാങ്ങാനായിട്ട് ആ കടയിൽ ചെല്ലുമ്പം ആ കടയിലെ ഓണർ പറയാണ്, അതായത് മൊബൈൽ ഷോപ്പിന്റെ ഓണർ പറയാണ്, നിങ്ങളെ തപ്പി കുറച്ച് ആൾക്കാർ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും കാണിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചോളാം. ഇത് കേട്ട ഉടനെ അവന് വെപ്രാളായി. അവൻ പെട്ടെന്ന് തന്നെ ബൈക്ക് വാങ്ങാനായിട്ട് അപ്പുറത്തെ ഷോപ്പിൽ ചെല്ലുകയാണ്. മൊബൈലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴാണ് ഇയാൾ പറയുന്നത്, അതായത് ഈ വണ്ടി വിൽക്കുന്ന ആള് പറയുന്നത് കുറച്ച് സമയം എടുക്കും ബൈക്ക് ശരിയാക്കാനാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ട് കുറച്ച് ഗുണ്ടകൾ വന്നിട്ടുണ്ട്. അതായത് ഈ ബൈക്ക് വിൽക്കുന്ന ആള് ഇവനെ ചതിച്ചതാണ്. ഇവനെ ഇവിടെ തപ്പി നടക്കുമ്പം ഇവനെ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ പൈസ കിട്ടൂലേ, അതുകൊണ്ട് തന്നെ ഒറ്റി കൊടുത്തതാണ്. ഇത് മനസ്സിലാക്കിയ അവനാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവൻ നല്ല ഫൈറ്റർ ആണ് കേട്ടോ. എല്ലാ ആൾക്കാരെയും അടിച്ചിടുന്നുണ്ട്. വീണ്ടും ഒരു വണ്ടിക്കാരൻ്റെ കൂടെ അങ്ങോട്ട് വരികയാണ്. ഒരു വണ്ടി നിറച്ച് ഗുണ്ടകൾ. ഇത് കണ്ട അവൻ ആ കടയിൽ നിന്ന് ഒരു സ്കൂട്ടി എടുത്ത് ഓടിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഗുണ്ടകൾ കാർ എടുത്തിട്ട് അവന്റെ പിറകെ വരുന്നുണ്ട്. അങ്ങനെ ബൈക്ക് ഓടിച്ച് ഏതൊക്കെ ചെറു വഴി കൂടെ കയറി പോവാണ്. ആ വഴിയിൽ ചെന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അവൻ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി പോവാണ്. ഓടുന്ന പിറകെ തന്നെ ഈ ഗുണ്ടകളും ഉണ്ട്. അങ്ങനെ ഈ ഗുണ്ടകളെ ഓട്ടിച്ചോട്ടിച്ച് എവിടേക്ക് കൊണ്ട് കുടുക്കുകയാണ് അവൻ. ഇതിനുശേഷം മറിഞ്ഞു വീണ ആ ബൈക്ക് എടുത്തിട്ട് അവൻ പോകുമ്പം വേറൊരു ഗുണ്ട അവനെ തടയുന്നുണ്ട്. ഒറ്റ ഗുണ്ടയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസിൽ അവൻ ബൈക്ക് നിർത്തിയിട്ട് ആ ഗുണ്ടയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം അവൻ വേറൊരു സ്ഥലത്ത് വരികയാണ്. ഈ ഗുണ്ടകളിൽ നിന്നൊക്കെ മാറണ്ടേ, അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ട് അവൻ മനസ്സിൽ പറയാണ്, ഞാനിവിടെ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തതാണ്, എന്നിട്ടാണോ എന്നെ അവന്മാര് പിടിക്കാൻ നോക്കുന്നതെന്ന്. അതായത് അവന്മാർ അവിടെ കുടുക്കിയില്ലേ ഓടിച്ചിട്ട്. അവൻ ഈ സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവന്മാർക്ക് പിടിക്കാൻ പറ്റാത്തത്. മുക്കും മൂലയും വരെ അവനെ അറിയാം. എന്തായാലും അവൻ ഫോൺ എടുത്തിട്ട് അവന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന്. എന്നാൽ കൂട്ടുകാരൻ പറയുന്നത്, നിനക്ക് ഇപ്പൊ പൈസ തരാൻ പറ്റില്ല, ഞാൻ നിനക്ക് കാറുമായിട്ട് അങ്ങോട്ട് വരാമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലം പറ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന്. നമ്മുടെ ഹീറോനെ കുറച്ച് ഗുണ്ടകൾ തപ്പുവാണ്. കാരണം മറ്റേ ഏതോ വലിയൊരു ഗ്യാങ്സ്റ്ററിനെ അവൻ കൊല്ലാൻ നോക്കിയില്ലേ, അവരുടെ ഗ്യാങ് ആണ് ഹീറോനെ കൊല്ലാൻ നോക്കുന്നത്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ബഡ്ഡി നടന്നു പോവാണ്. അതായത് ഡിറ്റക്റ്റീവിന്റെ കൂട്ടുകാരനില്ലേ, ആ ബഡ്ഡി നടന്നു പോവാണ്. കയ്യിൽ കുറച്ച് കേസ് ഫയൽസും ഉണ്ട്. അതായത് ഇതുവരെ തെളിയിക്കാത്ത കേസ് ഫയൽസ് ആണ്. ഇത് കൊണ്ടുവന്ന് ബോസ് ലേഡിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോസ് ലേഡിയുടെ വലിയൊരു ഫാനാണ് ബഡ്ഡി. അതുകൊണ്ട് തന്നെ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് സൈൻ വാങ്ങുന്നുണ്ട്. അതായത് ഈ ബോസ് ലേഡിയാണ് ആ ബുക്ക് എഴുതിയത്, അതുകൊണ്ടാണ് ആ ബുക്കിൽ സൈൻ വാങ്ങുന്നത്. അതുമല്ല ബോസ് ലേഡിയെ ഇങ്ങേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഫാൻ ടൈപ്പിലാണ് ഇങ്ങേര് ബോസ് ലേഡിയോട് സംസാരിക്കുന്നത്. എന്തായാലും കൊടുത്ത ആ ഫയലില്ലേ, ആ ഫയലിനകത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ കേസുണ്ട്. മാർക്കറ്റിൽ വെച്ച് അടി നടന്നില്ലായിരുന്നു, അതിനുശേഷം അവളെ കുത്തിയിട്ടിട്ട് അവള് മരിച്ചില്ല, എന്നാൽ കൊല്ലാൻ പോയ ആള് മരിച്ചിട്ടുള്ള ആ ഫയല് അതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ ഹീറോയിൽ നിന്ന് ബില്ലടിച്ചു കൊടുക്കുകയാണ്. അന്നേരം അങ്ങോട്ട് ഡിറ്റക്റ്റീവ് വരികയാണ്. ഡിറ്റക്റ്റീവ് ഹീറോയിനോട് ചോദിക്കുകയാണ്, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ സമയമുണ്ടോന്ന്. വേറൊന്നുമല്ല, ഈ ഡിറ്റക്റ്റീവിന് നമ്മുടെ ഹീറോയിന് ഡൗട്ടാണ് അവളുടെ ദേഹത്ത് പാരസൈറ്റ് കയറിയിട്ടുണ്ടോന്ന്. കാരണം അവള് കുത്തിയിട്ടുണ്ടെന്ന് അവള് പറയുന്നുണ്ട്, എന്നാൽ അവള് മരിച്ചിട്ടില്ല, കൊല്ലാൻ പോയ ആളാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന് ഡൗട്ട് അടിക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ അവിടുത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഡിറ്റക്റ്റീവിനെ കാണാൻ വരികയാണ്. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ നേരം ഹീറോയിൻ അറിയാതെ ഡിറ്റക്റ്റീവ് അവളുടെ തലയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിലുള്ള മുടി പിച്ചിയെടുക്കുകയാണ്. പിച്ചിയെടുക്കുമ്പോൾ മുടി മാഞ്ഞൊന്നും പോകുന്നില്ല, നോർമലാണ്. കാരണം അവളൊരു മ്യൂട്ടന്റ് ആണ്, പകുതി പാരസൈറ്റും പകുതി മനുഷ്യനുമാണ്. അതുകൊണ്ട് തന്നെ ആ മുടി മാഞ്ഞു പോകുന്നില്ല. ഡിറ്റക്റ്റീവിന്റെ ഡൗട്ട് മാറുകയാണ്. എന്തായാലും ഡിറ്റക്റ്റീവും ഹീറോയിനും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവളുടെ തല ഭയങ്കരമായിട്ട് വേദന എടുക്കുകയാണ്. കീ എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുകയാണ്. തൊട്ട് സൈഡിൽ ഒരാൾ നടന്നു വരുന്നുണ്ട്. അത് പാരസൈറ്റ് ആണ് കേട്ടോ. ഈ പാരസൈറ്റ് ഹീറോയിനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. ഇത് കണ്ട ഡിറ്റക്റ്റീവ് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അയാൾ അറിയാമോ, എന്താ അങ്ങനെ നോക്കുന്നതെന്ന്. വേറൊന്നുമല്ല, ഈ പാരസൈറ്റ് എല്ലാം കൂടെ അടുത്തടുത്ത് വരുമ്പോൾ അവരവരുടെ തലയിൽ ഒരു ഹൈ പിച്ച് വോളിയം വരും. അതുകൊണ്ടാണ് ഓരോ പാരസൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഹീറോയിന്റെ തലയ്ക്ക് വേദന എടുക്കുന്നത്. ഒരു പാരസൈറ്റിന് മറ്റൊരു പാരസൈറ്റിനെ തിരിച്ചറിയാൻ പറ്റും. മറ്റേ ആ വണ്ടിയിൽ പിടിച്ചു വെച്ചേക്കുന്ന പാരസൈറ്റ് ഇല്ലേ, അതിന് ഹണ്ടിങ് ഡോഗ് എന്നാ പറയുന്നത്, അതായത് വേട്ടനായ. കാരണം ആ പാരസൈറ്റിന് ബാക്കിയുള്ള പാരസൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ആ വേട്ടനായ അല്ലെങ്കിൽ ഹണ്ടിങ് ഡോഗ് എന്ന് പറയുന്നത്. എന്തായാലും ഡിറ്റക്റ്റീവിന്റെ ഡൗട്ടൊക്കെ മാറിയല്ലോ. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് പോകാൻ നിൽക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ഒരു സമ്മാനം അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കീ ചെയിൻ ആണ്, ചാവിയിലൊക്കെ തൂക്കിയിടുന്ന ഒരു കീ ചെയിൻ ആണ്. അത് കൊടുത്തിട്ട് ഡിറ്റക്റ്റീവ് ടാറ്റയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ ഹീറോ സ്കൂട്ടി എടുത്തിട്ട് നേരെ വരുന്നത് ആ ചർച്ചിലാണ്. അതായത് ഒരു പോസ്റ്റർ കണ്ടില്ലായിരുന്നോ, ആ പോസ്റ്ററിൽ ഉള്ളത് ഒരു ചർച്ചാണ്. ആ ചർച്ചിലാണ് ഈ പാരസൈറ്റ് എല്ലാം കൂടെ ഒത്തുകൂടുന്നത്. അത് അവരുടെ ഒരു ഒളിത്താവളാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഹീറോ ആ ചർച്ചിന്റെ അവിടെ വരുന്നത്. എന്നാൽ അവൻ അകത്ത് കയറാൻ പറ്റൂല. അവൻ ദൂരെ നിന്നിട്ട് ഫോണിൽ ക്യാമറ എടുത്ത് നോക്കുകയാണ് ആരൊക്കെയാണ് വരുന്നതെന്ന്. കുറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഈ നേരം നമ്മുടെ
നമ്മുടെ ഹീറോയിൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോന്റെ സിസ്റ്ററും പിന്നെ മറ്റേ രൂക്ഷമായിട്ട് നോക്കുന്ന ഒരാളും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ കാറും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇന്ന് ഈ പാരസൈറ്റിന്റെ എല്ലാം മീറ്റപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അടുത്ത് കാറിൽ കയറാൻ പറയാണ്. ഇവരെല്ലാരും കൂടെ ആ ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിസ്റ്ററും മറ്റേ രൂക്ഷമായിട്ട് നോക്കിയ ആളും കാർ ഓട്ടിച്ച് ഹീറോയിനെയും കൊണ്ട് ആ ചർച്ചിൽ വരികയാണ്. ഇവർ ഈ കാറിൽ നിന്ന് ഇറങ്ങുമ്പം ഹീറോ ഇത് കാണുന്നുണ്ട്. അതായത് ഹീറോയിൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അവളോട് അവൻ പറഞ്ഞായിരുന്നു ഈ കൂട്ടത്തിന്റെ ഇടയിൽ ചെന്ന് കയറില്ലെന്ന്. വേറൊന്നുമല്ല, എവന്റെ അടുത്ത് മറ്റേ പാരസൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീറോയിന്റെ ഉള്ളിലുള്ള പാരസൈറ്റ്. അതിനെ നമുക്ക് ഹൈഡി എന്ന് പറയാം, കാരണം ഒളിച്ചിരിക്കുന്നില്ലേ, ഹൈഡി സിക്കൽ ടു ഹൈഡി. അപ്പൊ ഈ ഹൈഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് നീ പറയണമെന്ന്, ഇങ്ങനെ ഒരു പാരസൈറ്റ് അവളുടെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആ പാരസൈറ്റ് പറഞ്ഞിട്ടാണ് ഹീറോയിനോട് പറഞ്ഞത്. മറ്റേ ഹൈഡി പാവമാണ് കേട്ടോ, ബാക്കിയുള്ള പാരസൈറ്റിനെ കണക്ക് എല്ലാവരെയും ഉപദ്രവിക്കുന്ന ടീമൊന്നും അല്ലത്. പക്ഷേ അതിനും ജീവിക്കണമെങ്കിൽ ഹീറോയിന്റെ ബോഡി ഉപയോഗിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അവളുടെ ബോഡി ഉപയോഗിച്ചത്. ഇത് കഴിഞ്ഞ് ഇവിടെ ഹീറോയിൻ അവരുടെ എല്ലാവരുടെയും സംഗമത്തിൽ കൂടിയിരിക്കുകയാണ്. അവിടെ ഒരു പാസ്റ്റർ ഉണ്ട് കേട്ടോ, പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛനാണ് മെയിൻ പാരസൈറ്റ്. ഇയാളാണ് എല്ലാവരെയും ക്ലാസ് എടുക്കുന്നതും ഓരോ പ്ലാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ വെച്ച് ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എന്തായാലും ആ ബോസ് ലേഡി വന്ന് ഇവരെ കൊല്ലുമെന്ന് ഇവർക്കറിയാം, ഉറപ്പാണ്. കാരണം മറ്റേ ഹണ്ടിങ് ഡോഗ് കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, തൊട്ടടുത്തുണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്ലാൻ വേണം ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണ്ടേ, അതിനാണ് ഇവരെല്ലാരെയും വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ഹീറോയിന് ഒന്നും അറിയത്തില്ല, കാരണം അവളിപ്പോ മനുഷ്യനാണ്, അകത്താണ് ഹൈഡി ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഹീറോ ആ ചർച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടോ അല്ലെങ്കിൽ എന്തോ ഒരു സൂക്ഷിക്കുന്ന സ്റ്റോറേജ് റൂം കണക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി നോക്കുകയാണ് അതിൻ്റെ അകത്ത് എന്തോന്ന്. നോക്കുമ്പോഴാണ് അവൻ കാണുന്നത് കുറെ ആൾക്കാരുടെ മൃതദേഹം കെട്ടിത്തൂക്കിയിട്ടേക്കാണ്. അങ്ങനെ അകത്തോട്ട് കയറി നോക്കുമ്പോഴാണ് കുറെ അധികം ആൾക്കാരുടെ മൃതദേഹം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കവേ അങ്ങോട്ട് ആരോ കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു പാരസൈറ്റ് ആണ് ആ റൂമിലോട്ട് കയറി വരുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ അവരുടെ ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ പാരസൈറ്റ് അതിന്റെ തലയിലുള്ള ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ അതിന് ഫ്രണ്ടിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ പതിയെ ഒളിച്ചൊളിച്ച് ഒരു സൈഡിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചിരിക്കുമ്പം അവൻ ഒരു മൃതദേഹം അവിടെ കാണുകയാണ് കെട്ടിയിട്ട് തൂക്കിയിട്ടേക്കുന്നത്. ഇത് കണ്ടതോടെ അവന്റെ ആകെ എന്താ പറയാ സങ്കടവും വിഷമവും എല്ലാം കൂടെ വരികയാണ്. അത് അവന്റെ ഇളയ സിസ്റ്റർ ആണ് കേട്ടോ. സിസ്റ്ററിനെ കൊന്നിട്ടാണ് അവിടെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. ഇത് കണ്ടതോടെ അവൻ ആകെ ദേഷ്യം വരുവാണ്, വിഷമം വരുവാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഇവിടെ പാസ്റ്റർ ബാക്കിയുള്ള ആൾക്കാരെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാക്കി സർവൈവ് ചെയ്യണമെന്ന്. ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് അലർച്ച കേൾക്കുകയാണ്, എന്തോ ഒരു മൃഗം കരയുന്നത് പോലെ. വേറെ ആരുമല്ല, ആ പാരസൈറ്റ് കരയുന്നതാണ്. ആ പാരസൈറ്റിനെ ഒരു കമ്പി എടുത്തിട്ട് ബാക്കിൽ നിന്ന് ചറ അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യാണ്. എന്നാലും കുറേയൊന്നും അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഹീറോയ്ക്ക്. ഹീറോയെ അടിച്ച് ദൂരോട്ട് ഇടുകയാണ്. എന്തായാലും ആ പാരസൈറ്റിനെ അടിച്ചിട്ടിട്ട് അവൻ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇവിടെ ഇനി നിന്നാൽ ആ പാരസൈറ്റ് എല്ലാം വന്നിട്ട് ഹീറോനെ കൊല്ലും. അതുമാത്രമല്ല ഈ ശബ്ദം പുറത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാസ്റ്റർ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, അവനെ പോയി എല്ലാവരും കൂടെ കൊല്ലാൻ. ഇത് കേട്ട് എല്ലാവരും കൂടെ ഇവനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ ഹീറോയിനും ഉണ്ട്. ഹീറോയിന്റെ ദേഹത്ത് വേറെ കുറെ പാരസൈറ്റ് വന്ന് തട്ടുന്നുണ്ട്. അപ്പൊ ഈ തട്ടുമ്പം അവളുടെ കയ്യിൽ ഒരു ചാവി ഉണ്ടായിരുന്നു. ആ ചാവി തറയിൽ തെറിച്ച് പോകുന്നുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ പോലീസ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് കൊടുത്ത കീ ചെയിൻ ഇട്ടിട്ടുണ്ട്. അതാണ് തെറിച്ച് അവിടെ വീഴുന്നത്. എന്തായാലും അതെടുക്കാൻ നിൽക്കാതെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. കാരണം മറ്റേ പാസ്റ്റർ അവളെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവള് അബ്നോർമലായിട്ട് പെരുമാറിയാല് പാസ്റ്ററിന് മനസ്സിലാവും അവള് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇവളെ കൊന്നളയും. വേറൊന്നുമല്ല, ബാക്കിയുള്ള പാരസൈറ്റിൽ നിന്ന് ഇവള് വ്യത്യസ്തയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാരസൈറ്റ് ഇവളെ കൊല്ലും. ഇവളിങ്ങനെ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ പോലീസുകാർക്ക് ഉപകാരപ്പെടും ബാക്കിയുള്ള പാരസൈറ്റിനെ കണ്ടുപിടിക്കാനേ. അതുകൊണ്ട് തന്നെ ഇവളെ കൊന്നുകളയും. അതുകൊണ്ടാണ് ഇവളുടെ ഉള്ളിലുള്ള ഹൈഡി പറഞ്ഞത് നീ ആരുടെ മുമ്പിൽ പോവല്ലെന്ന്. എന്നാൽ ഇവളെ തേടി ആൾക്കാർ വന്നു തുടങ്ങി. എന്തായാലും ഹീറോ ഓടി ആ കാട്ടിൽ കൂടെയൊക്കെ ഓടി പുറത്തു വരുമ്പോഴത്തേക്കും ഇവനെ തേടി മറ്റേ ഗുണ്ടകൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഗുണ്ടകൾ അവനെ പിടിച്ചു നിർത്തുകയാണ്. ഗുണ്ടകളോട് അവൻ പറയുന്നുണ്ട്, എടാ ഇവിടെ നിന്നാ നിന്നേക്ക് കൊല്ലൂടാ, പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ. എന്നാൽ യവന്മാർ ഇതൊന്നും വിശ്വസിക്കാതെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് സിസ്റ്ററും അവരുടെ ടീംസും വരികയാണ്. സിസ്റ്റർ വന്ന ഉടനെ യവന്മാരെ കൊല്ലുമെന്ന് ബാക്കിയുള്ള അവരുടെ കൂട്ടത്തിലുള്ള പാരസൈറ്റിനോട് പറയുമ്പോൾ ഈ ഗുണ്ടകൾ അതൊരു ചിരിച്ചു തള്ളുകയാണ്. എന്നിട്ട് ഈ ഗുണ്ട ഒരു കൊച്ചു കത്തി കൊണ്ട് ഈ പാരസൈറ്റിനെ കുത്താൻ ചെല്ലും. എന്നാൽ സിസ്റ്റർ തലങ്ങും വിലങ്ങും കുത്തി കൊന്നുകളയും അവനെ. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെയും കൊന്നുകളയും. ഇത് കണ്ടതോടെ ഹീറോ ഇവരെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഹീറോ ഓടി രക്ഷപ്പെട്ടതോടെ മറ്റേ രൂക്ഷമായിട്ട് നോക്കിയ ആളില്ലേ, അയാൾ പറയാണ് ഞാൻ പോയി എല്ലാരെയും പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്ററിനോട് ടാറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. ഈ പാരസൈറ്റിന് ചിറകൊക്കെ ഉണ്ട് കേട്ടോ. ആ ടെന്റക്കിൾസ് ചിറകൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. ഈ നേരം നമ്മുടെ ഹീറോയിനും കണ്ടുമുട്ടുന്നുണ്ട്. ഓടുന്ന സമയത്ത് കണ്ടതാണ്. എവളും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്. എന്നാൽ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ട്. ഈ നേരം ഹീറോന്റെ കൂട്ടുകാരൻ, അതായത് ബഡ്ഡി കൂട്ടുകാരൻ അവിടെ നിപ്പുണ്ട്. അവന്റെ അടുത്ത് ഒരു പെട്രോൾ പമ്പിൽ വെച്ച് കാണാന്നാണ് പറഞ്ഞത്. അവൻ അവിടെ വന്ന് നിപ്പുണ്ട് കാറൊക്കെ ആയിട്ട്. അവനെ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് ഹീറോനെ. എന്നാൽ അവൻ എടുക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഹീറോയിനും അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ അവന്റെ അടുത്ത് പറയാണ് കാറിന്റെ ചാവി ഇതാ ഞാൻ എടുത്തോളാന്ന്. അതും പറഞ്ഞ് ഹീറോ ചാവി വാങ്ങിച്ചിട്ട് കാർ എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ കൂട്ടുകാരനൊന്നും മനസ്സിലാവുന്നില്ല ഹീറോയിൻ ആരാ, ഇവളെന്തിനാ കൂടെ വരുന്നതെന്നും. ഹീറോ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളി, ഭയങ്കര പ്രശ്നം നടക്കും, എന്തോ ജീവി നമ്മുടെ പിറകെ പിന്തുടരുന്നുണ്ടെന്ന്. എന്നാൽ കൂട്ടുകാരന് പേടി
പേടി, കാരണം ഇവരെല്ലാം ഗാങ്സ്റ്റേഴ്സിന്റെ ടീമിൽ പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിച്ചാൽ ഇവർ കുടുങ്ങും. ഇങ്ങനെ ഇരിക്കവേ ഹീറോ ഒരു കാര്യം ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഓപ്പോസിറ്റ് ഗ്യാങ്ങിലുള്ള ഗാങ്സ്റ്റേഴ്സ് ഇവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ആ കാട്ടിലോട്ട് വന്നത്? ഈ ലൊക്കേഷൻ ആകെ കൂട്ടുകാരന് മാത്രമേ അറിയാവൂ. കൂട്ടുകാരന്റെ അടുത്താണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, അതായത് കൂട്ടുകാരൻ അവൻ ചതിക്കുകയാണ്. വേറൊന്നുമല്ല, കൂട്ടുകാരനാണ് അവന്റെ ലൊക്കേഷൻ ബാക്കിയുള്ള ഗാങ്സ്റ്റേഴ്സിന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് അവനെ തിരക്കി അവിടെ ആൾക്കാർ വന്നത്. ഇത് മനസ്സിലാക്കിയതോടെ കൂട്ടുകാരനും ഇത് മനസ്സിലാവുന്നുണ്ട്. കൂട്ടുകാരൻ സ്റ്റിയറിംഗിൽ കയറി പിടിക്കുകയാണ് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കത്തിക്ക് കുത്തി കൊല്ലാൻ നോക്കുന്നുണ്ട് ഹീറോനെ. ഈ നേരം ഒരു ജീവി, അതായത് രൂക്ഷമായിട്ട് നോക്കിയ പാരസൈറ്റ് ഈ കാറിന്റെ ഉണ്ടയിൽ വന്ന് ലാൻഡ് ചെയ്യാണ്. കാറിന്റെ ടോപ്പൊക്കെ വലിച്ച് ഇളക്കി കളയുകയാണ്. ടോപ്പൊന്നും ഇല്ലാതെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതോടെ ഹീറോയിന്റെ ഉള്ളിലുള്ള ഹൈഡി പുറത്തു വരികയാണ്. ഈ ഹൈഡിയും മറ്റേ രൂക്ഷമായിട്ട് നോക്കിയ പാരസൈറ്റും അടിയാവുന്നുണ്ട് അവരുടെ ടെന്റക്കിൾസ് യൂസ് ചെയ്ത്. ഇത് കാണുന്ന കൂട്ടുകാരൻ തൽക്കാലത്തേക്ക് അടി ഉണ്ടാക്കുന്നത് നിർത്തുന്നുണ്ട്. കാരണം ഇനി അടി ഉണ്ടാക്കിയ അവൻ ചാവുമെന്നവന് മനസ്സിലായി. ഇതുവരെ കാണാത്തൊരു ജീവിനെയാണ് അവൻ കണ്ടേക്കുന്നത്. എന്തായാലും അടിയായി ലാസ്റ്റ് പാരസൈറ്റും ഹൈഡിയും, അതായത് ഹീറോയിനും കൂടെ പുറത്തു വന്ന് വീഴുന്നുണ്ട്. ഹൈഡിയും പാരസൈറ്റും റോഡിൽ കിടന്ന് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. ഈ നേരം ആ കാറ് കൺട്രോൾ തെറ്റിയിട്ട് ഏതൊരു കൊക്കയിൽ പോയി ഇടിച്ചു നിൽക്കുകയാണ്. കുറച്ചുകൂടെ പോയിരുന്നെങ്കിൽ ആ കൊക്കയിൽ മറിഞ്ഞു വന്നേനെ. ഇവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം തൊട്ട് ഫ്രണ്ടിൽ കൊക്കയാണ്. ഇപ്പോഴാണ് ഹീറോ ബോധത്തിലോട്ട് വരുന്നത്. വണ്ടി ഇടിച്ചപ്പം അവന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവ എണീറ്റുടനെ തൊട്ട് സൈഡിൽ ഇരിക്കുന്ന കൂട്ടുകാരനെ വിളിച്ചുണർത്തുന്നുണ്ട്, എണീറ്റ് നമ്മളിപ്പോ താഴെ പോകുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവന് ബോധമൊന്നുമില്ല. ആ സമയം അവൻ ഒരു കാര്യം പറയുകയാണ്, എടാ നിന്നെ കൊല്ലാനായിട്ട് നമ്മുടെ ഗാങ്സ്റ്റർ ബോസും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ബോസും ഉണ്ട്. കാരണം നിന്നെ ഒരു ഇരയാക്കി ഇട്ടതാണ്. എന്നിട്ട് അവര് തമ്മിലുള്ള പ്രശ്നം അവര് തീർത്ത് ഇപ്പൊ നിന്നെ കൊല്ലാനായിട്ട് അവര് നടക്കാണ്. നിന്നെ ഒരു ഇരയാക്കി ഇട്ട് കൊടുത്തതാണ്. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഇനി ബോസിന്റെ കൂടെ പോകല്ലെന്ന്. അതായത് ഒരു ബോസ് വേറൊരു ബോസിനെ കൊല്ലാനായിട്ട് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ കൊല്ലാൻ പോയപ്പം ആ ബോസിനെ കൊല്ലാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ബോസിന്റെ ഇടയിലുള്ള പ്രശ്നം തീർക്കാനായിട്ട് ഈ പോയ ആളെ കൊല്ലുന്ന പരിപാടി അത് ഈ ബോസുമാരങ്ങ് ഉറപ്പിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ പണി കിട്ടിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. രണ്ട് ബോസുകാരും കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്തായാലും കൂട്ടുകാരനെ വിളിച്ചിട്ട് അവൻ എണീക്കുന്നില്ല. അവന് വയ്യ, ബ്ലഡ് ഒക്കെ കൂടുതൽ പോയെന്ന് തോന്നുന്നു. ഈ നേരം ഹൈഡിയും പാരസൈറ്റും അവിടെ വൻ ഫൈറ്റ്. അപ്പൊ ഈ പാരസൈറ്റിന്, രൂക്ഷമായിട്ട് നോക്കിയ പാരസൈറ്റിന് ഹൈഡിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൾ ഇച്ചിരി കൂടെ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആ പാരസൈറ്റ് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഹീറോയിന്റെ ഉള്ളിൽ വേറെ പാരസൈറ്റ് ആണ്, എന്നാൽ വേറെ രീതിയിലാണ് പെരുമാറുന്നതെന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. എന്നാൽ ഹൈഡിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഹൈഡി ഒറ്റ കുത്താണ് ഈ പറന്നുപോയ സാധനത്തിന് കുത്തി തറയിലിട്ട് കൊന്നളയാണ്. ഈ കൊന്നുടനെ ഹൈഡിയുടെ ബോധം പോവാണ്. ഹീറോയിൻ ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. ഇവിടെ ഇത് നടക്കുമ്പം അപ്പുറത്ത് കാർ ഇപ്പൊ കൊക്കയിൽ വീഴുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹീറോ പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ട്, എന്നാൽ അവനെ കൊണ്ട് പറ്റുന്നില്ല. കാർ അനങ്ങി നിൽക്കുകയാണ്. കുറച്ചുകൂടെ ട്രൈ ചെയ്താൽ ചിലപ്പം അവൻ താഴെ ചെന്ന് വീഴും. ഈ കരച്ചിൽ കേട്ട് ഹീറോയിൻ എണീക്കുന്നുണ്ട്. അതായത് ഹൈഡി ഇപ്പം ഇല്ല, ഹൈഡിക്ക് ഇപ്പൊ ബോധമില്ല. ഇപ്പൊ ഹീറോയിനാണ്, മനുഷ്യനാണ്. അവള് ചെന്ന് അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ അവളെ കൊണ്ട് പറ്റുന്നില്ല. അവളൊരു സാധാ മനുഷ്യനല്ലേ, എങ്ങനെ കൈ എത്തിപ്പിടിക്കും കൊക്കയിൽ കിടക്കുന്ന വണ്ടീനെ? പെട്ടെന്ന് തന്നെ ആ കാറ് താഴോട്ട് പോയി വീഴുകയാണ്. എന്നാൽ ഹീറോ താഴെ പോയി വീഴുന്നില്ല. ഹീറോനെ ഹൈഡി കെട്ടുന്ന കയറി പിടിക്കുകയാണ്. കാരണം എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഹൈഡി പുറത്ത് വരും. അങ്ങനെ ഹൈഡി പുറത്ത് വന്ന് ഹീറോനെ പിടിച്ച് റോഡിൽ വരികയാണ്. ഇപ്പം ഹീറോയിന്റെ ദേഹത്തുള്ളത് ഹൈഡിയാണ്. ഇടയ്ക്ക് ഹൈഡി വരും, ഇടയ്ക്ക് ഹീറോയും വരും. അതായത് പാരസൈറ്റും മനുഷ്യന്. അത് മനസ്സിൽ വെച്ചോണം കേട്ടോ, മറന്നുപോലെ. എന്തായാലും ഹീറോയിനെ രക്ഷിച്ചോണ്ട് വന്നല്ലോ. ഈ സമയം വേറൊരു കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ബോസ് ലേഡി എല്ലാ ഫയലും, ബഡ്ഡി കൊണ്ടുകൊടുത്ത് എല്ലാ ഫയലും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ച് ഹീറോയിന്റെ ഫയല് ബോസ് ലേഡിക്ക് കിട്ടുകയാണ്. അതായത് സൂപ്പർ മാർക്കറ്റിൽ അടി നടന്നില്ലേ, അതിനുശേഷം അവളെ കൊല്ലാനായിട്ട് പോയപ്പം കൊല്ലാൻ വന്ന ആള് മരിച്ചുപോയി. എന്നാൽ അവൾക്ക് കുത്തേറ്റെന്ന് പറഞ്ഞിട്ട് അവളുടെ ദേഹത്ത് ഒറ്റ മുറിയില്ല, ഉള്ള മുറിയെല്ലാം ഉണങ്ങിയതാണ്. ഇത് കണ്ട് ബോസ് ലേഡിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ്, അതായത് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കുറച്ച് നാൾ മുമ്പ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. അതായത് ബോസ് ലേഡിയും ഹസ്ബൻഡും കൂടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ എന്തോ ഒരു റെസിപ്റ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡി ഹസ്ബൻഡിനെ അവിടെ ആക്കിയിട്ട് ആ റെസിപ്റ്റ് എടുക്കാൻ പോവാണ്. പോകുമ്പോഴാണ് ഹസ്ബൻഡ് ഡിക്കൊക്കെ അടച്ചിട്ട് കാറിന്റെ മണ്ടയിൽ നോക്കുമ്പോൾ എന്തോ ഒരു ബാക്ടീരിയ കണക്കിരിക്കുന്ന മുട്ടയിന്ന് എന്തോ ഒരു പഴുതാര പുറത്തിറങ്ങി വരികയാണ്. പെട്ടെന്ന് തന്നെ ഈ പഴുതാര ഈ ഹസ്ബൻഡിനെ ആക്രമിക്കുകയാണ്. പഴുതാര കടിച്ചതോടെ തറയിൽ കിടന്ന് വേദന കാരണം പൊളയുന്നുണ്ട് കേട്ടോ. ഇവിടെ ബോസ് ലേഡി സൂപ്പർ മാർക്കറ്റിൽ റെസിപ്റ്റ് വാങ്ങാൻ വരുമ്പോൾ കുറെ ആൾക്കാർ വിളിച്ചു കൂവി പോകുന്നുണ്ട്, അവൻ എന്നെ കൊല്ലും, അവൻ എല്ലാരെയും കൊല്ലാൻ വരുന്നെന്ന് പറഞ്ഞിട്ട്. അവൾ ചെന്ന് നോക്കുമ്പോഴാണ് അവളുടെ ഹസ്ബൻഡ് ചോരയൊക്കെ മുഖത്താക്കിയിട്ട് അതുവഴി നടന്നു പോകുന്നത്. എന്നാലും സ്വന്തം ഹസ്ബൻഡ് അല്ലേ, ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റൂലല്ലോ. പക്ഷെ പാരസൈറ്റ് ഉള്ളിൽ കയറിയെന്ന് ബോസ് ലേഡിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബോസ് ലേഡി ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നിട്ട് കൊട്ടി വിളിക്കുകയാണ്, എന്താ മനുഷ്യ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന്. എന്നാൽ പാരസൈറ്റിന് ഇതുമല്ലോ അറിയാമോ, പാരസൈറ്റ് തിരിഞ്ഞിട്ട് അതിന്റെ ടെന്റക്കിൾസ് ഇട്ട് ഒറ്റ വെട്ടാണ്. അങ്ങനെയാണ് ബോസ് ലേഡിയുടെ ഒരു സൈഡിലെ ചെവി നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് കണ്ടതോടെ ബോസ് ലേഡിക്ക് മനസ്സിലായി ഇത് ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡിന്റെ ദേഹത്ത് പാരസൈറ്റ് കയറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡി വിഷമിച്ച് നിൽക്കാതെ ബോൾഡായിട്ട് ആക്ട് ചെയ്യാണ്. ഹസ്ബൻഡിനോട് അത്ര ഇഷ്ടമുണ്ട് കേട്ടോ, എന്നാലും അതൊക്കെ മറന്നിട്ട് ബോൾഡായിട്ട് ആക്ട് ചെയ്യാണ്, ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി സൈഡിൽ നിന്ന് കരയാണ്, അമ്മ എവിടെ പോയെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടതോടെ ബോസ് ലേഡി ആ കൊച്ചു പെൺകുട്ടീനെ ചെന്ന് പിടിക്കുകയാണ്. കാരണം അമ്മയില്ല, മറ്റേ പാരസൈറ്റ് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ആ കൊച്ചുകുട്ടീനെ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടീനെ ചെന്ന് രക്ഷിക്കുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് വരും. അമ്മയും പിന്നെ കൊച്ചു പെൺകുട്ടി അവിടെ നിന്ന് പോവാണ്. ഈ നേരം ബോസ് ലേഡി സൈഡിൽ കുറച്ച് ലോഷനൊക്കെ ഇല്ലേ തറ തുടയ്ക്കുന്ന അത് കണക്ക് കെമിക്കൽ കൂടിയ ഒരു സാധനം അവിടെ ഇരിക്കുന്നതാണെന്നുണ്ട്. ഈ ആദ്യമായിട്ടൊക്കെ ടൈലിടുമ്പം അതിട്ടായിരിക്കും കഴുകുന്നത്, നല്ല ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കെമിക്കൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ പാട്ട എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ നേരെ ഓടി ഒരു റൂമിൽ വരാണ്. എവളെ ഫോളോ ചെയ്ത് ആ പാരസൈറ്റും പിറകെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ പാട്ട എടുത്ത് മണ്ടയിലോട്ട് എറിയുകയാണ്. അതോടെ ആ ടെന്റക്കിൾസ് വെച്ച് ആ പാരസൈറ്റ് അത് വെട്ടുമ്പോഴത്തേക്കും ആ കെമിക്കൽ വന്ന് പാരസൈറ്റിന്റെ തലയിൽ വീഴുകയാണ്. ആ തല ഓപ്പൺ ആയിട്ടിരുന്ന തല അടഞ്ഞു പോവുകയാണ്. തുറക്കാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര കെമിക്കലാണ് തലയിൽ വന്ന് വീഴുന്നത്. ഈ ബോസ് ലേഡി കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ ആക്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ അടയ്ക്കുകയാണ്. ഇപ്പൊ ആ ടെന്റക്കിൾസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഡോറൊന്നും കുത്തി തുറക്കാൻ ആ പാരസൈറ്റിന് പറ്റുന്നില്ല. എന്തായാലും പുറത്ത് വന്നിരുന്നിട്ട് ആ ബോസ് ലേഡി കരയുകയാണ്. സ്വന്തം ഹസ്ബൻഡാണ്, ഇപ്പൊ ഹസ്ബൻഡ് അല്ല, എന്നാലും ഹസ്ബൻഡിന്റെ ശരീരം ഇങ്ങനെ കാണുമ്പോൾ ആർക്കായിരുന്നാലും ഒരു വിഷമം കാണത്തില്ലേ. ഈ കാര്യങ്ങളെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ബോസ് ലേഡി ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ഈ സ്വപ്നം കണ്ടതോടെ ബോസ് ലേഡിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ആ വിഷമം അവിടെ നിന്ന് കരഞ്ഞു തീർക്കാണ്. ഇവിടെ സീൻ കെട്ടായാൽ അടുത്ത സീനിൽ ഹീറോയിനും കഴിഞ്ഞ എപ്പിസോഡിൽ ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നു. അവരിപ്പോ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹീറോ രാവിലെ തന്നെ റിസപ്ഷനിൽ വന്നിട്ട് ഒരു ബ്രഷ് വാങ്ങുന്നുണ്ട്. ആ ബ്രഷ് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹീറോയിൻ നിപ്പുണ്ട്. അവൻ ആരാന്ന് അറിയാൻ വയ്യ, ഹൈഡി ആണോ ഹീറോയിൻ ആണോ എന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് തന്നെ പേര് വിളിച്ച് ചോദിക്കുകയാണ്, ഹൈഡി ആണോ ഹീറോയിൻ ആണോ എന്ന്. എന്നാൽ അവളൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ബ്രഷ് എടുത്ത് എറിയുമ്പോഴാണ് ഹീറോയിൻ ആണെന്ന് മനസ്സിലാവുന്നത്. കാരണം അവള് പേടിച്ചാണ് നിൽക്കുന്നത്. മറ്റേ ഹൈഡി ആണെങ്കിൽ നല്ല ബോൾഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷേ ഹീറോയിൻ പേടിച്ചാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനുശേഷം അവർ രണ്ടുപേരും കൂടെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, ഈ പാരസൈറ്റിന്റെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അതുമാത്രമല്ല പോലീസിനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, എനിക്കൊരു പോലീസുകാരനെ അറിയാം, പുള്ളിക്കാരൻ എന്റെ ഒരു ഫ്രണ്ട് പോലാണ്, അയാളോട് പറയുവാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളെന്ന്. അതുകൊണ്ട് തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാന്ന് ഒരു പ്ലാൻ ഇടുകയാണ്. പക്ഷേ ഇവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ടെന്നും പറയുന്നുണ്ട്. ഇതിനുശേഷം ആ ഹോട്ടലിന്റെ പുറത്ത് വരികയാണ്. അങ്ങനെ അവിടെ ഒരു ലാൻഡ് ലൈൻ ഇരിക്കുന്നതാണ്, അതായത് ഫോൺ ബൂത്ത് ഇരിക്കുന്നതാണ്. അവിടെ പോയിട്ട് ഹീറോയാണ് വിളിച്ച് പറയുന്നത്. എന്നാൽ ഹീറോയിനാണ് ആ ഡിറ്റക്റ്റീവിന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കുന്നത്. എന്തായാലും ഡിറ്റക്റ്റീവിനെ വിളിച്ച് പറയുകയാണ്, ഇത് കണക്ക് ഒരാള് പാരസൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ ചർച്ചില്ലേ സീജൻ ചർച്ച് എന്നാ പറയുന്നത്, ആ ചർച്ചിനകത്താണ് ഈ പാരസൈറ്റ് എല്ലാം ഒളിച്ചിരിക്കുന്നതെന്ന് ഡിറ്റക്റ്റീവിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് ബഡ്ഡിയും തൊട്ടടുത്തിരിപ്പുണ്ട്. ഇപ്പൊ ബഡ്ഡിക്കും ഡിറ്റക്റ്റീവിനും മാത്രമേ അറിയത്തുള്ളൂ അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പാരസൈറ്റിന്റെ കാര്യമൊന്നും ഇന്റർനെറ്റിലൊന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ ഒരു ന്യൂസ് ചാനൽ പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനെ പുറത്തു വിടുവാണെങ്കിൽ ജനങ്ങൾ പേടിക്കും, പരിഭ്രാന്തരാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ഹീറോയിനും തിരിച്ച് നടന്നു വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അവൾക്ക് ഇന്ന് ജോലിക്ക് പോകണം, മാർക്കറ്റിൽ പോകണമെന്ന്. എന്നാൽ ഹീറോ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഹീറോ ഫോൺ എടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഓണറിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഹീറോയിന്റെ ഒരു കസിനാണ്, അവൾക്ക് നല്ല ചുമയും പനിയൊക്കെയാണ്, ബ്ലഡൊക്കെയാണ് ഛർദ്ദിക്കുന്നത്, അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് അവൾ എന്തായാലും പണിക്ക് വരത്തില്ല, പനിയൊക്കെ മാറിയിട്ട് ഞാൻ അവളെ പറഞ്ഞു വിട്ടോളാം. അതുകൊണ്ട് തന്നെ ഓണർ സമ്മതിക്കുന്നുണ്ട് വരണ്ടാന്ന്. ഇതിന് നന്ദിയും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുകയാണ്. ഹീറോ നന്നായിട്ട് കള്ളം പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഹീറോയിൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവ ഇത്രയും നന്നായിട്ട് കള്ളം പറയുന്നില്ല. ഇത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഡിറ്റക്റ്റീവ് ബഡ്ഡി എടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഈ കാട്ടിലുള്ള ചർച്ചിൽ അവിടെ ആൾക്കാർ കാണുമോ, നമ്മൾ ഒറ്റയ്ക്ക് എന്ന് കയറിയാൽ പാരസൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കൊന്നാലോ എന്നുള്ളൊരു പേടി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പിനെയും കൊണ്ട് ആ ചർച്ചിലോട്ട് പോകാന്ന് അവർ തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം ഡിറ്റക്റ്റീവ് നടന്ന് ബോസ് ലേഡിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് ഇങ്ങനെ ഒരു സേജൻ ചർച്ച ഉണ്ടെന്ന്. എന്നാൽ അവർ തിരിച്ച് പറയുന്നത് ഹീറോയിന്റെ കാര്യമാണ്, മറ്റേ മാർക്കറ്റിൽ നടന്ന സംഭവം. അപ്പൊ അതെന്താന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ അവളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, മുടി പിച്ചി നോക്കിയപ്പം അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവളുടെ മുടി പ്രത്യക്ഷമായിട്ട് തന്നെ ഇരിക്കുന്നത്, അത് മാഞ്ഞൊന്നും പോയില്ല, അതുകൊണ്ട് അവൾ പാരസൈറ്റ് അല്ലാന്ന് ഉറപ്പിച്ച് തന്നെ ബോസ് ലേഡിയോട് പറയുകയാണ്. അത് മാത്രമല്ല ആ സേജൻ ചർച്ചിന്റെ കാര്യം പറയുന്നുണ്ട്, അത് പാരസൈറ്റിന്റെ ഒരു കൂമ്പാരോ ഇപ്പൊ ഒരാൾ വിളിച്ച് പറഞ്ഞേ ഉള്ളെന്ന്. എന്നാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോസ് ലേഡിയുടെ കുറച്ച് ഓഫീസേഴ്സ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു സിമ്പൽ കിട്ടിയിട്ടുണ്ടെന്ന്. ആ പോസ്റ്ററും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. മറ്റേ ഹീറോ എടുത്ത് നോക്കിയില്ലായിരുന്നു പോസ്റ്റർ, ആ പോസ്റ്റർ കൊണ്ട് കാണിച്ചിട്ട് പറയാണ് സേജൻ ചർച്ചിൽ ഇതാണ് പാരസൈറ്റ് കൂട്ടായ്മ നടത്തുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ട് പോകാൻ റെഡി ആവാണ്. ഡിറ്റക്റ്റീവും ബഡ്ഡിയും ഒരു കാറിലാണ് പോകുന്നത്. എന്തായാലും എല്ലാവരും കൂടെ ആ ചർച്ചിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ചർച്ചിന്റെ അകത്തോട്ട് കയറി ചെന്നില്ല, അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ മറ്റേ ഹണ്ടിങ് ഡോഗ് കൂടെ ഉണ്ട് കേട്ടോ, വേട്ടനായ. അതിന്റെ കയ്യിൽ ഒരു റിമോട്ട് ഉണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് ഏതെങ്കിലും പാരസൈറ്റ് വരുവാണെങ്കിൽ അതിന്റെ കയ്യിലിരിക്കുന്ന റിമോട്ടിൽ അതിങ്ങനെ ഞെക്കും. അപ്പം കീ 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 എന്ന് പറഞ്ഞിട്ട് ബോസ് ലേഡിയുടെ ഇരിക്കുന്ന റിമോട്ടിൽ ശബ്ദം കേൾക്കും. അങ്ങനെയാണ് ഇവർ പാരസൈറ്റിനെ തിരിച്ചറിയുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ പാരസൈറ്റ് നേരെ ചോദിച്ച് വർക്ക് ആവത്തുള്ളൂ ഹണ്ടിങ് ഡോഗ്. ചിലപ്പം ഇത് കള്ളത്തരം പറയും. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ഈ ബോസ് ലേഡി ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം അവർ ആ ചർച്ചിൽ ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, ചർച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുറെ മറ്റേ റൂമൊക്കെ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം ആൾക്കാരുടെ മൃതദേഹങ്ങളാണ്. ഇതൊക്കെ അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ചിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഹീറോയിൻ ആ കീ ചെയിൻ കൊടുത്തില്ലായിരുന്നു, ആ കീ ചെയിനുള്ള ചാവി അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടതോടെ ഡിറ്റക്റ്റീവിന് ആകെ ഡൗട്ട് ആവുകയാണ്. കാരണം ഹീറോയിന് കൊടുത്ത ചാവിയാണ് അല്ലെങ്കിൽ ആ കീ ചെയിൻ ആണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഡിറ്റക്റ്റീവിന് ഡൗട്ട് അടിക്കുകയാണ്. പക്ഷേ ഇത് പുറത്ത്
പുറത്ത് ആരടുത്തും പറയുന്നില്ല. ആ ചാവി പതിയെ എടുത്ത് പോക്കറ്റ് ഇടുകയാണ്. ഇന്നേരമാണ് അങ്ങോട്ട് ബോസ് ലേഡി ഓടി വരുന്നത്. ബോസ് ലേഡി കാണുന്നുണ്ട് എന്തോ എടുത്ത് പോക്കറ്റ് ഇടുന്നത്. അങ്ങനെ ബോസ് ലേഡി വന്ന് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോന്ന്. എന്നാൽ പുള്ളിക്കാരൻ പറയുന്ന ഒന്നും കിട്ടിയില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡിക്ക് ഡൗട്ട് അടിക്കുകയാണ്. തറയുന്ന എന്തോ എടുത്ത് പോക്കറ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ബോസ് ലേഡിക്ക് ചെറിയൊരു ഡൗട്ട് ഇവിടെ വെച്ച് ഡിറ്റക്റ്റീവിനോട് അടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഓരോ കാര്യങ്ങൾ പരതുമ്പോഴാണ് ഡിറ്റക്റ്റീവ് ഒരു കാര്യം കാണുന്നത്. അതായത് അവിടെ തന്നെ മറ്റേ ഇതുണ്ട് കേട്ടോ, ആ സിമ്പൽ ഇല്ലേ, അത് രക്തത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പോലീസ് ഓഫീസേഴ്സും ഡിറ്റക്റ്റീവും പിന്നെ മറ്റേ സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ തലവന്മാരും അവിടെ കൂടിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ആ പള്ളി ആരുടെ പേരിലാണെന്ന് ചോദിക്കുമ്പോഴാണ് ആ പള്ളി ആ പാസ്റ്ററിന്റെ പേരിലാണ്. നമ്മൾ കണ്ടില്ലേ ആ പാസ്റ്ററിന്റെ പേരിലാണ്. പക്ഷേ പുള്ളിക്കാരനെ ഫാമിലിയും അതായത് ഭാര്യയും മക്കളെയും കുറച്ച് നാളായിട്ട് കാണുന്നില്ല. പുള്ളിക്കാരന് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റർ എവിടാന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പം ബോസ് ലേഡിക്ക് മനസ്സിലായി പാസ്റ്റർ ഒരു പാരസൈറ്റ് ആണ്. അതുപോലെ തന്നെ ഭാര്യനെ പാസ്റ്റർ പാരസൈറ്റ് ആയതിനു ശേഷം തിന്നു തീർത്തിട്ടുണ്ട്. ഇതിനുശേഷം ബോസ് ലേഡി എല്ലാവരോടും പറയാണ് സേജൻ ചർച്ചിൽ പോയി ഒന്നും കൂടെ എൻക്വയറി നടത്താൻ, അവിടെ പോയി ഒന്നും കൂടെ നോക്കിയിട്ട് വരാൻ. അങ്ങനെ ബഡ്ഡി ആണെങ്കിൽ കാർ എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ബഡ്ഡിയുടെ മോള് വിളിക്കുന്നുണ്ട്. മോൾക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ബഡ്ഡി പറയുന്നുണ്ട് തിരിച്ചു വരുമ്പം അച്ഛൻ മുട്ടായി കൊണ്ടുതരാന്ന് മോക്ക്. ബഡ്ഡി നേരെ കാർ ഓടിച്ച് ഒരു ഷെഡിലാണ് കേട്ടോ വരുന്നത്. ആരും ഇല്ലാത്തൊരു പ്രദേശമാണ്. അതിന്റെ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പാരസൈറ്റിന്റെ കൂട്ടങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ആ പാസ്റ്റർ സിസ്റ്റർ എല്ലാവരും ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ബഡ്ഡി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ പാരസൈറ്റ് അല്ല, ഇവനെ പൈസ കൊടുത്ത് അവർ വാങ്ങിച്ചതാണ് പാസ്റ്ററൊക്കെ. പക്ഷെ ഇവൻ മനുഷ്യനാണ്. ഒരു മനുഷ്യനെ അവർ കയ്യിലാക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ. അതുകൊണ്ട് തന്നെ എന്തായാലും പാസ്റ്റർ വന്നിട്ട് ബഡ്ഡിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് ഒരു കത്തി കൂടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ കത്തി എന്താന്ന് വെച്ചാൽ അത് ആ ടെന്റക്കിൾസ് വെച്ച് തന്നെ ഉണ്ടാക്കിക്കുന്നതാണ്. അത് വെച്ചിട്ട് ആ ഹണ്ടിങ് ഡോഗിനെ കൊല്ലാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാസ്റ്റർ നീ പോയിട്ട് ആ ഹണ്ടിങ് ഡോഗിനെ കൊല്ലണം. പക്ഷെ നമ്മളെ പോലെ ഒരു പാരസൈറ്റ് അതിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ പോലീസിന് ഇൻഫർമേഷൻ കിട്ടും പാരസൈറ്റ് തൊട്ടടുത്തുണ്ടെന്ന്. അതുകൊണ്ട് നമുക്കാർക്കും ആ ഹണ്ടിങ് ഡോഗിനെ കൊല്ലാൻ പറ്റൂല. ഒരു മനുഷ്യന് മാത്രമേ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നീ ആ ഹണ്ടിങ് ഡോഗിനെ കൊല്ലണം. ഇതും പറഞ്ഞൊരു ഭീഷണിയുടെ സ്വരത്തിൽ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. പൈസ കൊടുത്തതല്ലേ അതിന്റെ ഒരു ഇതാ പാസ്റ്ററും പാരസൈറ്റും എല്ലാവരും കാണിക്കുന്നുണ്ട് ബഡ്ഡിയുടെ അടുത്ത്. ബഡ്ഡി സമ്മതിക്കുന്നുണ്ട് കത്തി വെച്ച് അതിനെ കൊല്ലാന്ന്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഹീറോയിനും അവരുടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അവർ റൂം എടുത്തിട്ടുള്ള ഹോട്ടലിൽ. അതുപോലെ തന്നെ ടിവിയിലെ ന്യൂസ് എല്ലാം നോക്കുന്നുണ്ട് ഈ വാർത്ത പുറത്ത് വന്നിട്ടുണ്ടോന്ന്. നോക്കുമ്പം ഒരു വാർത്തയും ടിവിയിലൊന്നും വന്നിട്ടില്ല. ഈ പാരസൈറ്റിനെ പറ്റി പുറത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കവേ ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. വിളിച്ചത് ഡിറ്റക്റ്റീവ് ആണ്. എന്നിട്ട് ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമെന്ന്. എന്നിട്ടൊരു സ്ഥലവും പറയുന്നുണ്ട് കാണാനായിട്ട്. ഇത് കേട്ട ഹീറോയിൻ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പണിയെടുക്കുകയാണ്, അതുകൊണ്ട് തന്നെ എന്റെ ഷെഡ്യൂൾ നോക്കിയിട്ട് തിരിച്ചു വിളിക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്ഥലവും ടൈപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഹീറോയിനും വിചാരിക്കുന്നത് അതായത് ഡിറ്റക്റ്റീവ് ഡൗട്ട് അടിച്ചിരിക്കുന്നത് ഇവര് ഫോൺ കോൾ ചെയ്തില്ലേ ഡിറ്റക്റ്റീവിന്, അതിലാ ഡൗട്ട് അടിച്ചെന്നാണ് ഇവര് വിചാരിക്കുന്നത്. എന്നാൽ ഡിറ്റക്റ്റീവ് ഡൗട്ട് അടിച്ചത് അതിനൊന്നും കൊണ്ടല്ല. ബോസ് ലേഡി വന്ന് സംസാരിച്ചില്ലായിരുന്നോ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കുത്തുകൊണ്ടിട്ടുള്ള കാര്യം, ആ കാര്യത്തിനെ പറ്റിയാണ് ഡിറ്റക്റ്റീവ് ഡൗട്ട് അടിച്ചേക്കുന്നത്. ഹീറോയിൻ ഒരു പാരസൈറ്റ് ആണോ എന്ന് ഡിറ്റക്റ്റീവിന് വീണ്ടും ഒരു ഡൗട്ട് ആയിട്ടുണ്ട് ബോസ് ലേഡി പറഞ്ഞതോടെ. അതുകൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞത്. എന്തായാലും ഹീറോയിൻ തീരുമാനിക്കുകയാണ് ഒരു സ്ഥലവും സമയവും. അങ്ങനെ പഴയ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് പറയുന്നത്. ഇത് ഡിറ്റക്റ്റീവിന് ടൈപ്പ് ചെയ്തിടുന്നുണ്ട് ഹീറോയിൻ. ഇത് കണ്ടതോടെ ഡിറ്റക്റ്റീവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാണ്. ഡിറ്റക്റ്റീവ് പോകുന്നത് ബോസ് ലേഡി കാണുന്നുണ്ട്. അങ്ങനെ ഫോണിൽ ട്രാഫിക് കൺട്രോളിനെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഡിറ്റക്റ്റീവ് പോകുന്ന കാറിനെ ട്രാക്ക് ചെയ്യണമെന്ന്, എങ്ങോട്ടാ പോണെന്ന്. ബോസ് ലേഡിക്ക് ഒന്നാമത് ഡിറ്റക്റ്റീവിന് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിനെ ഫോളോ ചെയ്ത് പോകാനാണ്. എന്തായാലും ഹീറോയിനും ഒരു ടാക്സി വിളിച്ചിട്ട് ആ അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോവാണ്. അത് പഴയ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് കേട്ടോ. അവിടെ എന്തോ ആക്സിഡന്റ് എങ്ങാണ്ടായിട്ട് അത് അടച്ചിട്ടേക്കാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടാന്നാണ് ഡിറ്റക്റ്റീവിനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവാണ്. ഈ നേരം നമ്മുടെ ബഡ്ഡി അതായത് ഡിറ്റക്റ്റീവിന്റെ കൂട്ടുകാരൻ പാരസൈറ്റിനെയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി വരുമ്പം അങ്ങേരുടെ ഫോണിലോട്ട് ഒരു കോള് വരും. എന്നിട്ട് പറയാണ് കുറച്ചധികം പാരസൈറ്റിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഹീറോയിന്റെ കാര്യമാണ് പറയുന്നത്. ഡിറ്റക്റ്റീവ് കാണാൻ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ബോസ് ലേഡി ഇത് ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെപ്രളപ്പെട്ട് കാറിൽ കയറാണ് പോവാനായിട്ട് ഹീറോയിന്റെ അടുത്തോട്ട്. അങ്ങനെ ഇവിടെ ഹീറോയിൻ വന്ന് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് നേരത്തെ വന്നിരിക്കുമായിരുന്നു. ഡിറ്റക്റ്റീവ് വന്ന് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് കൂടെ വന്ന ഹീറോ. അപ്പോഴാണ് ഹീറോ പറയുന്നത് ഞാൻ അവളുടെ ഗാർഡിയനാണ്. എന്തായാലും ഡിറ്റക്റ്റീവ് പറഞ്ഞു തുടങ്ങുകയാണ് ഇത് കണ്ടോ ഈ കീ ചെയിൻ എനിക്ക് ആ ചർച്ചിൽ നിന്ന് കിട്ടിയതാ. നീ എന്തിനാ സേജൻ ചർച്ചിൽ പോയത്? നിനക്ക് എന്താ നീ പാരസൈറ്റ് ആണോ അതോ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. എന്തായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ തലയിലോട്ട് വേദന എടുക്കുകയാണ്. അതായത് ബോസ് ലേഡി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളുടെ വണ്ടിയിൽ തന്നെ ഹണ്ടിങ് ഡോഗും ഉണ്ട്. ഈ ഹണ്ടിങ് ഡോഗിനെ കൊണ്ടുവന്നപ്പം അതിങ്ങനെ കീക്കി അടിക്കുന്നുണ്ട്. അതായത് ചുറ്റും പാരസൈറ്റ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഹീറോയിനെയാണ് സൂചിപ്പിക്കുന്നത്. അവൾ പകുതി മനുഷ്യനും പകുതി പാരസൈറ്റും ആണെങ്കിലും ഹണ്ടിങ് ഡോഗിനെ തിരിച്ചറിയാൻ പറ്റും അത് പാരസൈറ്റ് ആണോ അല്ലേന്ന്. അതുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാക്കാണ്. ഇതോടെ ബോസ് ലേഡിക്ക് സന്തോഷമാവുന്നുണ്ട്. ഒരു പാരസൈറ്റിനെ കൊല്ലാൻ കിട്ടുമല്ലോ. പെട്ടെന്ന് തന്നെ ഇറങ്ങി അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോവാണ്. കയ്യിലൊരു തോക്ക് എടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയോടെ ഡിറ്റക്റ്റീവ് അവളെ പിടിച്ച് വെക്കുകയാണ് പോവാൻ സമ്മതിക്കാതെ. ഇത് കണ്ട ഹീറോ ഡിറ്റക്റ്റീവിനെ തള്ളി മാറ്റാണ്. എന്നാൽ ഡിറ്റക്റ്റീവ് നല്ല ശക്തനാണ്, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഈ നേരം ബോസ് ലേഡി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു തോക്കൊക്കെ ആയിട്ട്. അങ്ങനെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഡിറ്റക്റ്റീവിനെ തള്ളി ബോസ് ലേഡിയുടെ മണ്ടേ കൂടെ ഇടാണ്. ഡിറ്റക്റ്റീവ് ബോധം കിട്ടുപോയി. എന്നാൽ ബോസ് ലേഡിക്ക്
ബോധമുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിനും അവിടുന്ന് ഓടുകയാണ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്തോട്ട്. ഈ നേരം ഒരു പട പോലീസ് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സൈറനൊക്കെ ഇട്ടിട്ട് കുറെ വണ്ടിയുണ്ട്, നിറച്ചും പോലീസുകാരും പിന്നെ മറ്റേ സ്പെഷ്യൽ ഓഫീസേഴ്സ് ആണ്. അവരുടെ തോക്കൊക്കെ ഉണ്ട്. മുമ്പിൽ കാണുന്ന എല്ലാത്തിനെയും കൊന്നുകളയും. അതിനി പാരസൈറ്റ് ആയിരുന്നാലും മനുഷ്യനായിരുന്നാലും. അങ്ങനെ ഈ സ്പെഷ്യൽ ഓഫീസേഴ്സും ഡിറ്റക്റ്റീവും പോലീസുകാരും എല്ലാവരും അമ്യൂസ്മെന്റ് പാർക്കിന്റെ തൊട്ട് ഫ്രണ്ടിൽ വരികയാണ്. കൂടെ ബഡ്ഡി ഉണ്ട് കേട്ടോ. എല്ലാരെയും ബഡ്ഡി അകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. എന്നാൽ ബഡ്ഡി മാത്രം കയറി പോകുന്നില്ല. ബഡ്ഡി ചെന്ന് ഡിക്കി തുറക്കാണ്. ആ കൊടുത്ത കത്തിയില്ലേ, പാരസൈറ്റ് ഒക്കെ കൊടുത്ത കത്തി, അതെടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇതിനുശേഷം എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ച വേണമെങ്കിൽ. ഈ നേരം ബോസ് ലേഡി അവരെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ആ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്തെ. ഇപ്പം നമ്മുടെ ഹീറോയിനും ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇനി അവരവിടെ ഇരിക്കുകയാണെങ്കിൽ ബോസ് ലേഡി ഇവരെ കൊല്ലും. പെട്ടെന്ന് തന്നെ ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു, ഒരു ബ്രേക്കർ പോലെ. അത് പിടിച്ച് ഓൺ ആക്കുമ്പോൾ അമ്യൂസ്മെന്റ് പാർക്ക് വർക്ക് ആവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പാവയൊക്കെ പൊങ്ങി വരികയാണ്. ഈ പാവ പൊങ്ങി വരുമ്പം ബോസ് ലേഡിയുടെ ശ്രദ്ധ തെറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാവയ്ക്കൊക്കെ ഇട്ട് വെടി വെക്കുന്നുണ്ട്. ഈ നേരം ഹീറോ ഹൈഡിയുടെ അടുത്ത് പുറത്തു വരാൻ പറയുന്നുണ്ട്. എന്നാലും പറയണേ മുമ്പേ ഹൈഡി പുറത്തു വന്നിട്ടുണ്ട്. ഹൈഡിയും ഹീറോയും ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഹൈഡി ബോസ് ലേഡിയുടെ ശ്രദ്ധ തെറ്റിക്കും. അപ്പോൾ ഹീറോ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. അങ്ങനെ ഹൈഡി ഇറങ്ങി ഓടാണ്. ഹീറോയും പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ പുറത്തോട്ടാണ് പോകുന്നത്. ഹൈഡി ബോസ് ലേഡിയുടെ ശ്രദ്ധ തെറ്റിക്കുകയാണ്. എന്തായാലും ഈ നേരം നമ്മുടെ ഡിറ്റക്റ്റീവ് ബോധം വന്നിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് പെട്ടെന്ന് എണീക്കുകയാണ്. തോക്കൊക്കെ ആയിട്ട് ഒരു മോളെ പോലെ കാണുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലാ ഈ ബോസ് ലേഡിക്ക് മനസാക്ഷിയൊന്നുമില്ല, കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന് ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ ഹീറോയിൻ അതായത് ഹൈഡി സ്വന്തം രൂപത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ബോസ് ലേഡി കാണുന്നുണ്ട്. അതുപോലെ എന്തോ ഒരു ക്യാനോ ഒരു സിലിണ്ടറോ എടുത്ത് ആ ബോസ് ലേഡിയുടെ മണ്ടയ്ക്കോട്ട് എറിയുന്നുണ്ട്. എന്നാലും അവളുടെ രൂപം ഈ ബോസ് ലേഡി കാണുന്നുണ്ട്. ഇപ്പൊ അവള് പാരസൈറ്റ് ആണെന്ന് ബോസ് ലേഡിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അഥവാ ഹൈഡി ഓടി രക്ഷപ്പെടുകയാണ്. ഓടി ചെല്ലുമ്പോഴത്തേക്കും കുറെ അധികം പട്ടാളക്കാർ ഇവളെ വളഞ്ഞിട്ടുണ്ട്. ഇനി ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്തായാലും അനങ്ങുവാണെങ്കിൽ കുറെ അധികം പട്ടാളക്കാരുള്ളതുകൊണ്ട് ഇവര് തുരുതുര വെടിവെച്ച് കൊന്നുകളയും. അതുകൊണ്ട് തന്നെ പാരസൈറ്റിന് ബുദ്ധിയുണ്ട്. ഇപ്പൊ പ്രതികരിച്ചാൽ പണി കിട്ടുമെന്ന് പാരസൈറ്റിന് അറിയാം. അതുകൊണ്ട് തന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്, അതായത് നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അഥവാ ഈ മ്യൂസിയത്തിന്റെ പുറത്ത് മറ്റേ ബഡ്ഡി നമ്മുടെ ഹണ്ടിങ് ഡോഗിനെ കുത്തി കൊല്ലുകയാണ്. ഒരു റെയിൻകോട്ടൊക്കെ ധരിച്ചിട്ട്. കാരണം ദേഹത്ത് രക്തമാവാൻ പാടില്ല. കുത്തി കൊല്ലുന്നുണ്ട്. ഈ ഹണ്ടിങ് ഡോഗ് പുറത്തോട്ടിറങ്ങി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഇന്നേരം തന്നെ ആ ഹണ്ടിങ് ഡോഗ് അതിന്റെ കയ്യിലിരിക്കുന്ന റിമോട്ടിൽ ഞെക്കുന്നുണ്ട്, കീ എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കാനായിട്ട് ബോസ് ലേഡി എടുത്ത്. എന്നാലും ബോസ് ലേഡി വിചാരിക്കുന്നത് അടുത്ത പാരസൈറ്റിനെ കിട്ടിയെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോ മലയുടെ മണ്ടയിൽ നിൽപ്പുണ്ട്. അതായത് ഈ ബഡ്ഡി അങ്ങനെ കുത്തിക്കൊല്ലുന്നത് ബോസ് ലേഡീന്റെ ഹസ്ബൻഡായ ഹണ്ടിങ് ഡോഗിനെ. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അകത്ത് അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്ത് ഹീറോയിനെ എല്ലാവരും വളഞ്ഞേക്കുമല്ലേ. ഇത് കണ്ടിട്ട് ഹൈഡി അകത്ത് പോവാണ്, ഹീറോയിൻ പുറത്ത് വരാണ്. അതോടെ തന്നെ ഹീറോയിൻ ബോധം കെട്ട് തറയിൽ വീഴാണ്. അതായത് ഹൈഡിക്ക് കുറച്ച് നേരെ പുറത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസത്തിൽ കുറച്ച് നേരെ പുറത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ ടൈമും ഹീറോയിൻ ആയിരിക്കും പുറത്തുള്ളത്. മനസ്സിലായോ? എന്തായാലും ബോധം കെട്ട് കിടക്കുമ്പോൾ ഡിറ്റക്റ്റീവ് അങ്ങോട്ട് ഓടി വരികയാണ്. എന്നിട്ട് എല്ലാവരോടും മാറി നിൽക്കാൻ പറയാണ്. പക്ഷെ ഇവരൊന്നും മാറി നിൽക്കുന്നില്ല. ഇത് പാരസൈറ്റ് ആണെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് മാറാൻ പറയാണ്. മാറിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനും പറയുന്നുണ്ട്. എന്നാൽ ഡിറ്റക്റ്റീവ് പറയുന്നത് ഡോക്ടർമാരെ കൊണ്ടുപോവാ ഈ പെൺകുട്ടീനെ രക്ഷിക്കണമെന്നാണ്. ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഡിറ്റക്റ്റീവിന്റെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല. ഇതേ സമയം ബോസ് ലേഡി പുറത്തു വന്ന് നോക്കുകയാണ്. അതായത് മറ്റേ റിമോട്ടിൽ കീക്കി അടിച്ചല്ലോ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് വേറെ പാരസൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ കൊല്ലാനായിട്ട് ചെന്നേക്കുകയാണ്. എന്നാൽ ചെന്ന് നോക്കുമ്പോൾ ഹണ്ടിങ് ഡോഗ് മരിച്ചു കിടക്കുകയാണ്. ആ ഹെൽമെറ്റ് വലിച്ചു വരുമ്പോൾ അതിന്റെ തലയൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ് കേട്ടോ. കെമിക്കൽ അടിച്ചടിച്ച് എന്താ പറയാ ഒരുമാതിരി ആയിട്ടുണ്ട്. എന്തായാലും ബോസ് ലേഡിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഭർത്താവിന്റെ ബോഡിയാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുവെങ്കിലും അതിന്റെ ബോഡിയാണ്. അതിന്റെ സങ്കടത്തിലും ദേഷ്യത്തിലും ആ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. ഇവിടെ ബോസ് ലേഡി വരുന്നത് കണ്ടിട്ട് ഹീറോ ഓടി കാട്ടിന്റെ അകത്തോട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവനൊരു ഗ്യാങ്സ്റ്ററിലെ കൂട്ടത്തിൽ പെടുന്നതാണ്. അവനെ കണ്ട പോലീസ് പൊക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് അവൻ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോവുകയാണ്. ഈ നേരം ബഡ്ഡി ആരും അറിയാതെ ആ പട്ടാളത്തിന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ആരും അറിയാൻ പാടില്ലല്ലോ ബഡ്ഡിയാണ് കൊന്ന എന്നുള്ള രഹസ്യം. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്തായാലും അതേ നേരം അങ്ങോട്ട് ബോസ് ലേഡി വരികയാണ്. ബോസ് ലേഡിയുടെ കയ്യിൽ ആ ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് കരയാണ്. ഡിറ്റക്റ്റീവ് സ്വന്തം മോളെ പോലെ കണ്ട ഒരു പെൺകുട്ടിയാണ്. ഇത് പാരസൈറ്റ് അല്ല എന്ന് വിളിച്ച് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നാൽ ആരും ഇത് കേൾക്കാതെ ഡിറ്റക്റ്റീവിനെ കുറച്ച് പോലീസുകാർ അല്ലെങ്കിൽ സോൾജേഴ്സ് പിടിച്ച് മാറ്റുകയാണ്. ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നിട്ട് ബോസ് ലേഡി ആ ഹെൽമെറ്റ് എടുത്ത് ഹീറോയിന്റെ തലയിൽ ഇട്ടിട്ട് ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം ബോസ് ലേഡി കണ്ടതാണ് അവളൊരു പാരസൈറ്റ് ആണ് എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനെ എല്ലാവരും കൂടെ പിടിച്ച ശേഷം ആ പോലീസും ഡിറ്റക്റ്റീവും എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് ഈ സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഫോൺ കോൾ ചെയ്യാണ്. അതായത് അവിടെ വീഡിയോ കോൾ ചെയ്യാണ്. എന്നിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് എന്താ പറയാ പാരസൈറ്റ് എന്നൊക്കെ ബോസ് ലേഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡിറ്റക്റ്റീവ് പറയുന്നത് അവളെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, മുടി പിന്നി നോക്കിയായിരുന്നു. എന്നിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ മുടിയൊന്നും മാഞ്ഞു പോകുന്നില്ല. പിന്നെ ഒരു സാധാരണ മനുഷ്യനെ എന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചേക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ എന്ന്. ഡിറ്റക്റ്റീവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഡിറ്റക്റ്റീവ് സ്വന്തം മോളെ പോലെ കാണുന്ന ഒരു കുട്ടീനെയാണ് ഇവർ പിടിച്ചിങ്ങനെ വെച്ചേക്കുന്നത് കൂട്ടിലാക്കിയിട്ട്. എന്നാൽ ബോസ് ലേഡി ഇത് കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡി ഇതിനെ എതിർത്ത് പറയാണ്, ഞാനിത് കണ്ടതാണ്. എന്നാൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ അത് വന്നിട്ടില്ല. എന്നിട്ട് ആ ടെസ്റ്റ് റിപ്പോർട്ട് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരെ എടുത്ത്
എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ടെസ്റ്റ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാണോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ശരീരം എങ്ങനെയാണോ അത് കണക്ക് തന്നെയാണ് ഹീറോയിന്റെ ശരീരം. പക്ഷേ ബോസ് ലേഡി കണ്ടിട്ടുണ്ട്, അതായത് പാരസൈറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ പറയാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഹീറോയിനെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട്, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അവിടെ കൊണ്ടുചെല്ലാനായിട്ട്, ഹീറോയിനെ കൂടുതൽ പഠിക്കാനായിട്ട്. അതായത് എവളെ പഠിക്കാന്ന് വെച്ചാല് എവളെ കീറിയായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനെ കീറി മുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇത് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ബഡ്ഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ അവിടെ കൊണ്ടുപോയ എന്തായാലും അവളെ കൊന്നു കളയുമെന്ന്. ഇത് മനസ്സിലാക്കിയതോടെ ഡിറ്റക്റ്റീവ് ആകെ ടെൻഷൻ അടിച്ച് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബോസ് ലേഡി ഉണ്ടല്ലോ, ബോസ് ലേഡി ഒരുമാതിരി പുച്ഛ ഭാവത്തില് ഡിറ്റക്റ്റീവിനെ നോക്കി കളിയാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. സ്വന്തം മോളെ പോലെ കാണുന്ന ഒരു കുട്ടീനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരാളോട് പെരുമാറുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും ബോസ് ലേഡി അങ്ങനെയാണ് പെരുമാറിയത്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിന്റെ ദേഹത്തൊക്കെ പാരസൈറ്റ് കയറിയതല്ലേ. അതുകൊണ്ട് തന്നെ പാരസൈറ്റിനോട് ഒരു ദേഷ്യമുണ്ട്. പിന്നെ ബോസ് ലേഡി വിചാരിച്ചിരിക്കുന്നത് ഹീറോയിന് കോൺഷ്യസ്നെസ് ഇല്ലെന്നാണ്. കാരണം പാരസൈറ്റ് കയറിയ എല്ലാവരും പാരസൈറ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ ഹീറോയിൻ അങ്ങനെയല്ല, അവൾക്ക് സ്വയമായ ഒരു ബോധമുണ്ട്. അത് ഈ ലേഡിക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിനെ ഒരു കണ്ടെയ്നറിനകത്ത് ആക്കിയൊക്കെയാണ് കേട്ടോ. ചുറ്റും കുറെ പെട്ടിയൊക്കെ വെച്ച് കവർ ചെയ്ത്, അതുപോലെ തന്നെ അവളുടെ ദേഹത്ത് സ്പെഷ്യൽ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. മറ്റേ 100 ഡോഗിന് ഏത് ഡ്രസ്സാണോ ഇട്ടേക്കുന്നത് ആ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറെ പട്ടാളക്കാര് എവളെ നോക്കാനായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനില് ഹീറോയിൻ ഏതോ ഒരു മായാലോകത്ത് നിൽക്കുകയാണ്. അവിടെ തന്നെ അവളെ പോലെ ഇരിക്കുന്ന വേറൊരു ലേഡി ഉണ്ട്. എന്നാൽ പുകമയായിട്ടാണ് നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, അവളുടെ ഉള്ളിലുള്ള പാരസൈറ്റ് ആണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിരിക്കുന്നത് അവളുടെ സെൽഫ് കോൺഷ്യസ്നെസ്സിനകത്താണ്, അവളുടെ ഉൾബോധത്തിനകത്താണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അവിടെ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോയല്ലേ പറ്റത്തുള്ളൂ. എന്നാലേ രണ്ടുപേർക്കും സർവൈവ് ചെയ്യാൻ പറ്റൂ, അതായത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പാനിക് അറ്റാക്ക് വരുത്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് മറ്റേ പാരസൈറ്റ് ചോദിക്കുന്നുണ്ട്, അതായത് ഹൈഡി. എന്നിട്ട് ആ തല തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടതോടെ ഇവള് ഈ ബോധത്തിൽ പേടിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യാഘാതം പുറത്താണ് അനുഭവപ്പെടുന്നത്. അതായത് പുറത്ത് പട്ടാളക്കാർക്ക് ഇവളുടെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ചെറുതായിട്ട് ഹേർട്ട് റേറ്റ് കൂടുന്നുണ്ട്. 80 നേരെ 122 പോയിട്ടുണ്ട്. അതായത് നല്ലൊരു ഹൈ റേസ് ആണ്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ എത്ര പൊങ്ങി പോകുന്നോ അത്രയും വന്നിട്ടുണ്ട്. എന്നാൽ ഇതവർ മൈൻഡ് ചെയ്യുന്നില്ല, ചെറിയൊരു പൊങ്ങലല്ലേ, അത് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. എന്തായാലും വീണ്ടും അവിടെ ഉത്ബോധത്തിൽ കാണുകയാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഹൈഡി അത്ര മോശ വ്യക്തിയൊന്നുമല്ല, നല്ലൊരു വ്യക്തിയാണ്. എന്നാലും മറ്റുള്ളവരുടെ ദേഹത്ത് കയറി ജീവിക്കുന്ന ഒരു ജീവി. അങ്ങനെ ഉത്ബോധത്തിൽ ഹൈഡി ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ് ഹീറോയിന്. അതായത് അന്ന് ഹീറോയിനെ 10ാമത്തെ വയസ്സിൽ അച്ഛനെ ഉപദ്രവിച്ചില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ പോലീസുകാരെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരാണ് ഹീറോയിനെ പുറത്തു കൊണ്ടുവന്നത് അവളെ നോക്കാനായിട്ട്. അപ്പം ചുറ്റുമുള്ള നാട്ടുകാരെല്ലാരും അവളെ ഒരുമാതിരിയാണ് നോക്കിയത്. സ്വന്തം അച്ഛനെ റിപ്പോർട്ട് ചെയ്ത് പോലീസുകാരനെ കൊണ്ട് പിടിപ്പിച്ച ഒരു കുട്ടിയായിട്ടാണ് എല്ലാവരും നോക്കുന്നത്. അതായത് ഇതിനെല്ലാം കാരണം ഹീറോയിൻ ആണോ എന്നുള്ള രീതിയിലാണ് നാട്ടുകാരെല്ലാരും നോക്കുന്നത്. പക്ഷേ അവളുടെ അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടാണ് അവൾ പോലീസിനെ വിളിച്ച് പറഞ്ഞത്. ഈ ഒരു കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ട് കേട്ടോ. അവള് പറയുന്നുണ്ട്, എന്നെ ആർക്കും വേണ്ട, അമ്മയ്ക്ക് പോലും എന്നെ വേണ്ട, എല്ലാരും എന്നെ ഒഴിവാക്കിയിട്ട് പോവുകയാണ്, ഞാൻ ദൈവത്തിന് പോലും വേണ്ടാതെ ജനിച്ചൊരു കുട്ടിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഉത്ബോധത്തിൽ നടക്കുമ്പോൾ പുറത്ത് നമ്മൾ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ഡിറ്റക്റ്റീവിന്റെ കൂട്ടാളികളായ പോലീസുകാർ വന്ന് പറയുന്നുണ്ട്, അതായത് ഹീറോന്റെ കാര്യം. ഹീറോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ ഡീറ്റെയിൽസ് എല്ലാം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അവനൊരു ഗ്യാങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുണ്ടയാണ്. അതുപോലെ തന്നെ ഇപ്പൊ 2 ഗ്യാങ് വാറിൽ ഒരു ഗ്യാങ്ങിനെ കൊല്ലാൻ പോയപ്പം, അല്ലെങ്കിൽ ഒരു ബോസിനെ കൊല്ലാൻ പോയപ്പം ആ ബോസും 2 ബോസും കൂടി ഇട്ട് പണി കൊടുത്ത് ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ 2 ബോസും അവനെ കൊല്ലാൻ നടക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പോലീസുകാർ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഡിറ്റക്റ്റീവ് ആണ് ഹീറോനെ പിടിക്കാനായിട്ട് പോണത്. അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പോവാണ്. അതുപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അവിടെ പോയിട്ട് അവനെ പൊക്കണം. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോവാണ്. പോണതിന് മുമ്പ് ബാക്കിയുള്ള പോലീസുകാരോട്, അതായത് ഡിറ്റക്റ്റീവിന്റെ കൂട്ടരോട് പറയുന്നുണ്ട് ഈ കാര്യം ബോസ് ലേഡി അറിയാൻ പാടില്ല എന്ന്. ഇതും പറഞ്ഞിട്ടാണ് ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും ഹീറോ റെയിൽവേ സ്റ്റേഷനിലോ, സോറി ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ അല്ല, ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ, ബസ് സ്റ്റാൻഡ് ആണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് വായിൽ വന്നു, എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഇനി ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യണം? അല്ല വേണ്ട, നിങ്ങളിത് ഓർത്താൽ മതി, ബസ് സ്റ്റാൻഡ് ആണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് അവൻ ഫോണിൽ സെർച്ച് ചെയ്യാണ്, അതായത് ഈ പാരസൈറ്റിനെ പറ്റി ഇന്റർനെറ്റിൽ വന്നിട്ടുണ്ടോന്ന്. എന്നാൽ ഇതിനെ പറ്റിയൊന്നും ഇന്റർനെറ്റിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫോണൊക്കെ മാറ്റി വെച്ച് ബസ്സിൽ ചെന്ന് കയറാണ്. ബസ്സിൽ ചെന്ന് ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം ആ ബസ്സിലോട്ട് നമ്മളെ ഡിറ്റക്റ്റീവ് കയറി വരികയാണ്. ഇവനെ വിലങ്ങ് വയ്ക്കുകയാണ്. ഇവനെ ഇറങ്ങി ഓടാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റിയില്ല, ഇവനെ വിലങ്ങ് വയ്ക്കുകയാണ്. ഇതിനുശേഷം ഡിറ്റക്റ്റീവ് അവനെ പിടിച്ചോണ്ട് വന്ന് കാറിൽ കയറ്റുകയാണ്. കാറിൽ കയറ്റുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ താല്പര്യമില്ല, അവിടെ മൊത്തം പാരസൈറ്റ് എന്നാണ്. എന്നാൽ ഡിറ്റക്റ്റീവ് മറുപടി പറയുന്നത് അവിടെ പാരസൈറ്റ് ഒന്നുമില്ല, എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. ഇവൻ വിചാരിക്കുന്നത് മറ്റേ ബഡ്ഡി പാരസൈറ്റ് ആയതുകൊണ്ടാണ് 100 ഡോഗിനെ കൊന്നതെന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന് ഡൗട്ട് അടിച്ചിട്ട് ഫോണിലുള്ള ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്, ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആണോ പാരസൈറ്റ് എന്ന്. അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് ബഡ്ഡീനെ തന്നെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഇത് കണ്ടതോടെ ഡിറ്റക്റ്റീവിന് വിശ്വസിക്കണമെന്നുണ്ട്, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്തായാലും ഡിറ്റക്റ്റീവ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ നേരെ ബഡ്ഡി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു സോൾജറിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയിനെ എപ്പോഴും കണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് കൊണ്ടുപോകത്തില്ലേ, ആ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി
മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആരും കാണാതെ ഫോൺ എടുത്ത് പാസ്റ്ററിനെ വിളിക്കുകയാണ്, പാരസൈറ്റ് പാസ്റ്ററിനെ. എന്നിട്ട് അങ്ങേരോട് പറയാണ് രാത്രിയാണ് ബസ്സിൽ കൊണ്ടുവന്നത്, എങ്ങനെയൊക്കെ തടുക്കണമെന്ന്, അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാരസൈറ്റ് പറയാണ് ഉണ്ട്, ഞങ്ങൾ രാത്രി നോക്കിക്കോളാം, ഇതെല്ലാം ഇതിന്റെ തുടക്കമാണ്. ഇതും പറഞ്ഞിട്ട് തൊട്ടടുത്ത് കിടന്ന ഒരു സ്പ്രേ പെയിന്റ് എടുക്കുകയാണ് പാരസൈറ്റ്, പാസ്റ്റർ പാരസൈറ്റ്. എന്നിട്ട് പുറത്ത് വന്നിട്ട് അവര് ഒളിത്താവളമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ ഷെഡില്ലേ അതിന്റെ പുറത്ത് ഈ സിമ്പൽ വരച്ചു വയ്ക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു ഒഫീഷ്യൽ സിമ്പൽ ആണ് കേട്ടോ ഈ പാരസൈറ്റിന്റെ. എന്തായാലും ഇതിനുശേഷം ഹീറോയിന്റെ ഉത്ബോധമാണ് കാണിക്കുന്നത്. ഹീറോയിനും നമ്മുടെ ഹൈഡി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ആ നേരം ഹീറോയിൻ കാണുന്ന ഫ്ലാഷ് ബാക്ക് എന്താന്ന് വെച്ചാൽ ഹീറോയിന്റെ അമ്മ ഒരു ദിവസം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, 2ാം കെട്ടാണ് കേട്ടോ. അതിൽ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി. അങ്ങനെ ഭർത്താവിനെയും ആ ആൺകുട്ടീനെയും കാറ് കേട്ടിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇതെല്ലാം കണ്ടോണ്ട് ഹീറോയിൻ കുട്ടിക്കാലത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് ആ ലേഡി കാണുന്നുണ്ട്, അതായത് ആ അമ്മ വന്നിട്ട് ഹീറോയിന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ് നീ ഇനി ഇവിടെ വരാൻ പാടില്ല എന്ന്. അതായത് കുറച്ച് പൈസ കൊടുത്തിട്ട് അമ്മയെ കാണാൻ വന്നപ്പം അങ്ങനെ ഒരു പെരുമാറി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം അവള് കാണുന്നുണ്ട്. അതായത് ഹൈഡി അവളുടെ ഉത്ബോധത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം അവളുടെ വിഷമങ്ങളാണ് കേട്ടോ. ഇത് കണ്ടതോടെ അവൾക്ക് ആകെ വിഷമമാണ്. അവൾ വീണ്ടും പറയാണ് എന്നെ ആർക്കും വേണ്ട, സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ വേണ്ടാന്ന്. എന്നാൽ പാരസൈറ്റ് പറയുന്നത്, അതായത് ഹൈഡി പറയുന്നത്, നിന്റെ അമ്മയുടെ ഓർമ്മകളിലെല്ലാം മോശപ്പെട്ട ഓർമ്മകളാണ്. നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ ഉപദ്രവിക്കുമായിരുന്നു, ആ സമയത്തുണ്ടായ കുട്ടിയാണ്, അതുകൊണ്ടാണ് നിന്നോട് ഇത്ര വെറുപ്പെന്ന്. അങ്ങനെ പാരസൈറ്റ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ഇതെല്ലാം ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് രണ്ട് വ്യത്യസ്തമാണ് കേട്ടോ അവർ ചിന്തിക്കുന്നത്. ഹീറോയിൻ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ പാരസൈറ്റ് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം ഹീറോയിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്താന്ന് വെച്ചാൽ, അതായത് ഉപദ്രവിക്കുന്ന ഒരാളുടെ മോളല്ലേ, അതുകൊണ്ടാണ് അത് എന്താ പറയാ ബുദ്ധിപരമായിട്ട് ഹൈഡി ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുറത്ത് ഡിറ്റക്റ്റീവ് ഹീറോനെയും കൊണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ കാർ ഒതുക്കിയിട്ട് ഇവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതായത് ഇവൻ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഹീറോയിന്റെ ദേഹത്ത് പാരസൈറ്റ് കയറിയിട്ടുണ്ട്. എന്നാൽ അവൾ പകുതി മനുഷ്യനും പകുതി പാരസൈറ്റ് ആണ്. പാരസൈറ്റിന് കുറച്ച് നേരെ പുറത്ത് നിൽക്കാൻ പറ്റൂ, എന്നാൽ കൂടുതൽ ടൈം ഹീറോയിൻ ആയിരിക്കും പുറത്ത് കൂടുതൽ നിൽക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവൾ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ പോലാണ് ചിന്തിക്കുന്നത്. അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ പാരസൈറ്റ് അവളുടെ ഉള്ളിലുണ്ടെന്ന്. അതായത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പം ആ പാരസൈറ്റ് പുറത്ത് വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തും. ഇത് അവൻ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഡിറ്റക്റ്റീവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും ഡിറ്റക്റ്റീവ് ചിന്തിക്കുന്നത് അവൾ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്, അതുപോലെ തന്നെ അവൾക്ക് പ്രശ്നം വരുമ്പോഴല്ലേ ആ പാരസൈറ്റ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണപ്പെട്ട ഒരു പെൺകുട്ടീനെ കീറി മുറിച്ച് പഠിക്കാൻ പാടില്ല എന്ന് ഡിറ്റക്റ്റീവ് മനസ്സിൽ ചിന്തിച്ചിട്ട് അവന്റെ ആ കയ്യിലിട്ടേക്കുന്ന ബലം അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ് നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഇവിടെ ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്നെ സഹായിക്കാം ഹീറോയിനെ രക്ഷപ്പെടുത്താനായിട്ട്. പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം ഡിറ്റക്റ്റീവ് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാണ് നീ മറന്നുപോയോ, നീ കൂടെ നിന്ന് നിന്റെ ഗ്യാങ് നിന്നെ ചതിച്ച്, അതുപോലെ നിന്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ച്, നിന്റെ സിസ്റ്ററും നിന്റെ അനിയത്തിയും എല്ലാവരും നിന്നെ വിട്ടു പോയി, എല്ലാം ഈ പാരസൈറ്റ് ആണ് കാരണം. ഇതെല്ലാം നിനക്ക് വിട്ടുകൊടുക്കണോ, അതോ ഇതിനെല്ലാം പ്രതികാരം ചെയ്ത് ഹീറോയിനെ രക്ഷിച്ച് എന്റെ കൂടെ നിൽക്കണോ? കുറച്ചു നേരം അവ അങ്ങോട്ട് നടന്നിട്ട് അവന്റെ എന്താ പറയാ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ആരും ഇല്ലാത്ത സമയത്ത് ഹീറോയിനാണ് അവന്റെ കൂടെ നിന്നിട്ടുള്ളതും അവനെ രക്ഷിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അവന്റെ മനസാക്ഷി സമ്മതിക്കാതെ തിരിച്ചു വന്ന് കാറിൽ കയറാണ്. ഡിറ്റക്റ്റീവിന് അറിയായിരുന്നു അവനൊരു നല്ല പയ്യനാ തിരിച്ചു വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ രക്ഷിക്കാൻ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രിയാണ് ഹീറോയിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. എന്തായാലും അവരുടെ പ്ലാൻ പ്രകാരം രാത്രി അവർ രണ്ടുപേരും അവിടെ വന്നിട്ടുണ്ട്. പ്ലാൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഹീറോ ഒരു തൊപ്പിയൊക്കെ ധരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. എന്നാൽ അവന്റെ കയ്യിൽ ഒരു ആക്സസ് കാർഡ് ഡിറ്റക്റ്റീവ് കൊടുക്കും. അത് ഉപയോഗിച്ചിട്ട് അവിടുത്തെ റൂമിൽ കയറണം. ആ റൂമിൽ കയറുമ്പോൾ ചിലപ്പം അവിടെ പോലീസുകാർ കാണും. ചുമ്മാ പോലീസുകാരല്ല, ഫിറ്റ് ആയിട്ടുള്ള നല്ല ജിമ്മന്മാരായിട്ടുള്ള പോലീസുകാരും. അവരുമായിട്ട് ഏറ്റുമുട്ടണം. ഇനി അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റിയില്ലെങ്കിൽ നിനക്കൊരു പെപ്പർ സ്പ്രേ തരാം, അത് കൊണ്ടുവന്ന് അവരുടെ മുഖത്തടിച്ച് രക്ഷപ്പെടണം. അങ്ങനെ പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അവിടുത്തെ പോലീസിനെ അടിച്ച് ബോധം കെടുത്താണ് അവിടുത്തെ സ്പെഷ്യൽ ഫോഴ്സിന്റെ യൂണിഫോം എടുത്തിട്ട് അതുവഴി നടന്നു പോവാണ്. നേരെ ചെല്ലുന്നത് കണ്ടെയ്നറിന്റെ അവിടെയാണ്. അവന്റെ മണ്ടയിൽ തന്നെ ഡിറ്റക്റ്റീവ് നിൽപ്പുണ്ട്. ഡിറ്റക്റ്റീവിന് ഹായ് കാണിക്കുന്നുണ്ട്, ഇതുവരെ നടന്ന എല്ലാ പ്ലാനും സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് ഒരു സോൾജറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല. ആ സോൾജറിന് വിശക്കുന്നുണ്ട്, കഴിക്കാൻ പോവാണ്. അപ്പൊ എന്താ ഫുഡ് എന്നൊക്കെ ചോദിച്ചിട്ട് ആ സോൾജർ അവിടെ നിന്ന് പോവാണ്. സോൾജറിന് ഡൗട്ടൊന്നും അടിച്ചില്ല. എന്തായാലും അവിടെ ആ റിമോട്ട് അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. ഈ റിമോട്ട് വേണം അടിച്ചു മാറ്റിയിട്ട് ഹീറോയിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. എന്തായാലും റിമോട്ട് അടിച്ചു മാറ്റാൻ നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ബോസ് ലേഡി വരുവാണ്. ബോസ് ലേഡി വന്നതോടെ അവൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ബോസ് ലേഡി വന്ന് ആ റിമോട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഹീറോയിന്റെ കൂടെ ആരെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ്ടേ, കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ തന്നെ ഹീറോയിന്റെ കൂടെ നിർത്താനായിട്ട് ആ കണ്ടെയ്നറിനുള്ളിൽ കയറ്റി വിടുന്നുണ്ട്. ഇപ്പം അവൻ ആ കണ്ടെയ്നറിനകത്ത് ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ ഹീറോയിനും ഉണ്ട്. ബോസ് ലേഡിക്ക് മനസ്സിലായില്ലായിരുന്നു അതായത് ഇതെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ബോസ് ലേഡി അവിടെ നിന്ന് പോകുമ്പോൾ ട്രക്കൊക്കെ എടുക്കാറായിട്ടുണ്ട്. ബോസ് ലേഡി ആ ട്രക്കിൽ കയറുന്നുണ്ട്. ഇത് കണ്ട ഡിറ്റക്റ്റീവിന് മനസ്സിലായി ആ പ്ലാൻ സക്സസ്ഫുൾ ആയില്ല, ആ മണ്ടനെ അവിടെ പിടിച്ചു വെച്ചേക്കാന്ന്. ഇത് കണ്ടതോടെ ഡിറ്റക്റ്റീവ് ഓടി വന്ന് കാറിൽ കയറുന്നുണ്ട് ആ ട്രക്കിന്റെ പിറകെ പോകാനായിട്ട്, ഹീറോയിന്റെ പിറകെ. എന്നാൽ ഇതേ നേരം ആ കാറിലോട്ട് ബഡ്ഡി കൂടെ വന്ന് കയറുകയാണ്. ബഡ്ഡി വന്ന് കയറിയപ്പോഴേ ഡിറ്റക്റ്റീവിന് പേടിയാവാണ്. അവനൊരു പാരസൈറ്റ് എന്നാണ് ഡിറ്റക്റ്റീവ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ പാരസൈറ്റ് അല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാവരും കൂടെ ഹീറോയിനെ കൊണ്ടുപോകാനായിട്ട് ട്രക്കും കാറും എല്ലാം എടുത്ത് പോകുന്നുണ്ട്. ഇവര് പോയി ലാസ്റ്റ് ഒരു പാലത്തിൽ ചെല്ലുന്നുണ്ട്. ആ പാലത്തിൽ ചെല്ലുമ്പം ആ പാലം മൊത്തം ബ്ലോക്ക് ആണ് കേട്ടോ വണ്ടികൾ കൊണ്ട്. അങ്ങനെ ഇതിനകത്തുള്ള കുറച്ച് സോൾജേഴ്സ് ഇറങ്ങി ചെന്ന് നോക്കുകയാണ് അവിടെ എന്താ നടക്കുന്നത്. നോക്കുമ്പോൾ 2 വണ്ടികൾ തട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് അവിടെ അനക്കമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അടുത്ത്
ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പാരസൈറ്റ് ആണ്. സമയമൊന്നും കിട്ടിയില്ല, അതിനു മുമ്പ് തന്നെ ഈ പാരസൈറ്റ് സോൾജേഴ്സിനെ എല്ലാം ആക്രമിക്കുകയാണ്. ഒരു പാരസൈറ്റ് ഒന്നും അല്ല, കുറെ പാരസൈറ്റ് ഉണ്ട്. കുറെ പാരസൈറ്റ് വന്നിട്ട് ഇവരുടെ പ്ലാൻ അനുസരിച്ച് എല്ലാരെയും കൊല്ലുകയാണ്. കാരണം ഈ ഹണ്ടിങ് ഡോഗിനെ കൊല്ലാതിരുന്നാല്, ഹണ്ടിങ് ഡോഗ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണ് കേട്ടോ. ആദ്യത്തെ ഹണ്ടിങ് ഡോഗിനെ കൊന്നിട്ടുണ്ട്, ഇപ്പൊ ഇത് രണ്ടാമത്തെ ഹണ്ടിങ് ഡോഗ് ആണ്. ഇവളെ കൊല്ലാതെ വിടുവാണെങ്കിൽ ബാക്കിയുള്ള പാരസൈറ്റിനെ എല്ലാം കൊന്നു കളയും വന്ന് കണ്ടുപിടിച്ചിട്ട്. അതായത് ഹീറോയിനെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ബാക്കിയുള്ള പാരസൈറ്റിനെ. അതുകൊണ്ട് ബാക്കിയുള്ള പാരസൈറ്റിനെല്ലാം ഇതൊരു പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാരും കൊല്ലാൻ വന്നിരിക്കുന്നത്. കുറെ അധികം പാരസൈറ്റ് വന്ന് ആക്രമിക്കുന്നുണ്ട്. എല്ലാ സോൾജേഴ്സിനും ഇറങ്ങി വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സോൾജേഴ്സും ഇറങ്ങി വർക്ക് ചെയ്യാണ്. ബോസ് ലേഡി ഉണ്ട്. ബോസ് ലേഡി ഡബിൾ ബാരലൊക്കെ ഇട്ട് ഓരോ പാരസൈറ്റിനും വെടിവെച്ച് ഇടുന്നുണ്ട്. എന്നാൽ എത്രയെന്നും പറഞ്ഞ് വെടിവെച്ച് ഇടാൻ പറ്റും? കുറെ ഉണ്ട് കേട്ടോ, കുറെ. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഒരു പാരസൈറ്റ് പറന്നു വന്നിട്ട് ഹീറോയിൻ ഇരിക്കുന്ന ആ ട്രക്കിൽ വരികയാണ്. എന്നിട്ട് ആ ഡ്രൈവറിനെ ഗ്ലാസ് വഴി കുത്തി കുത്തി കൊല്ലുകയാണ്. ഇപ്പൊ ഈ ഡ്രൈവർ മരിച്ചോണ്ട് തന്നെ ഡ്രൈവറെ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചേക്കാണ്. ട്രക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ തൊട്ട് ഫ്രണ്ടിൽ കിടന്ന കാറൊക്കെ ഇടിച്ചു മറിച്ച് അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നുണ്ട്. ഈ നേരം കണ്ടെയ്നറിന്റെ ബാക്ക് തുറക്കുന്നുണ്ട്. ഹീറോ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോഴാണ് അവൻ കാണുന്നത് ബോസ് ലേഡി ഒരു പാരസൈറ്റ് അടിച്ച് ബോധം കെടുത്തി ഒരു സൈഡിൽ ഇട്ടേക്കാണ്. പെട്ടെന്ന് തന്നെ ആ റിമോട്ട് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ബോസ് ലേഡിക്ക് ബോധം വന്നിട്ട് ബോസ് ലേഡി വന്ന് ഹീറോനെ പിടിക്കുന്നുണ്ട്. ആരടാ നീ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇവര് തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ് അവിടെ വന്നിട്ട്. ബോസ് ലേഡിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങോട്ട് കുറെ പാരസൈറ്റ് വന്നിട്ട് ബോസ് ലേഡി ആയിട്ട് വീണ്ടും ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. ഈ നേരം മുതലെടുത്ത് ഹീറോ അകത്ത് കയറുന്നുണ്ട്. എങ്ങനെയൊക്കെ അവളുടെ കെട്ടൊക്കെ അഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കിട്ടുന്നുണ്ട്, കുറച്ചധികം സമയം കിട്ടുന്നുണ്ട്. അവന് ഏതൊക്കെ സ്വിച്ച് നിൽക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഒരു പാരസൈറ്റ് വന്ന് ട്രക്കിന്റെ സൈഡൊക്കെ വലിച്ചിളക്കി കളയുന്നുണ്ട് ഹീറോയിനെ കൊല്ലാനായിട്ട്. എന്നാൽ അവ എങ്ങനെയൊക്കെയോ റിമോട്ട് ഞെക്കി ഹീറോയിനെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, ഒരു പോറൽ പോലും ഏക്കാതെ. എന്നിട്ട് അപ്പുറത്തെ റോഡിൽ കയറുമ്പോൾ ഒരു കാർ അതുവഴി വരുന്നുണ്ട്. എന്നിട്ട് ആ കാറിലുള്ള ആളോട് പറയാണ് ഞാൻ പോലീസാണ്, പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി കാർ ചെക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ഡി കാണുന്നുണ്ട്. ബഡ്ഡി അവര് പോണ കാറിനെ നോക്കി വെടിവെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ട വേറെ പാരസൈറ്റിനൊക്കെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ബഡ്ഡി പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് പാരസൈറ്റിന്റെ തന്നെ. അതുകൊണ്ട് പാരസൈറ്റിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാലും വെടിയൊന്നും കൊള്ളുന്നില്ല. എന്തായാലും അവരെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ബഡ്ഡി പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവിനോട് പറയാണ് കാർ ഇട്, നമുക്ക് പെട്ടെന്ന് പോവാന്ന്. അങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് ഡിറ്റക്റ്റീവും ബഡ്ഡിയും പിറകെ ചെല്ലുകയാണ്. ഏതോ ഒരു പവർ പ്ലാന്റിന്റെ കീഴിൽ കൂടെയൊക്കെയാ പോകുന്നത് കേട്ടോ. എന്തോ ഒരു സ്ഥലത്തിൽ കൂടെ പോകണം. അവരുടെ പിറകെ പെട്ടെന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഈ ബഡ്ഡി, അതായത് ബഡ്ഡിയാണ് കാർ ഓട്ടിക്കുന്നത്, ഒരു സൈഡിലോട്ട് കാർ വെട്ടിച്ച് മാറ്റി അങ്ങോട്ട് പോവുകയാണ്. ഡിറ്റക്റ്റീവിന് മനസ്സിലാവുന്നില്ല അവൻ എന്തായി ചെയ്യുന്നതെന്ന്. ചോദിക്കുകയാണ് അവനോട് നീ എന്തായി ചെയ്യുന്നത്, നീ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ. എന്നാൽ ഇവൻ മറുപടി ഒന്നും പറയാതെ കാർ ഒരിടത്ത് കൊണ്ടുവന്ന് ഒതുക്കുകയാണ്. ഒതുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബഡ്ഡി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് പാരസൈറ്റിന്റെ കീഴിലാണ്. ഈ നേരം ഹീറോയിനും കാറിൽ പോവുമല്ലായിരുന്നോ. ഹീറോയിന്റെ തലയിൽ കീ എന്ന് പറഞ്ഞ് ശബ്ദം അടിക്കുന്നുണ്ട്. ഹീറോയിന് മനസ്സിലായി അതായത് ഡിറ്റക്റ്റീവിനെ കൊണ്ടുവന്നിരിക്കുന്നത് പാരസൈറ്റിന്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇത് കണ്ടോണ്ട് ഹീറോയ്ക്ക് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഹീറോയിൻ ഓടി ചെല്ലുകയാണ് ഡിറ്റക്റ്റീവിന്റെ അടുത്തോട്ട്. പക്ഷെ കുറെ ദൂരം ഉണ്ട് കേട്ടോ, കുറെ ഓടണം. എന്നാലേ ഡിറ്റക്റ്റീവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഡിറ്റക്റ്റീവിനെയും ബഡ്ഡിനെയും കാണിക്കുമ്പോൾ ബഡ്ഡി ഓരോ കാര്യങ്ങൾ പറയാണ്. നമ്മൾ എത്ര നാളായിട്ട് പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ നാറികൾ നമുക്ക് എന്തുമാത്രം പൈസയാണ് തന്നിട്ടുള്ളത്, കുറച്ചെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ കുട്ടിയുടെ ട്യൂഷൻ ഫീസ് പോലും നോക്കാൻ പറ്റുന്നില്ല, അവരുടെ സ്കൂൾ ഫീസ് നോക്കാൻ പറ്റുന്നില്ല, ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മൾ കുറ്റവാളികളെ പിടിക്കാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ ഗവൺമെന്റ് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവ് പറ്റിയ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കൂ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്റെ വീട്ടിന്റെ വാതിലിന്റെ മുമ്പിൽ തന്നെ വന്ന് കൊട്ടി. അത് ഞാൻ തുറന്നു കൊടുത്തു. ഇപ്പൊ ഞാൻ പാരസൈറ്റിന്റെ കൂടെ നിൽക്കുന്നത്, നീയും കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഹീറോനെ വശത്താക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഇതിലൊന്നും വീഴുന്ന ആളല്ല. അയാൾ നല്ലൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഇത് എതിർക്കാണ്. ഈ നേരം സൈഡിൽ കൂടെ പാസ്റ്റർ അങ്ങോട്ട് നടന്നു വരികയാണ്. പാസ്റ്റർ വന്ന ഉടനെ ഹീറോ തോക്കെടുത്ത് പാസ്റ്ററിനെ ഷൂട്ട് ചെയ്യാണ്. പാസ്റ്റർ അവിടെ മരിച്ചു വീഴാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പാസ്റ്ററിന്റെ തലയാണെങ്കിൽ ഇളകി മാറുകയാണ്. പെട്ടെന്ന് പാരസൈറ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ എന്താ പറയാ ഡിറ്റക്റ്റീവിന്റെ തല വെട്ടി മാറ്റുകയാണ്. അതായത് ഡിറ്റക്റ്റീവിന്റെ മരണം ഇവിടെ ആയിട്ടോ. എന്നിട്ട് ഡിറ്റക്റ്റീവിന്റെ തലയുടെ ഭാഗത്ത് ഈ പാരസൈറ്റ് കയറിയിരിക്കുകയാണ്. ഡിറ്റക്റ്റീവിന്റെ ഒറിജിനൽ തല ദൂരോട്ട് തെറിച്ചു വീണപ്പം ഈ പാരസൈറ്റ് അവിടെ കയറിയിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ ഡിറ്റക്റ്റീവിന്റെ ബോഡിയിൽ ആ പാരസൈറ്റ് ആണുള്ളത്. ഇതും കണ്ടുകൊണ്ട് ഹീറോയിൻ അങ്ങോട്ട് ഓടി വരികയാണ്. ഹീറോയിന് രക്ഷിക്കാൻ പറ്റില്ല. ആ വിഷമത്തിൽ പെട്ടെന്ന് തന്നെ ഹൈഡി പുറത്ത് വരികയാണ്. ഹൈഡി വന്നിട്ട് മറ്റേ ആ പാരസൈറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതായത് ഇപ്പം ഡിറ്റക്റ്റീവിന്റെ ദേഹത്തുള്ള ആ പാരസൈറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് രണ്ടുപേർക്കും ജയിക്കാൻ പറ്റുന്നില്ല. രണ്ട് തുല്യരാണ് കേട്ടോ, പാസ്റ്ററും ഹൈഡി ആയിട്ട്. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവിന്റെ ശരീരം ആദ്യമായിട്ട് കിട്ടിയോണ്ടെന്നല്ല ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരെ ചോയ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്ററിനെ. എന്തായാലും ഇതേ നേരം മറ്റേ ബഡ്ഡി തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കുന്നുണ്ട് ഹൈഡിനെയും ഹീറോയിനെയും. എന്നാൽ അത് നടക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കാറുമായിട്ട് ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ അടി കൂടുന്ന അടുത്തോട്ട് കൊണ്ട് ഇടിക്കുകയാണ്. എന്നാൽ ആരുടെ ദേഹത്തും തട്ടുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഹീറോയിനെയും വിളിച്ചോണ്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവര് പോയ ഉടനെ പാസ്റ്ററും ബഡ്ഡിയും വന്ന് സംസാരിക്കുകയാണ്. പാസ്റ്റർ പറയുന്നുണ്ട് ഈ പോലീസുകാരന്റെ ശരീരം ഭയങ്കര വീക്കാണ്, നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയാലേ ഇനി നന്നായിട്ട് വർക്കാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ബഡ്ഡി ഉണ്ടല്ലോ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ കൂടെ നിന്നിട്ട് ചതിച്ച് അവനെ കൊന്നളഞ്ഞു. നാറിയാണ് അവൻ. പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും അവൻ. പിന്നെ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ട് കേട്ടോ. ആ കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഈ പൈസയൊക്കെ വാങ്ങിച്ചത്. അതിനൊരു ട്യൂഷൻ
പോലും അഫോർഡ് ചെയ്യാൻ ഇങ്ങനെ കൊണ്ട് പറ്റുന്നില്ല. എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്ത് ചെയ്യുമോ? നമ്മുടെ നാട്ടിലെ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ചെയ്യും? അവർക്കൊക്കെ നല്ല സ്ട്രെസ്സാണ് ഈ ജോലി ചെയ്തിട്ട്. എന്തോ അവരൊക്കെ അണ്ടർ പെയ്ഡ് ആണ്, അതുപോലെ തന്നെ നല്ല സ്ട്രെയിനും ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു ഈ പോലീസുകാരുടെ സ്ട്രെസ്സിനെ പറ്റിയിട്ടും അവർക്ക് അവധി കിട്ടാത്തതിനെ പറ്റിയിട്ടൊക്കെ. അവരും മനുഷ്യരാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ് കേട്ടോ. പുറം നാട്ടിലൊക്കെ പോലീസിന് 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് യൂണിഫോം ധരിക്കാത്തതും പിന്നെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, യൂണിഫോം ധരിക്കുന്ന ആൾക്കാർ മാത്രം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിന് ശേഷം ബോസ് ലേഡീനെ കാണിക്കുകയാണ്. ബോസ് ലേഡിക്ക് ആകെ ദേഷ്യമായി കേട്ടോ. അവിടെ നിൽക്കുകയാണ് ഇങ്ങനെ ട്രക്കില്. കാരണം 100 ഡോഗ് രക്ഷപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ബാക്കിയുള്ള പാരസൈറ്റിനെ പിടിക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പം ഹീറോയിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ ദേഹത്ത് ഹൈഡിയാണ് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഹൈഡിക്ക് അറിയാം ഹീറോയിന് നല്ല വിഷമമായിട്ടുണ്ടെന്ന്. കാരണം അച്ഛനെ പോലെ കണ്ട ഒരാളാണ് മരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈഡിയാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത്. ഹീറോയിന് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് റിക്കവർ ആയി വരാനായിട്ട്. ഈ നേരം ബഡ്ഡിയും മറ്റേ പാസ്റ്ററും, അതായത് ഡിറ്റക്റ്റീവിന്റെ ദേഹത്താണ് പാസ്റ്റർ ഉള്ളത്. അവര് ഒരു ചാക്കിനകത്ത് ഡിറ്റക്റ്റീവിന്റെ തല എടുത്തിടുന്നുണ്ട്. വെട്ടിക്കളഞ്ഞ ആ തലയില്ലേ, ഇനി ഈ തല തപ്പി പോലീസുകാർ വന്നാലോ? അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഡൗട്ട് അടിയില്ലേ, അതെടുത്ത് മാറ്റുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിന്റെ അനിയത്തി അവിടുത്തെ ഒരു ഡ്രൈവറുമായിട്ട് അങ്ങേർക്ക് കുറച്ച് സഹായം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവള് കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം പാക്ക് ചെയ്ത് സിറ്റിയിലോട്ട് പറഞ്ഞു വിടാനായിട്ട്. അപ്പൊ ആ ഡ്രൈവർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് നീ കാത്തു നിന്നാലും അവൻ നിങ്ങൾക്കൊരു സഹായം ചെയ്യത്തില്ല. അവൻ അങ്ങനെ ഒരു വൃത്തികെട്ടവനാണ്. നീ എങ്ങനെ നോക്കി നിൽപ്പുണ്ടോ? അവൻ നിന്നെയൊക്കെ വിളിച്ചിട്ട് എത്ര ദിവസമായെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ പറയാണ്. എന്തായാലും ഡ്രൈവറിനെ ടാറ്റയും പറഞ്ഞ് അവിടെ നിന്ന് അനിയത്തി പറഞ്ഞു വിടുകയാണ്. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ചേട്ടന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരനോട് ചേട്ടനെ കണ്ടായിരുന്നോ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ, ചേട്ടന്റെ നമ്പർ വല്ലതും ഉണ്ടോ, ഒന്ന് വിളിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു സഹായമായിരിക്കും. അതായത് കൂട്ടുകാരനെ വിളിച്ചിട്ട് നമ്പർ ചോദിക്കുകയാണ് ഹീറോന്റെ. എന്നാൽ കൂട്ടുകാരനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ കൂട്ടുകാരൻ പറയുന്നത് പറ്റുമെങ്കിൽ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു നോക്കുക. അവൻ കാണുവാണെങ്കിൽ അവൻ മെസ്സേജ് തിരിച്ച് റിപ്ലൈ തരുമെന്ന്. അങ്ങനെ നടന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്കും മൂത്ത സിസ്റ്ററും ആ പാസ്റ്ററും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കുറച്ചു നാൾ മുമ്പ് നടന്ന കാര്യങ്ങളാണ്. മൂത്ത ചേച്ചിക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അനിയത്തി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട്. ഇപ്പൊ അവള് വീട്ടിൽ വരുമ്പോ പാസ്റ്റർ നിൽക്കുകയാണ് അവിടെ. അപ്പൊ ഈ പാസ്റ്റർ പറയുന്നത് നിന്റെ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മാറ്റുമെന്നാണ്. എന്നാൽ ഈ പെൺകുട്ടി ഇച്ചിരി മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പറയാണ് ദൈവത്തിനെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി MRI തന്നെ എടുത്ത് നോക്കണമെന്ന്. ഈ ഏലിയൻസിന് MRI എന്ന് പറയുമ്പോൾ അലർജിയാണ്. എന്തായാലും അനിയത്തി ഇവരുടെ കൂടെ നിൽക്കത്തില്ല, ഇവരുമായിട്ട് അടുക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മറ്റേ രൂക്ഷമായിട്ട് നോക്കുന്ന ഒരാളുണ്ടല്ലോ, ആ പാരസൈറ്റ് അങ്ങോട്ട് വരികയാണ്. ഇവിടെ വെച്ച് തന്നെ ഈ പെൺകുട്ടീനെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. അവരുടെ തനി രൂപം പുറത്തു വന്നിട്ട് ഇവൾക്കൊരു പട്ടിക്കുട്ടിയുണ്ട് അനിയത്തിക്ക്. ആ പട്ടിക്കുട്ടിയെ പെട്ടെന്ന് അഴിച്ചു വിടുന്നുണ്ട്. കാരണം ഈ പാരസൈറ്റുകൾ ആ പട്ടിക്കുട്ടി എന്തെങ്കിലും ചെയ്താലോ, അതിനെ അഴിച്ചു വിട്ടിട്ടാണ് അവൾ ഓടി രക്ഷപ്പെടുന്നത്. ഇവൾ എത്ര ഓടിയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ നല്ല സ്പീഡുള്ള ജീവികളാണ്. ഇവൾ എങ്ങനെയൊക്കെ ഓടി ഒരു പാലത്തിന്റെ മണ്ടയിൽ വരുന്നുണ്ട്. ആ പാലത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ ചെറിയൊരു പൈപ്പ് ഉണ്ട് കേട്ടോ. അതിലൂടെ ഇറങ്ങി രക്ഷപ്പെടാന്ന് വിചാരിച്ച് അതിനകത്ത് കയറുമ്പോഴാണ് അവൾ കാണുന്നത് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ പൈപ്പ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ സമയം തന്നെ പിറകില് പാരസൈറ്റ് ആയിട്ടുള്ള സിസ്റ്ററും അതുപോലെ തന്നെ പാസ്റ്ററും വന്ന് നിൽപ്പുണ്ട്. അവൾക്ക് മനസ്സിലായി അവളുടെ മരണം അടുത്തെത്തിയെന്ന്. പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് ചേട്ടന് മെസ്സേജ് അയക്കുകയാണ്, എന്തൊക്കെ വന്നാലും ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്, വീട്ടിലോട്ട് വരാൻ പാടില്ലെന്ന്. അത് സെൻഡ് ചെയ്തോ ഇല്ലേ അതറിയാൻ പാടില്ല. ഇതിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് പാസ്റ്ററും സിസ്റ്ററും ഈ പെൺകുട്ടീനെ കുത്തിക്കൊല്ലുകയാണ് കേട്ടോ. വളരെയധികം ബ്രൂട്ടലായിട്ട് തന്നെ കൊന്നുകളയാണ്. ഇതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. ഹീറോ അവന്റെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. നേരത്തെ അനിയത്തി വിളിച്ചില്ലായിരുന്നു, ആ സെയിം കൂട്ടുകാരനെ വിളിച്ചിട്ട് അവനോട് സഹായം ചോദിക്കുകയാണ്. എടാ ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുകയാണ്, ഇപ്പൊ സ്റ്റേ ചെയ്യാൻ സ്ഥലമൊന്നുമില്ല, നിന്റെ വീട്ടിലോട്ടൊന്ന് വന്നോട്ടെ എന്ന്. എന്നാൽ അവൻ ഒരു മടിയും കൂടാതെ അവിടെ വന്ന് താമസിച്ചോളാൻ പറയുന്നുണ്ട്. അവനപ്പം വീട്ടിലില്ല, അവൻ വീട്ടിലില്ലെങ്കിൽ വീട്ടിൽ കയറിക്കൊള്ളാനും പറയുന്നുണ്ട്. ഈ നേരം ഹീറോയിൻ അവിടുത്തെ ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് മാറാണ്. അവൾക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ, ബാത്റൂമിൽ നിന്ന് കരയുന്നുണ്ട്. അവൾ അച്ഛനെ പോലെ കണ്ട ഒരു ഡിറ്റക്റ്റീവാണ് മരിച്ചു പോയിരിക്കുന്നത്. മരിച്ചു പോയതല്ല, കൊന്നതാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പം അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തു വരികയാണ്. എവനുമായിട്ട് നേരെ ആ കൂട്ടുകാരന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ഇന്നേരെ സിസ്റ്റർ ഉണ്ടല്ലോ, ഹീറോന്റെ സിസ്റ്റർ, പാരസൈറ്റ് ആയിട്ടുള്ള സിസ്റ്റർ, അവരുടെ റൂമിൽ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ എന്തോ ചെക്ക് ചെയ്യാണ്, എന്തോ മെസ്സേജ് ഒക്കെ. ഇനി അവരെവിടെ പോയെന്ന് വല്ലതും ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. നല്ല ബുദ്ധിയുള്ള ജീവികളല്ലേ. ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്യുന്ന വേറൊന്നുമല്ല, നമ്മൾ ഈ വാട്സപ്പ് വെബ് കമ്പ്യൂട്ടറിൽ എടുത്തിടത്തില്ലേ, അതുപോലെ തന്നെ അവന്റെ മെസ്സേജിന്റെ വെബ് ആ കമ്പ്യൂട്ടറിൽ എടുത്തു വെച്ചിട്ടുണ്ട് ലാപ്ടോപ്പിൽ. ഇത് ആ പാരസൈറ്റ് കാണുന്നുണ്ട്, കൂട്ടുകാരൻ അയച്ച മെസ്സേജ്. അപ്പൊ ഇവരെവിടെ പോയെന്ന് ആ പാരസൈറ്റിന് അറിയാൻ പറ്റും. ഇപ്പൊ പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ സ്പെഷ്യൽ ഓഫീസേഴ്സിന് അവിടുത്തെ ജനറൽ വഴക്ക് പറയാണ്. കാരണം ഹീറോയിൻ രക്ഷപ്പെട്ടു പോയില്ലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വഴക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൊറിയയിലെ ഏതോ വലിയൊരാള് അവിടെ മീറ്റിംഗിൽ കൂടിയിട്ടുണ്ട്. എന്തോ ഒരു മ്യൂസിക് ഫെസ്റ്റ് വരാൻ പോവാണ്. അവിടെ തന്നെ മേയറും വരുന്നുണ്ട്. മേയർ എന്ന് പറയുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ജനങ്ങൾ മേയർ പറയുന്നത് കേൾക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ മ്യൂസിക് ഫെസ്റ്റ് ക്യാൻസൽ ആക്കാൻ പറ്റത്തില്ല. മേയർ അവസാനത്തെ എന്താ പറയാ, അവസാനമായിട്ട് ഇരിക്കാൻ പോവാണ് മേയറായിട്ട്. അതുകൊണ്ട് തന്നെ ആ മ്യൂസിക് ഫെസ്റ്റ് ക്യാൻസൽ ആക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ വലിയ ആള് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇപ്പം ഇത് കേട്ട ജനറൽ ബോസ് ലേഡിയോട് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ പാരസൈറ്റിനെ എല്ലാം കൊല്ലണം, 3 ദിവസം നിനക്ക് സമയം തരാം.
കൊടുക്കാന്ന്, അതിനുള്ളിൽ എല്ലാരെയും പിടിച്ച് കൊല്ലണമെന്ന്. ഇപ്പം ബോസ് ലേഡി പറയുന്നത് നമുക്കെല്ലാം സെറ്റ് ചെയ്യാം, 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാരെയും കൊല്ലാന്നാണ്. എന്നാലും അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല എല്ലാരെയും പിടിച്ച് കൊല്ലാൻ പറ്റുമെന്ന്. ഇതെല്ലാം കേട്ടോണ്ട് തന്നെ ആ പാരസൈറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് അവിടെ ഇരിപ്പുണ്ട്. പാസ്റ്റർ ഇല്ലേ, പാസ്റ്ററാണ് ഡിറ്റക്റ്റീവിന്റെ തലയായിട്ട് അവിടെ ഇരിക്കുന്നത്. അയാൾ പറയുന്നുണ്ട് ഫുൾ സപ്പോർട്ടായിട്ട് ഡിറ്റക്റ്റീവും കൂടെ കാണുമെന്ന്. പാരസൈറ്റ് ആണ് കേട്ടോ, എന്തായാലും ചതിക്കും, അത് വേറൊരു കാര്യം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ബഡ്ഡിയും പാരസൈറ്റും പുറത്തിറങ്ങി വരികയാണ്, ഡിറ്റക്റ്റീവ് പാരസൈറ്റും. ബഡ്ഡി ഒരു കാര്യം എടുത്ത് കാണിക്കുന്നുണ്ട്, അതായത് ആ MRI സ്കാനാണ്, ഹീറോയിനെ സ്കാൻ ചെയ്തപ്പോൾ പാരസൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് കണ്ട പാരസൈറ്റ് പറയുന്നത്, അതായത് ഡിറ്റക്റ്റീവ് പറയുന്നത് അവളൊരു മ്യൂട്ടന്റ് ആണ്, ഉറപ്പാണ്, അതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന്. അതുമാത്രമല്ല അവള് സാധാ പാരസൈറ്റിനെ കാട്ടി പവർഫുൾ ആയിരിക്കും, നല്ല ബലമുള്ള, അതായത് ശക്തനായിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ ഡിറ്റക്റ്റീവിന്റെ ഫോണിലോട്ട് ഒരു കോള് വരാണ്. വേറെ ആരുമല്ല, സിസ്റ്ററാണ് വിളിക്കുന്നത്, അതായത് ഹീറോന്റെ സിസ്റ്ററാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ ആ പാരസൈറ്റിന്റെയും അതായത് ഹീറോന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ പോയി അവരെ പിടിച്ചോണ്ട് വരാം, അല്ലെങ്കിൽ കൊന്നു കളയാന്ന്. ഇത് കേട്ട ഉടനെ ഡിറ്റക്റ്റീവ് പറയുന്നത്, അങ്ങനെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റത്തില്ല, അത് ശക്തനായിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്, നോക്കിയും കണ്ടും അതിന്റെ അടുത്ത് നിൽക്കണമെന്ന്, ഇല്ലെങ്കിൽ അത് നിന്നെ കൊന്നു കളയും. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ബഡ്ഡി ഓരോ ഫീലിങ്സ്, എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പാരസൈറ്റിന്, ആൾക്കാരോട് പെരുമാറാനായിട്ട് ഡൗട്ട് തോന്നാതിരിക്കാന്. അതിന് എക്സ്പ്രഷൻ ഒന്നും ഇടാൻ അറിയത്തില്ല, ഒരു റോബോട്ട് പോലാണ് അത് പെരുമാറുന്നത്. ഇതിനുശേഷം ഹീറോനെയും കാണിക്കുകയാണ്. അവർ ബസ് ഇറങ്ങി നേരെ അവന്റെ വീട്ടിൽ വരികയാണ്, കൂട്ടുകാരന്റെ വീട്ടില്. പണ്ട് കൂട്ടുകാരനെ കുറെ ആൾക്കാർ ചേർന്ന് ഉപദ്രവിക്കുമായിരുന്നു, അപ്പൊ ആ കൂട്ടുകാരനെ എപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. ഇപ്പൊ ആ കൂട്ടുകാരൻ വളർന്ന് വലുതായി ഒരു ജിമ്മനായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. ഇതിനുശേഷം അവനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, എടാ നീ വരുമ്പോ 2 മില്യൺ വോൺ കൊണ്ടുവരണം, എനിക്ക് അത്യാവശ്യമാണ്. അതായത് അവന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ, വേറെ രാജ്യത്തോട്ട്. ഇനി പാരസൈറ്റിന്റെ കീഴിൽ ചെന്ന് കയറി കൊടുക്കാൻ അവന് പേടിയാണ്. അപ്പം ഹീറോയിൻ, നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ചധികം പണിയുണ്ട്, ഈ പോലീസിനെ എനിക്ക് സഹായിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോസ് ലേഡീനെ വിളിച്ചിട്ട് അവരെ സഹായിക്കാൻ പോവാണെന്ന്. എന്തായാലും അവിടുത്തെ TV ന്യൂസിൽ പറയുന്നുണ്ട്, അതായത് പാലത്തിൽ കുറച്ച് പാരസൈറ്റും മനുഷ്യരുമായിട്ട് അടി ഉണ്ടായിട്ടുണ്ട്, എന്ത് ജീവിയാന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ചിരിക്കണം. പിന്നെ ഇതിനായിട്ട് ജനറൽ വന്ന് സംസാരിക്കുന്നുണ്ട്, ജനങ്ങളോട് ജനറൽ ഉള്ള സത്യം എല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു പാരസൈറ്റ് വന്നിട്ടുണ്ട്, 3 ദിവസത്തിനകം എല്ലാവരെയും കൊല്ലുമെന്ന്. ഈ നേരം ബോസ് ലേഡിയുടെ കൂടെ തന്നെ പാരസൈറ്റ് ഡിറ്റക്റ്റീവും ബഡ്ഡിയും എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവര് കുറച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയാണ്, അതായത് അവരുള്ള ആ സിറ്റിയിൽ തന്നെയാണ് പാരസൈറ്റ് എല്ലാം ഉള്ളത്, അവരുടെ ഒളിത്താവളം അവിടെ ഉള്ളത്. അത് കണ്ടതോടെ അവിടെ പോയി ആക്രമിക്കാന്ന് പാരസൈറ്റ് പറയാണ്, പാരസൈറ്റ് ഡിറ്റക്റ്റീവ്. ഇവർക്ക് എന്തോ പ്ലാൻ ഉണ്ട് കേട്ടോ ഈ പാരസൈറ്റിന്, അതുകൊണ്ട് തന്നെ ബോസ് ലേഡിയെ സഹായിക്കുകയാണ്. ഇനി സഹായിക്കുന്നതാണോ ചതിയാണോ ഒന്നും അറിയാൻ വയ്യ. ഇവിടെ ഇതൊക്കെ നടക്കുമ്പം കൂട്ടുകാരന്റെ വീട്ടിൽ ഹീറോ അറിയാതെ അവന്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ബോസ് ലേഡിയെ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇവള് പോയ ഉടനെ ഹീറോ കണ്ണ് തുറക്കുന്നുണ്ട്. ഹീറോ ഇത്രയും നേരം ഉറക്കം അഭിനയിച്ച് കിടക്കുമായിരുന്നു. അവള് പോകുമെന്ന് അവൻ അറിയായിരുന്നു, എന്തായാലും അവൻ പിറകെ പോകുന്നൊന്നുമില്ല, എന്നാലും അവിടെ ഇരിക്കുകയാണ്, കിടക്കുകയാണ് അവിടെ. ഇത് കഴിഞ്ഞ് ബോസ് ലേഡിയെ കാണിക്കുകയാണ്. അവര് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതുവഴി ഇറങ്ങി നടക്കുമ്പം ഹീറോയിന്റെ ഫോൺ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവളെ പിടിച്ചപ്പം അവളുടെ ഫോൺ എവിഡൻസ് ആയിട്ട് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണിലോട്ട് കോൾ വരികയാണ്. ഇത് ചെന്ന് ബോസ് ലേഡി എടുക്കുകയാണ്. എടുക്കുമ്പോൾ ഹീറോയിനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കൂടെ തന്നെ 2 പാരസൈറ്റ് ഉണ്ട്, ഒന്ന് ബഡ്ഡിയും 2 ഡിറ്റക്റ്റീവാണ്, നിങ്ങൾ സൂക്ഷിച്ചോ. ഇത് പറയുമ്പോൾ ബോസ് ലേഡി പറയുന്നത്, ഞങ്ങൾ അവരെ എല്ലാവരും ചെക്ക് ചെയ്തായിരുന്നു, MRI സ്കാനിൽ ചെക്ക് ചെയ്തായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് നമ്മളെ ഒന്ന് സഹായിച്ചൂടെ, ഇങ്ങനെ പാരസൈറ്റ് ഉണ്ടെങ്കിൽ നീ ഒരു മ്യൂട്ടന്റ് ആണെന്നല്ലേ പറയുന്നത്, എന്തായാലും നമുക്ക് ഒരു സ്ഥലത്ത് കാണാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു കഫേയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചായക്ക് കുടിക്കുന്ന ഷോപ്പില്ലേ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ബിൽഡിംഗിൽ കിടന്നുറങ്ങുമ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൂട്ടുകാരൻ വരികയാണ്. കൂട്ടുകാരൻ വന്നപ്പോൾ തന്നെ അവൻ പേടിച്ച് ചാടി എണീക്കുന്നുണ്ട്, ആരും കണ്ട് ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട്. ഇനി പാരസൈറ്റാന്ന് വിചാരിച്ചാണ്. അപ്പൊ കൂട്ടുകാരൻ വന്ന ഉടനെ അവന്റെ അടുത്ത് പൈസ കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവനോട്, നിന്റെ അനിയത്തി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിനക്ക്, നീ ഇപ്പം നിന്റെ അനിയത്തിയുടെ ഫോണല്ലേ ഉപയോഗിക്കുന്നത്, അതിനകത്ത് ഡ്രാഫ്റ്റ് ആയിട്ട് കാണും ആ മെസ്സേജ് എന്താന്ന്, അത് എടുത്തു നോക്കാൻ പറയുമ്പോൾ അവൻ അത് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അന്ന് അനിയത്തി അയച്ച മെസ്സേജ് സെൻഡ് ആയിട്ടില്ല, അത് ഡ്രാഫ്റ്റ് ആയിട്ട് മെസ്സേജ് ബോക്സിൽ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പം ഹീറോ ഉപയോഗിക്കുന്നത് അനിയത്തിയുടെ ഫോണാണ്. അന്ന് ഡ്രോയറിൽ നിന്ന് ഫോൺ കിട്ടിയില്ലേ, അത് അനിയത്തിയുടെ തറയിൽ പോയ ഫോണാണ്, അത് പാരസൈറ്റ് എടുത്ത് വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അയച്ച മെസ്സേജ് ഇല്ലേ, അത് വാട്സപ്പ് വെബായിട്ട് അവിടെ കിട്ടിയിട്ടുള്ളത് പാരസൈറ്റിന്. ഇത് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, അതായത് എന്ത് വന്നാലും നീ വീട്ടിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. ഇത് കണ്ടതോടെ അവൻ ആകെ കുറ്റബോധം ആവുകയാണ്. അതുപോലെ ഡിറ്റക്റ്റീവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുകയാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നത് ഹീറോയിൻ മാത്രമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ കുറ്റബോധം അടിച്ചിട്ട് അവളെ എങ്ങനെയും രക്ഷിക്കണമെന്ന് അവന് മനസ്സിലൊരു തോന്നൽ വരികയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരന്റെ കാറിന്റെ കീ വാങ്ങിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഈ നേരം ബോസ് ലേഡി കഫേയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. കഫേയിൽ വന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ടോന്ന്. അപ്പൊ അവര് പറയുന്നത്, അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, അവര് കഴിച്ചേണ്ട ബില്ല് ഇത് കണക്കൊരു ലേഡി വന്ന് അയറ്റയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ബില്ല് എടുത്ത് കൊടുക്കുകയാണ്. ബോസ് ലേഡി അടച്ചതിന് ശേഷം ആ പെൺകുട്ടി എവിടാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെൺകുട്ടി ടെറസിന്റെ മണ്ടയിൽ
മണ്ടയിലാണ് കേട്ടോ. നേരെ ടെറസിൽ വരുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിനെ കാണുന്നില്ല. എന്നാൽ ഹീറോയിൻ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഹീറോയിൻ പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ പാരസൈറ്റ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, ചിലപ്പോൾ ചതിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ബോസ് ലേഡി ഇത് വിശ്വസിക്കുന്നില്ല. കാരണം ഡിറ്റക്റ്റീവ് ആണ് അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ആ പോലീസിനെ എതിർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നില്ല. എന്നാലും നമ്മൾ കണ്ടതാണ് അന്ന് രാത്രി ഡിറ്റക്റ്റീവിനെ കൊല്ലുന്നത്, കഴുത്തറുത്ത് കൊല്ലുന്നത്. ഇത് അവള് കരഞ്ഞുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതോടെ ഡിറ്റക്റ്റീവിന് വിശ്വാസമാവാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കുറെ പോലീസുകാർ ഹീറോയിനെ വന്ന് വളയുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല, പക്ഷേ നീ ഞങ്ങളെ സഹായിക്കണം ബാക്കിയുള്ള പാരസൈറ്റിനെ കൊല്ലാനായിട്ട്. എന്നാൽ ഹീറോയിന് മനസ്സിലായി അവൾ കുടുങ്ങിയെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ അവളുടെ ഹൈഡി പുറത്തു വരികയാണ്. അവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഓടി ഓടി ലാസ്റ്റ് ഹീറോനെ കാണുന്നുണ്ട്. ഹീറോ കാറുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കാറിൽ കയറി അവിടെ നിന്ന് പോവാണ്. ഈ നേരെ ബോസ് ലേഡിയും കുറച്ച് ഗാർഡ്സും അങ്ങോട്ട് വരികയാണ്. എന്നാൽ ഹീറോയിൻ കാറിൽ കയറി പോയത് ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പരതുകയാണ് അവൾ അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട്. എന്തായാലും അത്രയും ദൂരം ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും രക്ഷപ്പെട്ടതിന് ശേഷം അവർ കാറിൽ പോകുമ്പോൾ ഇപ്പൊ ഹൈഡിയാണ് ഹീറോയിന്റെ ദേഹത്തുള്ളത്. അവളാണ് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഹൈഡി പറയുന്നത് അവൾ ഇനി അടുത്ത 3 മണിക്കൂറത്തേക്ക് പുറത്തു വരത്തില്ല. അവളുടെ മിനിറ്റ് എല്ലാം അവൾ ഉപയോഗിച്ച് തീർത്ത്, അതായത് അവൾ പുറത്തു വരാനുള്ള സമയമെല്ലാം അവൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറത്തേക്ക് പുറത്തു വരത്തില്ല. നീയും അവളും ഒരു പ്രശ്നത്തിലും പോയി ചാടാൻ പാടില്ല. ഇതും പറഞ്ഞിട്ട് അവൾ ഷട്ട് ഓഫ് ആവുകയാണ്, ബോധം പോവുകയാണ്. ഈ നേരം കൂട്ടുകാരനെ കാണിക്കുകയാണ്. കൂട്ടുകാരന്റെ അപ്പാർട്ട്മെന്റിലോട്ട് സിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ വന്നപ്പോൾ കാണുന്ന അവൻ സാധാരണ രീതിയിലാണ് പെരുമാറുന്നത്. കാരണം കൂട്ടുകാരന്റെ സിസ്റ്റർ അല്ലേ, അതായത് ഹീറോന്റെ സിസ്റ്റർ അല്ലേ. സിസ്റ്റർ വന്ന ഉടനെ ചോദിക്കുന്നത് ഹീറോ എന്തെന്നാണ്. അപ്പൊ അവൻ പറയും ഹീറോ പുറത്തോട്ട് പോയി ഇപ്പം വരുമെന്ന്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് ഹീറോനെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട് സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ. ഇത് മനസ്സിലാക്കി ഹീറോ അവനോട് പറയുന്നത്, എടാ അത് സിസ്റ്റർ അല്ല, നീ സൂക്ഷിക്കണം, അത് വേറൊരു ജീവിയാ. എന്നാൽ അവൻ ഇതൊരു തമാശയായിട്ട് എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ സിസ്റ്ററിന്റെ രൂപം മാറുകയാണ്. അവന്റെ കഴുത്തിൽ ആ ടെന്റക്കിൾസ് വെച്ചേക്കാണ് അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. ഫോൺ എടുത്തിട്ട് ഹീറോനെയും വിളിക്കുന്നുണ്ട്, അവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടതോടെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഐഡിയോട് പ്രോമിസ് കൊടുത്തതാണ് ഒരു പ്രശ്നത്തിലും പോയി ചാടത്തില്ല എന്ന്. എന്നാൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്തായാലും ഹീറോയിൻ പറയുകയാണ്, അത് സാരമില്ല, നമുക്ക് പോയി അവനെ രക്ഷിക്കാം, നിന്റെ കൂട്ടുകാരനല്ലേ എന്ന്. പാരസൈറ്റുകൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അതായത് ഇപ്പൊ പാരസൈറ്റ് ആണോ ഹീറോയിൻ ആണോ പുറത്തുള്ളതെന്ന്. അവർക്ക് അവരുടെ ഉള്ളിൽ പാരസൈറ്റ് ഉണ്ടോ എന്ന് മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കി ഹീറോയിൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അവനെ പോയി രക്ഷിക്കാം, അവിടെ പോയി ഹൈഡിയായിട്ട് അഭിനയിച്ച് കാണിച്ചാൽ മതിയെന്ന്. ഇതനുസരിച്ച് അവർ അപ്പാർട്ട്മെന്റിൽ ചെല്ലുന്നുണ്ട്. അതായത് ഹീറോയിൻ ഡോർ പൂട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വന്ന് ഈ പെങ്ങളുമായിട്ട്, അതായത് സിസ്റ്ററുമായിട്ട് സംസാരിക്കുകയാണ്. സിസ്റ്റർ പറയുന്നത് നമുക്കൊരു മ്യൂട്ടന്റിന്റെ ആവശ്യമില്ല, മ്യൂട്ടന്റിനെ കൊല്ലണമെന്ന് പറഞ്ഞ് എവളെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹീറോ ഒരു എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് അങ്ങോട്ട് വരികയാണ്. അതെടുത്ത് അതിന്റെ ദേഹത്തെറിയാണ് സിസ്റ്ററിന്റെ. അതുപോലെ തന്നെ കൂട്ടാന്റെ അടുത്ത് പറയുന്നുണ്ട് ഇറങ്ങി ഓടിക്കോളാം. എന്നാൽ അവൻ ഇറങ്ങി ഓടുമ്പം അവളുടെ ടെന്റക്കിൾസ് ഇട്ട് അവനെ അടിച്ച് ദൂരോട്ട് ഇടുകയാണ്. അവന് ദേഷ്യം വന്നിട്ട് ഇതിനെ ചെന്ന് ആക്രമിക്കുകയാണ് കൂട്ടുകാരനെ. പക്ഷെ ഈ പാരസൈറ്റ് ഒന്നും നോക്കില്ല, അവന്റെ മുതുകത്ത് കുത്തി കൂട്ടുകാരനെ കൊന്നു കളയാണ്. പെട്ടെന്ന് തന്നെ ഹീറോനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവൻ ആകെ തകർന്നു പോയി. താഴെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഹീറോയിൻ വിളിച്ച് അവനെ കാറി കയറ്റി കാർ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോഴാണ് അങ്ങോട്ട് ആ പാരസൈറ്റ് സിസ്റ്റർ അങ്ങോട്ട് ഓടി വരുന്നത്. എന്നാൽ പാരസൈറ്റ് സിസ്റ്ററിനെ അവരെ പിടിക്കാൻ പറ്റിയില്ല. ഈ നേരം ബോസ് ലേഡി അവിടെ പ്ലാൻ ഇടുകയാണ്, എല്ലാ പാരസൈറ്റിനെയും കൊല്ലണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ടായിട്ട് ബഡ്ഡിയും അതുപോലെ തന്നെ പാരസൈറ്റ് ഡിറ്റക്റ്റീവും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ബോസ് ലേഡിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ ബോസ് ലേഡി അവരറിയാതെ ഒരു കത്രിക എടുക്കുന്നുണ്ട്. ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ബഡ്ഡിയുടെ തലയിലുള്ള മുടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട്, അവൻ അറിയാതെ. എന്നാൽ അവരെല്ലാവരും ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുടി ചെക്ക് ചെയ്യുമ്പോൾ ആ മുടിക്ക് കുഴപ്പമൊന്നുമില്ല, അത് മാഞ്ഞു പോകുന്നില്ല. ഇതോടെ ബോസ് ലേഡിക്ക് ഒരു ചിന്ത വരികയാണ്, ഇനി ഹീറോയിൻ കള്ളം പറയുന്നതാണോ എന്ന്. അതുകൊണ്ട് അവർ ഫോൺ എടുത്ത് ഹീറോയിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഞാൻ അവരുടെ മുടി ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ ബഡ്ഡി ഒരിക്കലും പാരസൈറ്റ് അല്ല. ഇപ്പൊ ഹീറോയിൻ, നിങ്ങൾ ഡിറ്റക്റ്റീവിന്റെ തലമുടി ചെക്ക് ചെയ്ത് നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഒരാളുടെ മാത്രമേ ചെക്ക് ചെയ്തോളൂ എന്ന് ലേഡി പറയും. ഇപ്പൊ രണ്ടുപേരെ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിന്റെ ഇപ്പൊ ആവശ്യമില്ല, നിങ്ങൾ ഈ കാള് റെക്കോർഡ് ചെയ്തോ, ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും പറ്റുവാണ്, ഇപ്പൊ ഈ ആക്രമിക്കാൻ പോയിട്ട് പട്ടാളക്കാരെ എല്ലാവരും ചതിച്ച് ഈ ബഡ്ഡിയും ഡിറ്റക്റ്റീവും കൊന്ന് കളയുവാണെങ്കിൽ ഈ കോള് റെക്കോർഡ് ചെയ്തോ, ഈ കോള് പെട്ടെന്ന് തന്നെ ജനറലിനെ കൊണ്ട് കാണിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഇതും പറഞ്ഞിട്ട് അവരവിടെ ഫൈറ്റ് നടത്തുകയാണ്. കോളിൽ വിളിച്ചിട്ട് എന്തായാലും അവരുടെ പ്ലാൻ അനുസരിച്ച് ചെന്ന് പാരസൈറ്റിന്റെ കോട്ടയിൽ അവർ ചെന്ന് കയറുകയാണ്, അവരുടെ ഒളിത്താവളം. എന്നിട്ട് അവിടെ ഉള്ള എല്ലാ പാരസൈറ്റിനെയും കൊല്ലുന്നുണ്ട്. എന്നാൽ ഈ പാരസൈറ്റ് വലുതായിട്ട് തിരിച്ചാക്രമിക്കുന്നില്ല, പേടിച്ചോടുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിന് പിന്നിൽ കേട്ടോ. അതുകൊണ്ടാണ് ഈ പാരസൈറ്റ് വലുതായിട്ട് ആക്രമിക്കാതെ പേടിച്ചോടുന്നത്. കുറെ അധികം പാരസൈറ്റിനെ കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ പാരസൈറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവും കുറെ അധികം പാരസൈറ്റിനെ കൊല്ലുന്നുണ്ട്. ഈ നേരം ആ വഴി തന്നെ ബസ്സിൽ സിസ്റ്റർ പോകുന്നുണ്ട്. ഇത് കണ്ട ഉടനെ സിസ്റ്ററിന് ബെട്രയൽ എന്ന് പറയുന്ന ഫീലിംഗ് ആണ് ഓർമ്മ വരുന്നത്. പക്ഷെ അത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യന്റെ ഇടയിലുള്ള ഒരു ഫീലിംഗ് ആണ് ഒറ്റ കൊടുക്കുക. അതാണോ ഈ പാരസൈറ്റ് ചെയ്യുന്നത് എന്ന് ഇവർ ചിന്തിക്കുകയാണ്, അതായത് ഇവർ പഠിക്കുകയാണ്. അപ്പൊ ഈ പാസ്റ്റർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവിന്റെ ദേഹത്തുള്ള പാരസൈറ്റ് ഇവർ ഒറ്റുന്നതാണെന്ന് ഇവിടെ ഒരു സംശയം നമുക്കുണ്ട്. പക്ഷെ നമുക്കറിയില്ല, അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുമായിരിക്കും. ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഇനി കുറച്ച്
കുറച്ച് പാരസൈറ്റിനെ കൊലക്കി കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബോസ് ലേഡി ഇവരെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണല്ലേ, ഞങ്ങൾ എല്ലാ പാരസൈറ്റിനെയും കൊന്നല്ലോ, അപ്പൊ നിങ്ങൾ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഇത്രയും പാരസൈറ്റിനെ മിസ്സാവുമായിരുന്നല്ലോ. ഇതൊക്കെ പറഞ്ഞ് അവർ ഓരോ സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല, ഈ ഏരിയയിൽ ഇനി ഒറ്റ പാരസൈറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അത് നീയാണ്, നിന്നെ ഞങ്ങൾ വന്ന് പിടിക്കുമെന്ന്. അതായത് ഇപ്പം ഹീറോയിനെ കൊല്ലാനായിട്ട് നടക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, തൊട്ട് സൈഡിൽ നോക്കുമ്പോൾ അവിടുത്തെ പോസ്റ്ററിൽ നല്ല വ്യക്തമായിട്ട് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അതായത് ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്, അപ്പൊ അങ്ങോട്ട് മേയർ വരുന്നുണ്ടെന്ന്. ഇതിലൂടെ തന്നെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അതായത് ഈ പാരസൈറ്റിന്റെ എല്ലാം പ്ലാൻ സാധാരണ ആൾക്കാരല്ല, ഈ മേയറിനെ കൊന്നിട്ട് മേയറിന്റെ ദേഹത്ത് കയറലാണ് ഇവരുടെ പ്ലാൻ. ഇത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വേറൊന്നുമല്ല, മേയറിന്റെ ദേഹത്ത് കയറുവാണെങ്കിൽ കുറെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വലിയ അധികാരിയായി മാറാൻ പറ്റും. അതിലൂടെ തന്നെ സാധാരണ ജനങ്ങളെ കൺട്രോൾ എടുക്കാനാണ് ഇവരുടെ പ്ലാൻ പാരസൈറ്റിന്റെ. ഈ കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് പിടികിട്ടുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് 5ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ ആരംഭത്തിൽ ബഡ്ഡിയും കൂട്ടുകാരനും കൂടെ നിന്ന് ഗോൾഫ് കളിക്കുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ അവരുടെ രണ്ടുപേരുടെ ഭാര്യയുണ്ട്. കുറച്ച് കഴിയുമ്പം ഇവര് ഗോൾഫൊക്കെ കളിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ കൂട്ടുകാരന്റെ ഭാര്യ ബഡ്ഡിയുടെ ഭാര്യ എടുത്ത് പറയുന്നുണ്ട്, മോളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിലൊന്നും എത്തത്തില്ല. എന്നാൽ ബഡ്ഡിയുടെ ഭാര്യ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, എങ്ങനെയും അവളെ വിദേശത്ത് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എന്നെയും ബഡ്ഡിയും പോലെ ആയിപ്പോവും, സാധാരണ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിയിൽ എത്തിപ്പെട്ടു പോകും. അതുമാത്രമല്ല കേട്ടോ, ബഡ്ഡിയുടെ ഭാര്യയ്ക്ക് ആകെ ബഡ്ഡിയോട് പുച്ഛമാണ്, ഈ പോലീസ് ജോലി ചെയ്യുന്നോണ്ട് വലിയ ശമ്പളമൊന്നും ഇല്ല. ആ ഒരു രീതിയിലൊക്കെ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്, കൂട്ടുകാരന്റെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച്. ഇത് കാണുമ്പം അവര് പറയുന്നത്, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, എന്തായാലും നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് പാസ്റ്ററിനെ കാണാനില്ല എന്ന് പറയുന്ന കാര്യം കൂട്ടുകാരൻ ബഡ്ഡിയെടുത്ത് തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭാര്യയും കാണാനില്ല. സലൂണിൽ വെച്ച് ചെറിയൊരു പ്രശ്നമായിട്ട് അവർ പോയതാണ്, പിന്നെ അവർ കണ്ടിട്ടില്ല. ഇത് കേട്ട ബഡ്ഡി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പെട്രോളിങ്ങിന് പോകുമ്പം അവരുടെ വീട്ടിൽ കൂടെ പോയി ഒന്ന് അന്വേഷിക്കാം അവരവിടെ ഉണ്ടോന്ന്, പാസ്റ്ററിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പിരിയാണ്. ഇത് കഴിഞ്ഞ് കാർ എടുത്ത് നേരെ പാസ്റ്ററിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ സെറ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് എന്തോ ജപിക്കുകയാണ്, എന്തെങ്കിലും ന്യൂസിൽ കാണുന്ന സാധനങ്ങളാണ് ജപിക്കുന്നത്. ബഡ്ഡി അകത്തോട്ട് കയറി ചെന്ന് നോക്കും ഈ റൂമിന്റെ അകത്തെ. അപ്പൊ ചെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് പാസ്റ്ററിന്റെ ഭാര്യ അവിടെ മരിച്ചു കിടക്കുന്നത്. ഇത് കണ്ട ബഡ്ഡി പെട്ടെന്ന് തോക്കെടുത്ത് പാസ്റ്ററിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ തോക്കെടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ, എന്തോ വന്ന് അവനെ അങ്ങ് അടിച്ച് തറയിടുകയാണ്. നോക്കുമ്പോൾ മറ്റേ പാരസൈറ്റ് ആണ്. ഇതിപ്പോ കുറെ നാൾക്ക് മുമ്പ് നടക്കുന്ന കാര്യമാണ്. ബഡ്ഡിക്ക് അറിയത്തില്ല ഇത് കണക്ക് പാരസൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം. ബഡ്ഡിയുടെ കഴുത്തിൽ ടെന്റക്കിൾസ് വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കാം. ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് ഒരുപാട് പണമാണ്, പ്രശസ്തിയും കിട്ടും. ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മരണമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ബഡ്ഡി എന്തായിരിക്കും തീരുമാനിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. അതായത് ബഡ്ഡിയും പാരസൈറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവും ബാത്റൂമിൽ നിൽക്കുകയാണ്. അവർക്കൊരു പ്രസംഗമുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാത്റൂമിൽ മുമ്പേ വന്ന് നിന്നെയാണ്. ഇത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ ചെല്ലുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡിറ്റക്റ്റീവ് ആണ്. ഡിറ്റക്റ്റീവ് പോലീസിന്റെ എല്ലാം കൂടെ വലിയൊരു ബോസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് ഇൻഫർമേഷൻ എല്ലാം മീഡിയക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഏരിയയിലുള്ള എല്ലാ പാരസൈറ്റിനെയും ഒഴിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മ്യൂസിക് ഫെസ്റ്റ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നടന്നു പോകും. പിന്നെ ചില പാരസൈറ്റ് അവിടെ ഇവിടെയൊക്കെ കാണും, എത്ര ഒഴിപ്പിച്ചാലും കാണുമല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ എല്ലാത്തിനെയും തീർക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് മീഡിയക്ക്. ജനങ്ങളുടെ അടുത്താണ് ഇത് പറയുന്നത്, മീഡിയ ഇത് ഷൂട്ട് ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് ബോസ് ലേഡി അവിടെ ഇരിപ്പുണ്ട്. ബോസ് ലേഡിക്ക് ഇവർ ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ടിവിയിൽ 2 ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഹീറോയിന്റെ, പിന്നെ സിസ്റ്ററിന്റെ ഫോട്ടോയാണ്, ഹീറോയിന്റെ സിസ്റ്ററിന്റെ. ഇവർ രണ്ടുപേരാണ് ബാക്കി അവശേഷിക്കുന്ന പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ ടിവിയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആരെങ്കിലും ഇവരെ കാണുവാണെങ്കിൽ അപ്പൊ തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കണം, അവർ വന്ന് അവരെ കൊല്ലും. ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ട് ഹീറോ ഒരു സ്റ്റോറിൽ നിൽപ്പുണ്ട്. അവിടുത്തെ ടിവിയിൽ ഇത് ലൈവായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഹീറോ അവിടെ സാധനം വാങ്ങാൻ വന്നെയാണ്. സാധനം വാങ്ങി പുറത്തിറങ്ങി കാറി കയറുമ്പോൾ ഹീറോയിനും ഇത് അവളുടെ ഫോണിലിരുന്ന് കാണുന്നുണ്ട്. ഇവർ ഇങ്ങനെ ഇരിക്കവേ അവരുടെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട്. വേറെ ആരുമല്ല, സിസ്റ്റർ ആണ് വിളിച്ചത്. സിസ്റ്ററിന് ഇപ്പൊ ഒറ്റിയല്ലോ മറ്റേ പാരസൈറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്, അതായത് പാസ്റ്റർ. അത് മനസ്സിലാക്കിയ സിസ്റ്റർ ആണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്നാല് പാരസൈറ്റിനെ തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് പ്ലാൻ ഉണ്ടാക്കാനാണ് സിസ്റ്റർ വിളിച്ചിരിക്കുന്നത്, ഒന്ന് കാണാൻ പറ്റുമെന്ന്. എന്നിട്ട് ഒരു സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാണാനായിട്ട്. എന്തായാലും അവരവിടെ കാർ എടുത്തോണ്ട് പോവുകയാണ് ദൂരോട്ട്, അതായത് ആ സ്ഥലം പറഞ്ഞില്ലേ അങ്ങോട്ട്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ബോസ് ലേഡിയെ കാണിക്കുകയാണ്. ബോസ് ലേഡി ഡിറ്റക്റ്റീവിന്റെ അടുത്തും ബഡ്ഡിയുടെ അടുത്തും ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കുകയാണ്. അന്ന് നിങ്ങൾ സേജിൻ ചർച്ചിൽ അന്വേഷണത്തിന് പോയപ്പം അവിടെ നിന്ന് ഹീറോയിന്റെ ഒരു സാധനം കിട്ടില്ലേ, അത് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, അതൊന്ന് പറയാമോ ഡിറ്റക്റ്റീവെ? ഇത് കേട്ട ഡിറ്റക്റ്റീവിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്താ കിട്ടിയെന്ന് ഇങ്ങനെ അറിയത്തില്ലല്ലോ, ഇത് ഡിറ്റക്റ്റീവ് അല്ല എന്താ കിട്ടിയെന്ന് പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലാതെ. ഇത് കാണുമ്പോൾ ബോസ് ലേഡിക്ക് ഒന്നും കൂടെ ഡൗട്ട് അടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ബഡ്ഡി ഡിറ്റക്റ്റീവിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്, ഇനി ഡൗട്ട് അടിക്കാതിരിക്കാനേ. ഇവര് പോകുമ്പോൾ ബഡ്ഡിക്കും ഡിറ്റക്റ്റീവിനും മനസ്സിലായി ബോസ് ലേഡിക്ക് നല്ല സംശയം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ബഡ്ഡി ചോദിക്കുകയാണ് ആ ലേഡീനെ അങ്ങ് കൊന്നാലോ എന്ന്. എന്നാൽ ഡിറ്റക്റ്റീവ് പറയുന്നത് അവളെ കൊല്ലണ്ട, ഞാൻ വലിയൊരു പ്രസിഡന്റ് ഒക്കെ ആയിട്ട്, അതായത് മേയർ ആയിട്ട് നല്ല പണി അവൾക്ക് തിരിച്ചു കൊടുക്കാം. അത് മാത്രമല്ല നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്, നിനക്ക് വലിയ പ്രശസ്തിയും
പൈസയും പണവും വരും, നിന്നെ വലിയൊരു പൊസിഷനിലാക്കുമെന്ന്. അതായത് ബഡ്ഡിക്ക് ഇങ്ങേരുടെ കൂടെ നിൽക്കുന്നുണ്ട്, നല്ല നേട്ടമുണ്ട് കേട്ടോ, നല്ലൊരു പൊസിഷനും കിട്ടും, അതുപോലെ തന്നെ പണവും പ്രശസ്തിയും കിട്ടും. അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നത്. നമുക്ക് കണ്ടറിയാം ഇതുവെല്ലാം കിട്ടുമെന്ന്. ഇത് കഴിഞ്ഞ് ഗാർഡൻ ആണ് കാണിക്കുന്നത്. സിസ്റ്റർ ഹീറോയിൻ ഇവിടെ വെച്ചാണ് കാണാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഹീറോയും അവിടെ വന്നിട്ടുണ്ട് സിസ്റ്ററിനെ കാണാനായിട്ട്. അവരതുവഴി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹൈഡി പുറത്തു വരികയാണ്. അതായത് ഹൈഡിയുടെ രൂപം പുറത്തു വരുന്നില്ല, ഹൈഡിയുടെ കോൺഷ്യസ്നെസ് പുറത്തു വരുന്നുണ്ട്. എന്നിട്ട് ഹൈഡിയാണ് ഹീറോന്റെ അടുത്ത് സംസാരിക്കുന്നത്. നീ ഇനി എന്റെ കൂടെ വരണ്ട, നിന്റെ സിസ്റ്ററിനെ കൊന്ന പാരസൈറ്റ് അല്ലേ അവളുടെ ഉള്ളിലുള്ള, അതുകൊണ്ട് തന്നെ നീ അവളെ കൊല്ലാനോ അവളെ ആക്രമിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട്. നീ ഇവിടെ നിൽക്കും, ഞാൻ പോയി അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അതായത് ഹീറോയ്ക്ക് നല്ല വൈരാഗ്യം കാണുമല്ലേ, സ്വന്തം സിസ്റ്ററിനെ കൊന്ന ആൾക്കാരാണ്. അതായത് 2 സിസ്റ്ററിനെയാണ് കൊന്നിരിക്കുന്നത്, ഒന്ന് മൂത്ത സിസ്റ്ററും ഇളയ സിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഹീറോയിനെ അവിടെ ആക്കിയിട്ടാണ് ഹീറോയിൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ചെല്ലുമ്പോൾ സിസ്റ്റർ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. സിസ്റ്ററിന് ഇപ്പം വേറെ വഴിയില്ല, ഇവരുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. കാരണം പാരസൈറ്റ് ചതിച്ച്, ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള പാരസൈറ്റ്, വില്ലൻ പാരസൈറ്റ് ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കൂടെ നിൽക്കാൻ ഒരു പ്ലാൻ ഇടുകയാണ്. അതുപോലെ തന്നെ പാരസൈറ്റ് എല്ലാം ഒരുമിച്ച് നിന്ന് മനുഷ്യരെ നശിപ്പിക്കണമെന്ന് പ്ലാൻ ഇട്ടത് ആ ഡിറ്റക്റ്റീവ് പാരസൈറ്റ് ആണ്. എന്നിട്ട് ലാസ്റ്റ് ഡിറ്റക്റ്റീവ് പാരസൈറ്റ് തന്നെ ബാക്കിയുള്ള പാരസൈറ്റിനെ എല്ലാം ചതിച്ച് എല്ലാരെയും കൊല്ലുകയാണ്. വെറുതെ ഒന്നുമല്ല അന്ന് ബാക്കിയുള്ള പാരസൈറ്റിനെ കൊന്നത്, എല്ലാരെയും ചതിച്ച് കൊന്നതാണ്, കൂടെ ഉള്ള പാരസൈറ്റിനെ ചതിച്ച് കൊന്നതാണ്. ഇവിടെ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഹീറോ വന്ന് ഈ ലേഡീനെ കുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ സിസ്റ്ററിനെ കൊല്ലാൻ പറ്റത്തില്ല, അവര് പാരസൈറ്റ് അല്ലേ, നല്ല പവർഫുൾ ആണ്. അവന്റെ കഴുത്തിന് തൂക്കി അങ്ങ് പിടിക്കുകയാണ്. എന്തായാലും വേറെ കുറച്ച് കപ്പിൾസ് അങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടാണ്. അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നില്ല, ഇവരുടെ കൂടെ ടീമപ്പ് ആയാലല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ കൊന്നില്ല, അവനെ വെറുതെ വിട്ട് കഴുത്തിന് ടെന്റക്കിൾസ് വെച്ച് ചെറുതായിട്ട് പിടിച്ചതേ ഉള്ളൂ. ഇതിനുശേഷം ഈ പരിപാടി നടക്കാൻ പോകുന്ന സ്ഥലം കാണിക്കുകയാണ്. അവിടെ ആൾക്കാരൊക്കെ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചധികം കച്ചവടക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് കച്ചവടം കിട്ടുമല്ലോ ഇങ്ങനെ ഫെസ്റ്റ് ഒക്കെ നടക്കുമ്പോഴേ, അതിനുള്ള തിരക്കിലൊക്കെ നിൽക്കുകയാണ് ആൾക്കാർ. ഇവിടെ നിന്ന് നടക്കുമ്പം ബോസ് ലേഡി ഹണ്ടർ ഡോഗിനെ ആരാ കൊന്നേന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹണ്ടർ ഡോഗിനെ കുത്തിക്കൊന്നപ്പം പുള്ളിക്കാരന്റെ ദേഹത്ത് കുറച്ചധികം മുറിവില്ലായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് ഓരോ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവര് വിളിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങോട്ട് വരാൻ, ആരാ കൊന്നേന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ചെന്ന് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, അതായത് ടെന്റക്കിൾസ് വെച്ച് കൊന്ന കണക്കാണ് അത് ഇരിക്കുന്നത്. ചിലപ്പം ടെന്റക്കിൾസ് വെച്ച് ഏതെങ്കിലും ഒരു പാരസൈറ്റ് കൊന്നതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ആയുധം വെച്ച് കൊന്നതായിരിക്കാം. സാധാരണ ഒരു കത്തി വെച്ച് കുത്തിയാൽ അങ്ങനെ ഒരു മുറിവ് ഉണ്ടാവത്തില്ല. ഇത് ബോസ് ലേഡിക്ക് അവിടെ ഇരിക്കുന്ന ആള് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ചെക്ക് ചെയ്ത ആള്. ഇപ്പൊ അവർക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ആരാണ് കൊന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാരസൈറ്റ് ആയിരിക്കാം കൊന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ആയുധം ടെന്റക്കിൾസ് പോലെ ഇരിക്കുന്ന ഒരു ആയുധം വെച്ചായിരിക്കാം കൊന്നിട്ടുള്ളത്. സാധാരണ ഒരു കത്തി വെച്ച് കൊല്ലാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കിയ ബോസ് ലേഡി അങ്ങേരോട് പറയുന്നുണ്ട്, ഇത് സീക്രട്ട് ആയിട്ട് വെക്കണം, ഇവിടെയുള്ള ബാക്കി ആരോടും പറയാൻ പാടില്ല എന്ന്. എപ്പോഴാ എവിടെന്നാ ചതി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബോസ് ലേഡീനെ ജനറൽ വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജനറലിനെ വന്ന് കാണുകയാണ്. ജനറൽ പറയുന്നത്, ഈ ഏരിയയിലുള്ള എല്ലാ പാരസൈറ്റിനെയും നിങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെ കൂടുതൽ പാരസൈറ്റ് ഉണ്ടെന്ന റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആരാ റിപ്പോർട്ട് തന്നെന്ന് ചോദിക്കുമ്പോഴാണ് ജനറൽ പറയുന്നത്, റിപ്പോർട്ട് തന്നത് വേറെ ആരുമല്ല, ഡിറ്റക്റ്റീവ് പാരസൈറ്റ് ആണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, അവിടെ കൂടുതൽ പാരസൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഈ പാരസൈറ്റിന് എന്തോ ഒരു പ്ലാൻ കാണണം. എന്തായാലും ജനറൽ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ആ സ്ഥലത്ത് പോയി ബാക്കിയുള്ള പാരസൈറ്റിനെ എല്ലാം കൊല്ലാൻ. പക്ഷെ ഇവിടെ പ്രൊട്ടക്ഷൻ ആയിട്ട് ആര് നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ ജനറൽ പറയുന്നത്, അതിന് സാധാരണ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ഇവിടെയുള്ള കുറെ പാരസൈറ്റിനെ കൊന്നല്ലോ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. എന്തായാലും ബോസ് ലേഡിക്ക് ഓർഡർ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ അത് ചെയ്യാതെ വേറെ വഴിയില്ല. എല്ലാരും കൂടെ ട്രക്കും കാറൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാണ് ആ പാരസൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ഇന്നേരം ബോസ് ലേഡിയെ ഫോൺ വിളിക്കുന്നുണ്ട് ഹീറോയിൻ. എന്നിട്ട് ഹീറോയിൻ പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഹണ്ടർ ഡോഗിനെ കൊന്നത് ബഡ്ഡിയാണ്. ബഡ്ഡി സാധാരണ കത്തി വെച്ചിട്ടാണ് കൊന്നത്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ബഡ്ഡി പാരസൈറ്റിന്റെ എല്ലാവരുടെയും പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് മാത്രമാണ് പാരസൈറ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. അത് മാത്രമല്ല ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ മേയറാണ്. മേയർ അവിടെ വരുമ്പോൾ മേയറിനെ കൊന്നിട്ട് മേയറിന്റെ തലയിൽ കയറിയാൽ ബാക്കിയുള്ള ജനങ്ങളെല്ലാം കൺട്രോളിൽ എടുക്കാൻ പറ്റും. അതാണ് ഇവരുടെ പ്ലാൻ. ഇത് പറയുമ്പോൾ ബോസ് ലേഡി ആദ്യം ഒന്നും വിശ്വസിക്കത്തില്ല. പിന്നെ ഇവർക്ക് എന്തോ ഒരു ബോധം ഉണ്ടായിട്ട് ഡ്രൈവറിന്റെ അടുത്ത് പറയാണ്, വണ്ടി തിരി, നമുക്ക് പെട്ടെന്ന് തന്നെ ആ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നിടത്തോട്ട് പോകണമെന്ന്. ഇത് കേട്ട ഡ്രൈവർ ആ ട്രക്കൊക്കെ തിരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഹീറോയിൻ ഫോണിലൊക്കെ സംസാരിച്ചിട്ട്, അതായത് ഹൈഡിയാണ് കേട്ടോ സംസാരിച്ചത്, ഹൈഡിക്കാണ് ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളത്. ഹൈഡി സംസാരിച്ചിട്ട് കാറിൽ വന്ന് കയറുകയാണ്. ഇപ്പൊ കാറിൽ തന്നെ ഹീറോ ഉണ്ട്, ഹീറോയിൻ ഉണ്ട്, അഥവാ ഹൈഡി, അതുപോലെ തന്നെ സിസ്റ്ററും ഉണ്ട്. ഇപ്പൊ ഹൈഡി കുറെ നേരം പുറത്ത് നിന്നിട്ടുണ്ട്. ഹൈഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്, 1 മണിക്കൂറിൽ 15 മിനിറ്റ് മാത്രമേ പുറത്ത് നിൽക്കാൻ പറ്റൂ, ബാക്കി റെസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഹൈഡി ഉറക്കത്തിലോട്ട് പോവുകയാണ്. ഇനി വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോവില്ലേ, അപ്പൊ എന്തായാലും പുറത്ത് വേണം, അതുകൊണ്ട് തന്നെ ഉറക്കത്തിലോട്ട് പോവുകയാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. അവിടെ മേയർ വന്നിട്ട് എല്ലാവരോടും നല്ല താഴ്മയായിട്ട് പെരുമാറുന്നുണ്ട്. വേറൊന്നുമല്ല, അധികാരത്തിന് വേണ്ടി തന്നെയാണ്. ഇല്ലാതെ സാധാരണ ആൾക്കാരുടെ അടുത്തൊക്കെ ഒരുമാതിരി പെരുമാറാൻ പറ്റുമോ? ഇല്ല. ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആൾക്കാരോട് ഇനി എത്ര ദേഷ്യം വന്നാലും നല്ല രീതിയിൽ വേണം പെരുമാറാൻ, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പോവും. എന്തായാലും അവിടെ പാചകം ചെയ്യുന്ന ഒരു ലേഡീനെ സന്തോഷപ്പെടുത്താനായിട്ട് അതും ഇതും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വർക്കാവുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ നേരം സിസ്റ്ററും ഹീറോയിനും ഇരുന്ന് സംസാരിക്കുകയാണ്. ഹൈഡി അല്ല, സിസ്റ്ററും ഹീറോയിനും. ഹീറോയിൻ ഒരു പ്രത്യേകതയുണ്ട്, സാധാരണ പാരസൈറ്റിനൊക്കെ ശരീരം മാറാൻ പറ്റും. എന്നാൽ ഹീറോയിന്റെ
ഹൈഡിക്ക് ശരീരം മാറാൻ പറ്റത്തില്ല, ഹീറോയിന്റെ ശരീരം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പകുതി പാരസൈറ്റും പകുതി ഹീറോയിനുമാണ്. അതുകൊണ്ടാണ് ഹൈഡി ഹീറോയിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ നിൽക്കുന്നത്. ഇത് സിസ്റ്റർ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഹീറോ ആ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ ഇൻഫർമേഷനുകളും തക്കതായ സമയത്ത് ഇവർക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഹീറോയിനും സിസ്റ്ററിനും. ഇവൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ വലിയ പ്രശ്നം നടക്കുകയാണ്. നോക്കുമ്പോൾ ഡിറ്റക്റ്റീവ് തനി രൂപത്തിൽ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ആക്രമിച്ച് മേയറിന്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മനസ്സിലായല്ലോ, മേയറിന്റെ തല വെട്ടിയിട്ട് അവിടെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നേരമാണ് ബോസ് ലേഡിയും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. ബോസ് ലേഡി വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നുണ്ട്. അവർ അതുവഴി ഒളിച്ചു പോകുന്നത്. ഇപ്പൊ മേയറിന് എന്തെങ്കിലും പറ്റിയാൽ ഇവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് മേയറിനെ രക്ഷിക്കാനായിട്ട് അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ബോസ് ലേഡി കാണുന്നുണ്ട്. എന്നാൽ ബോസ് ലേഡി ബാക്കിയുള്ള ഓഫീസേഴ്സിനെ എല്ലാം മേയറിനെ നോക്കാൻ പറഞ്ഞു വിട്ടിട്ട് ബോസ് ലേഡിയാണ് ഇവരെ മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ മറ്റേ ഡിറ്റക്റ്റീവിന് ഒരു വണ്ടി കൊണ്ടുവച്ച് ബഡ്ഡി ഇടിച്ചിടുന്നുണ്ട്. എന്തിനാന്ന് അറിയത്തില്ല, ഇനി അവന്റെ മനസ്സ് മാറിയൊന്നും അറിയത്തില്ല. ഇടിച്ചൊരു സ്ഥലത്തോട്ട് കൊണ്ട് മറച്ചങ്ങ് ഇടുകയാണ്. എന്നിട്ട് ബഡ്ഡി അകത്തോട്ട് കയറി പല തവണയായിട്ട് ഡിറ്റക്റ്റീവിനെ, അതായത് പാരസൈറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. 4-5 തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് നടക്കുമ്പോൾ ബോസ് ലേഡി ഹീറോയിനെ സറണ്ടർ ആവാൻ പറയാണ്. ഹീറോയിൻ സറണ്ടർ ആയിട്ട്, അതായത് ഹൈഡിയാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത്. ഹൈഡി ബോസ് ലേഡിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ മനസ്സില്ല, അതുപോലെ തന്നെ ഞാൻ ആരെയും ഉപദ്രവിക്കാറുമില്ല. എനിക്കും ഹീറോയിനും ഇവിടെ സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. സാധാരണ ഒരു ജനങ്ങളെയും ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. ഉപദ്രവിക്കാൻ പോകുന്നത് ഇപ്പൊ പോകുന്ന പാരസൈറ്റ് ആണ്, മേയറിന്റെ ദേഹത്ത് കയറാൻ പോകുന്ന പാരസൈറ്റ്. നിങ്ങളുടെ ചോയ്സ് ആണ്, എന്നെ കൊല്ലണോ അവരെ കൊല്ലണോ എന്ന്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ് ഹൈഡി. എന്തായാലും ഡിറ്റക്റ്റീവ് പാരസൈറ്റിനെ അവിടെ വെടിവെച്ചിട്ടല്ലോ. ഇത് കണ്ട കുറെ ഓഫീസേഴ്സ് അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഈ ഡിറ്റക്റ്റീവിന് തലയില്ല. തല എവിടെ പോയി? ഈ തല അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തല എവിടാന്ന് അറിയാമോ? ബഡ്ഡിയുടെ വയറ്റിനകത്താണ് തല. അവൻ അതിനകത്ത് വെച്ച് ഒളിപ്പിച്ച് കൊണ്ടുവന്നേക്കാണ്. കൂടെ തന്നെ മേയറും ഉണ്ട്. മേയറിനെയാണല്ലോ ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മേയറിനെ ലക്ഷ്യം വെച്ചിട്ടാണ് വയറ്റിൽ വെച്ച് ആ പാരസൈറ്റിനെ കൊണ്ടുവന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ പാരസൈറ്റ് പുറത്ത് ചാടുകയാണ്. മേയറിന്റെ ദേഹത്തോട്ടാണ് ചാടി വീഴുന്നത്. മേയർ തള്ളി പിടിക്കുകയാണ്. അത് പരമാവധി തള്ളി പിടിക്കുന്നുണ്ട്. അത് ദേഹത്തോട്ട് കയറാതിരിക്കാൻ, തല വെട്ടി മാറ്റാതിരിക്കാൻ. എന്നാൽ അത് തല വെട്ടി മാറ്റാൻ വരുമ്പോൾ തന്നെ സിസ്റ്റർ അങ്ങോട്ട് വരുവാണ്. സിസ്റ്റർ ഒന്ന് ഒറ്റ അടിയാണ് ആ കുട്ടി പാരസൈറ്റിന്. അതായത് ചെറുതാണ് കേട്ടോ, അതിന്റെ തല മാത്രമാണ് ആ പാരസൈറ്റ്. അതിനെ അടിച്ച് ദൂരോട്ട് കളയാണ്. എന്നിട്ട് ഹീറോയും സിസ്റ്ററും പറയുന്നുണ്ട് ഞങ്ങൾ മേയറിന്റെ സൈഡാ, അതുകൊണ്ട് മേയർ പേടിക്കണ്ടെന്ന്. ഈ നേരം ഹീറോ വന്ന് മേയറിനെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിലോട്ട് സേഫ് ആയിട്ട് നിർത്തുന്നുണ്ട്. സിസ്റ്റർ പാരസൈറ്റ് ആണ് മറ്റേ പാരസൈറ്റുമായിട്ട് അടി ഉണ്ടാക്കുന്നത്, അതായത് വില്ലൻ പാരസൈറ്റ് ആയിട്ട്. ഇവിടെ ഇങ്ങനെ ഫൈറ്റ് നടക്കുമ്പോൾ ബഡ്ഡി ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരു ഷൂട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ നെഞ്ചത്ത് തന്നെ. പക്ഷേ സിസ്റ്റർ ലേഡി ഒറ്റ തട്ടാണ് ബഡ്ഡിനെ. ബഡ്ഡി പോയി മറിഞ്ഞു വരുന്നുണ്ട്. എന്നാലും അവനെ കൊല്ലുന്നൊന്നുമില്ല. ഇപ്പൊ മറ്റേ പാരസൈറ്റ്, അതായത് വില്ലൻ പാരസൈറ്റ് അവിടെ ഇവിടെയൊക്കെ നടന്ന് എന്തോ ഗ്യാസ് ഒക്കെ തുറന്നു വിടുന്നുണ്ട്. അവിടെ മൊത്തം വെള്ളപ്പൊടിയാണ്. അത് മാത്രമല്ല സിസ്റ്ററിന് വെടിയേറ്റുകൊണ്ട് ഇനി കുറച്ചു നേരം കൂടെ അവര് ജീവനോടെ കാണത്തുള്ളൂ. ഇത് മനസ്സിലാക്കി സിസ്റ്റർ ഹീറോനെയും പ്രസിഡന്റിനെ അടിച്ച് ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. അതായത് അവരെ സേഫായിട്ട് ഒരു സ്ഥലത്തോട്ട് മാറ്റിയിടുകയാണ്. എന്നിട്ട് അവനോട് സോറി പറയുന്നുണ്ട് ഹീറോനോട്, അവനോട് ചെയ്ത എല്ലാ തെറ്റിനും. കാരണം 2 സിസ്റ്ററിനെയാണ് ഈ പാരസൈറ്റ് കൊന്നിട്ടുള്ളത്. ഇപ്പൊ അവർക്ക് ഫീലിങ്സ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സോറി പറഞ്ഞത്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ടെന്റക്കിൾസ് വന്നിട്ട് സിസ്റ്ററിനെ കുത്തുകയാണ്. വേറെ ആരുമല്ല, വില്ലൻ പാരസൈറ്റ് ആണ്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. സിസ്റ്റർ ലേഡി ആ കുട്ടി പാരസൈറ്റുമായിട്ട് അവിടെ നിന്ന് അടി ഉണ്ടാക്കുകയാണ്. ഇപ്പം മരിക്കുന്നതിന് കുറച്ച് സമയം നോക്കുമ്പോൾ ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഫീലിങ്സ് ഒക്കെ വന്നുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സിസ്റ്റർ ലേഡിയെ കൊന്ന് ആ പാരസൈറ്റ് അവിടെ നിൽക്കുകയാണ്. ഈ പാരസൈറ്റിന് കുറെ നേരം പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ശരീരത്തിൽ നിന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചത്തുവും. ഇപ്പൊ ആ റൂമിൽ ആകെ ബാക്കിയുള്ളത് ബഡ്ഡിയും ഈ പാരസൈറ്റും ആണ്. അപ്പൊ ഈ ബഡ്ഡി പറയാണ് ആരുടെ ദേഹം ഇല്ലല്ലോ കയറാൻ പറ്റുന്ന, ഇനി പാരസൈറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പാരസൈറ്റ് ഒന്നും ചിന്തിച്ചില്ല. തല വെട്ടിയങ്ങ് കളഞ്ഞു ബഡ്ഡിയുടെ. എന്നിട്ട് അവിടെ കയറി ഇരിക്കുകയാണ്. അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ട്. അധികാരവും പണവും മോഹിച്ചു ചെന്ന് ഇപ്പൊ പണി വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഹീറോയും മേയറും ഓടി ഒരു സ്ഥലത്ത് വന്ന് ബ്ലോക്കായി നിൽക്കുകയാണ്. അവിടെ ഒളിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ ബഡ്ഡി ആയിട്ടുള്ള പാരസൈറ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് വില്ലൻ പാരസൈറ്റ് എന്ന് പറയാൻ കേട്ടോ. ഈ വില്ലൻ പാരസൈറ്റ് വന്നിട്ട് അതിന്റെ ടെന്റക്കിൾസ് ഭയങ്കര പൊക്കിയിട്ട് കണ്ണു വെച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ് അവരെവിടാന്ന്. ഇവരെ കണ്ടുപിടിച്ച ഉടനെ അവരെ ആക്രമിക്കാൻ ചെല്ലുകയാണ്. എന്നാൽ ആക്രമിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇപ്പൊ ഹൈഡിയാണ് കേട്ടോ പുറത്തുള്ളത്. ഹൈഡി വന്നിട്ട് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ നേരം ഹീറോയും മേയറും ഇറങ്ങി പുറത്തോട്ട് ഓടുന്നുണ്ട്. അവർക്ക് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. മേയറിനെ കൊണ്ടുവന്ന് ബാക്കിയുള്ള ബോഡി ഗാർഡ്സിനെ ഏൽപ്പിക്കുകയാണ്. ഹീറോ തിരിച്ചു വരുന്നുണ്ട്. കാരണം ഹീറോയിൻ അവിടെ ഒറ്റയ്ക്കല്ലേ. ഇന്നേരം ഇവിടെ ഫൈറ്റ് നടക്കുമ്പോൾ ഹൈഡി നോക്കുമ്പോൾ വില്ലൻ പാരസൈറ്റിനെ കാണുന്നില്ല. എന്നാൽ ഒരു ചില്ല് പൊട്ടിക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഈ വില്ലൻ പാരസൈറ്റ് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനെ തലയിൽ ആ വില്ലൻ പാരസൈറ്റ് ഇല്ല. എന്തൊക്കെ ചെയ്തിട്ട് 2 ശരീരമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് വില്ലൻ പാരസൈറ്റ് ആയിട്ടും പിന്നെ ബഡ്ഡിയുടെ ശരീരത്തിന് അവിടെ നിർത്തി സംസാരിപ്പിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതെന്തെങ്കിലും ഒരു കഴിവ് കാണും അതിന്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബോസ് ലേഡി അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. ബോസ് ലേഡിയെ കണ്ട ഉടനെ ബഡ്ഡി പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ബോസ് ലേഡി ഒരു കാര്യം കാണുന്നത്. അവിടുത്തെ കണ്ണാടിയില് ഇങ്ങനെ തലയിൽ ബാക്കി കഷ്ണമൊന്നുമില്ല, എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. തലയ്ക്കുള്ളിൽ പൊള്ളയാണ്. ഇത് കണ്ട ഉടനെ ബോസ് ലേഡി ഹീറോയിനെ അല്ല ഷൂട്ട് ചെയ്യുന്നത്, അഥവാ ഹൈഡിനെ അല്ല ഷൂട്ട് ചെയ്യുന്നത്, അങ്ങേരെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയം തന്നെ മറ്റേ കുട്ടി, അതായത് വില്ലൻ പാരസൈറ്റ് അങ്ങോട്ട് ചാടി വരുന്നുണ്ട്. വില്ലൻ പാരസൈറ്റിനെ ഒറ്റ കുത്തിന് ഹൈഡി കൊല്ലുന്നുണ്ട്. ഇപ്പൊ ബോസ് ലേഡിക്കും ഹൈഡിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമായി. രണ്ടുപേരും നല്ല ആൾക്കാരാണെന്ന് മനസ്സിലായി. ബോസ് ലേഡി മരിക്കാതെ സംരക്ഷിച്ചിട്ടുള്ളത് ഹൈഡിയാണ്. അതിന്റെ നന്ദി എന്തായാലും ബോസ് ലേഡിക്ക് കാണത്തില്ലേ. എന്തായാലും ബഡ്ഡിയെ കൊന്ന്,
അതായത് വില്ലൻ പാരസൈറ്റിനെ കൊന്നിട്ട് ഹൈഡിയും ബോസ് ലേഡിയും സംസാരിക്കുകയാണ്. ഹൈഡി പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവം പെൺകുട്ടി ഹീറോയിനാണ്. അവളെ കുറെ ആൾക്കാർ ചതിച്ചിട്ടുണ്ട്. അവള് ജനിച്ചിടം തൊട്ട് അവളെ ഓരോ ആൾക്കാർ ചതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവളുടെ ഉള്ളിലുള്ള ആ നന്മ ഇതുവരെ നശിച്ചു പോയിട്ടില്ല. എത്രയൊക്കെ കിട്ടിയാലും അവൾ ആൾക്കാരെ സഹായിക്കാൻ ചെല്ലും. അവൾ അത്രയും നല്ലൊരു മനുഷ്യയാണ്. എന്തായാലും നിങ്ങളെ കണ്ടതിൽ സന്തോഷം. എനിക്ക് കുറെ നേരം പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇതും പറഞ്ഞ് അവര് മയങ്ങി തറയിൽ വീഴാണ് ഹൈഡി. ഇന്നേരമാണ് അങ്ങോട്ട് ഹീറോ ഓടി വരുന്നത് കേട്ടോ. ഹീറോ ഓടി വന്ന ഉടനെ ഹീറോയിൻ മയങ്ങി കിടക്കുന്നതാണ് കാണുന്നത്. അവളെ പിടിച്ചിരുന്ന് കരയാണ് എണീക്കെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഇരിക്കവേ അങ്ങോട്ട് കുറെ പോലീസ് ഓഫീസേഴ്സ് കയറി വരികയാണ്. ആ പോലീസ് ഓഫീസേഴ്സ് ബോസ് ലേഡിയോട് ചോദിക്കുന്നത് ഹീറോയിൻ പാരസൈറ്റ് ആണോ എന്നാണ്. എന്നാൽ ബോസ് ലേഡി ഒന്നും ചിന്തിക്കാതെ തന്നെ പറയുന്നത് അവള് പാരസൈറ്റ് അല്ല, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. ഇപ്പൊ കുറെ മുറിവൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതായത് ബോസ് ലേഡിയുടെ മനസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ പാരസൈറ്റ് ആരെയും ഉപദ്രവിക്കുന്ന പാരസൈറ്റ് ഒന്നുമല്ല, സാധാരണ ഒരാളാണ്, നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡി ഇവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ യുദ്ധമൊക്കെ കഴിഞ്ഞില്ലേ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തൊരു പൂച്ച വന്നിരുന്ന കരയാണ്, ഒരു കൊച്ചു പൂച്ചക്കുട്ടി. എന്തായാലും അതിനെ കണ്ടോണ്ട് തന്നെ അതിന് കുറച്ച് ഫുഡ് എടുത്തോണ്ട് കൊടുക്കുകയാണ്. ഈ പൂച്ച ഫുഡ് കഴിക്കുന്നത് നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഹീറോ വന്നിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അതുവഴി അങ്ങനെ നടന്ന് സംസാരിക്കുകയാണ്. ഹീറോ പുതിയൊരു ഗ്യാങ്ങിൽ ചേർന്നിട്ടുണ്ടെന്ന് അവളോട് പറയുന്നുണ്ട്. എന്നാൽ ഏത് ഗ്യാങ് ആണെന്ന് പറയുന്നില്ല. അതുമാത്രമല്ല ഹൈഡി ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഹീറോയ്ക്ക്, ഹീറോയിന് വായിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. ആ മെയിൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവം പെൺകുട്ടി നീയാണ്, എന്റെ ഒരു ഭാഗ്യമാണ് ഞാൻ നിന്റെ ഒരു ശരീരത്ത് വന്ന് കയറിയത്, ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല വായിച്ച് കേൾപ്പിക്കേണ്ട, അവള് തന്നെ വായിക്കണമെന്ന് പറയുന്ന ഒരു പോർഷനും അതിനകത്തുണ്ട്. അതെടുത്ത് അവൾക്ക് കൊടുക്കുകയാണ് വായിക്കാനായിട്ട്. ഇന്നേരമാണ് ഹീറോ പറയുന്നത് അവൻ വേറൊരു ഗ്യാങ്ങിലല്ല ചേർന്നേക്കുന്നത്, അവൻ ടീം ഗ്രേയിലാണ് ചേർന്നേക്കുന്നത്. അതായത് ബോസ് ലേഡിയുടെ ഒക്കെ ടീമില്ലേ, അതിനകത്താണ് അവൻ അംഗമായിട്ട് ചേർന്നേക്കുന്നത്. ബോസ് ലേഡി അതിന് സമ്മതിച്ചോട്ടോ അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹീറോയിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ടീമിൽ വന്ന് കയറാമെന്നും ബോസ് ലേഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഹീറോയിൻ അത് വായിക്കുകയാണ്. അതായത് ഹൈഡി എഴുതിയ ആ പോർഷൻ ഇല്ലേ, അവളെ കൊണ്ട് തന്നെ വായിപ്പിക്കണമെന്ന്. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ എപ്പോഴും ഞാൻ കാണുമെന്ന്. ഇവിടെ സീൻ കട്ടായാൽ അടുത്ത സീനിൽ ബോസ് ലേഡിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. ബോസ് ലേഡി ഇട്ടത് ഒരു സ്റ്റാഫ് എന്ന് പറയുന്നുണ്ട് താങ്കളെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ട ബോസ് ലേഡി ആരാ കാണാൻ വന്നെന്ന് ചെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഇതിനൊരു മൂവി ഉണ്ട് കേട്ടോ. അതായത് പാരസൈറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്. ആ മൂവിയിലുള്ള ഒരു നടനാണ്, അറിയാമോ, അവന്റെ കൈ ഇത് കണക്ക് പാരസൈറ്റ് ആണ്. അവനാണ് ബോസ് ലേഡിയെ കാണാൻ വന്നിരിക്കുന്നത്. അവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഈ സീരീസ്? അടിപൊളിയായിരുന്നു. എന്നാ പിന്നെ അടുത്ത കേഡ്രാമയായിട്ട് കാണാം. ഓക്കെ ബൈ.